നമസ്കാരം. അങ്ങനെ ആ ദിവസം എത്തുകയാണ്. ഹെക്ടറുടെ 50ാം ജന്മദിന ആഘോഷം നടക്കുന്ന ആ ദിവസം ഹാർമൺ കുടുംബം മുഴുവൻ അണിഞ്ഞൊരുങ്ങുകയാണ്. അതേ ദിവസം മറ്റൊരു കാര്യം കൂടി സംഭവിക്കുമെന്ന് ഹാർമൺ കുടുംബത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് അറിയാം. സാക്ഷാൽ ടൈലർ ഗ്രാന്റ് നടാഷയെ ചോദിച്ചുകൊണ്ട് അവിടെ എത്തും. രണ്ട് സംഭവങ്ങൾ അന്ന് അവിടെ നടക്കും. ആ ചിന്ത സകല ആളുകൾക്ക് ഉള്ളപ്പോൾ നടാഷയുടെ മുറിയിൽ നടാഷയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഡസൻ റൈസ്. നടാഷ കണ്ണാടിയുടെ മുന്നിലാണ്. അവൾക്ക് കണ്ണാടിയിൽ കാണുന്ന അവളുടെ ആ മുഖം കണ്ടിട്ടും കണ്ടിട്ടും മതിയാകുന്നില്ല. അവൾ തിരിഞ്ഞു മറിഞ്ഞൊക്കെ നോക്കുകയാണ്. അവൾക്ക് വിശ്വസിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതാണ് ശരി. അവളുടെ മുഖത്ത് ജയില് ഉണ്ടാക്കിയ ആ മുറിവുകൾ കാണാനേയില്ല. അങ്ങനെ ഒരു മുറിവ് അവളുടെ ആ മുഖത്ത് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പോലും വിശ്വസിക്കാൻ പറ്റില്ല. ആ ശൈലിയിൽ അവളുടെ മുഖത്തുണ്ടായ ആ മുറിവുകൾ പൂർണ്ണമായും മാറിയിരിക്കുകയാണ്. അതുമാത്രമല്ല, ഇപ്പോ അവളുടെ മുഖത്തിന് വല്ലാത്തൊരു കാന്തി കൂടിയിരിക്കുകയാണ്. മുഖം കൂടുതൽ മനോഹരമായതുപോലെ. കണ്ണാടിയിൽ തിരിഞ്ഞു മറിഞ്ഞു നോക്കുന്ന നടാഷ ഡസ്റ്റിനോട് ചോദിച്ചു, ഡസ്റ്റിൻ വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇതെങ്ങനെ സംഭവിച്ച്? ഏയ് നടാഷ, ഞാൻ നിന്നോട് തുടക്കത്തിലേ പറഞ്ഞില്ലേ നിന്റെ മുഖം ഞാൻ ശരിയാക്കി എടുക്കുമെന്ന്. നിനക്ക് ഇന്ന് വിശ്വസിക്കാൻ ഒരു മടിയല്ലായിരുന്നു. ഹേയ് ഡസ്റ്റിൻ, എനിക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല, പക്ഷെ എനിക്ക് ഇപ്പോഴും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അതാണ് സത്യം. ഡസ്റ്റിൻ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ മരുന്ന് ഡസ്റ്റിന് നമ്മുടെ കമ്പനിക്ക് വേണ്ടി ഉണ്ടാക്കാൻ പറ്റില്ലേ? പെട്ടെന്ന് നടാഷയിലെ ആ ബിസിനസ്സുകാരി ഒന്ന് ഉണർന്നതാണ്. ഇമോഷനോൾ ഒരാളുടെ ഉള്ളിലെ ശക്തി വളർത്തിയെടുക്കാൻ പര്യാപ്തമായ ഒന്നാണ്. ഇവിടെ ഡസ്റ്റിൻ ഉപയോഗിച്ചിരിക്കുന്ന പുതിയ കുഴമ്പ് ഏത് മുറിവിനെയും ചികിത്സിക്കാനും ആ മുറിവിന്റെ അടയാളം പോലും ഇല്ലാത്ത ശരീരയിൽ ആ മുറിവിനെ മാച്ചു കളയാൻ കഴിയുന്ന ഒരു അത്ഭുത മരുന്നാണ്. അതിന്റെ യാഥാർത്ഥ്യം സ്വയം അനുഭവിച്ചറിഞ്ഞിരിക്കുന്ന വ്യക്തിയാണ് നടാഷ ഹാർമൺ. നടാഷ ഡസ്റ്റിനോട് പെട്ടെന്ന് അങ്ങനെ ചോദിച്ചതും ഡസ്റ്റിൻ നടാഷയോട് പറഞ്ഞു, നടാഷ, അതത്ര എളുപ്പമല്ല. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് നല്ല വിലയുള്ളതാണ്, അതങ്ങനെ എളുപ്പം കിട്ടുന്നതുമല്ല. ഡസ്റ്റിൻ, അപ്പൊ ഇത് ഉണ്ടാക്കാൻ പറ്റില്ലേ? നടാഷ, ഉണ്ടാക്കാൻ പറ്റില്ലെന്ന് ചോദിച്ചാൽ പറ്റും. അതിന് നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒന്ന് ചേഞ്ച് ചെയ്യണം. കുറച്ചുകൂടി കോമൺ ആയി നമുക്ക് ലഭിക്കുന്ന സാധനങ്ങൾ ചേർത്താൽ നമുക്ക് ഈ റെയർ ആയിട്ടുള്ള ഹെർബ്സ് ഒക്കെ ഔഷധ സസ്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. വളരെ അപൂർവമായി മാത്രം ലഭിക്കുന്ന ചില ഔഷധ സസ്യങ്ങൾ ഡസ്റ്റിൻ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. സ്വർണത്തെക്കാൾ വില ആ ഔഷധ സസ്യങ്ങൾക്കുണ്ട്. ആ ഔഷധ സസ്യങ്ങൾ ലഭിക്കുക എന്നുള്ളത് പാടാണ്, ലഭിക്കുമ്പോൾ അതിന്റെ വില കൂടുതലുമാണ്. അതിനെ ഒഴിവാക്കി വേറെ കോമ്പിനേഷനിൽ ഉണ്ടാക്കിയാലും ഈ മരുന്ന് ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഡസ്റ്റിൻ പറഞ്ഞതും നടാഷ ചോദിച്ചു, ഡസ്റ്റിൻ, അങ്ങനെ ഉണ്ടാക്കുമ്പോൾ മരുന്നിന്റെ ഗുണത്തിൽ എന്തെങ്കിലും കുഴപ്പം വരും? നടാഷ, കുഴപ്പം വരുമോ എന്ന് ചോദിച്ചാൽ കുഴപ്പം വരും, പക്ഷെ അത് വേറൊന്നുമല്ല, ഡ്യൂറേഷൻ കൂടുതൽ വേണം. ഇവിടെ ഇപ്പോൾ 4 ദിവസം കൊണ്ട് നടാഷയുടെ മുഖത്തുള്ള മുഴുവൻ മുറിവുകളും മാറിയില്ലേ? നമ്മൾ ഇൻഗ്രീഡിയൻസ് മാറ്റിയാൽ അത് 40 ദിവസം ആവുന്നു മാത്രം, പക്ഷെ പൂർണ്ണമായും മാറും. ഇതേ ഫലം തന്നെ അവിടെ ഉണ്ടാവുകയും ചെയ്യും. ഡസ്റ്റിന്റെ ആ വാചകം നടാഷയിലെ ബിസിനസ്സുകാരെ ഒന്നുകൂടി ഒന്ന് ഉത്തേജിപ്പിക്കുകയാണ്. 4 ദിവസം കൊണ്ട് ഒരു മുറിവ് മാറിക്കിട്ടുന്നതും 40 ദിവസം കൊണ്ട് മാറിക്കിട്ടുന്നതും ബിസിനസ്സുകാരുടെ കണ്ണിലൂടെ ആലോചിക്കുമ്പോൾ 40 ദിവസമാണ് ലാഭം. 40 ദിവസവും അവരുടെ ആ ക്രീം വാങ്ങുന്ന ആൾ ഉപയോഗിക്കാൻ നിർബന്ധിതരാകും. സ്വാഭാവികമായി പ്രോഫിറ്റ് കൂടും. നടാഷയുടെ മനസ്സിൽ ആ ചിന്ത വന്നതും നടാഷ ചിരിച്ചുകൊണ്ട് ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, അത് മതി. ഓക്കെ നടാഷ, അങ്ങനെയാണെങ്കിൽ ഞാൻ 2 ദിവസത്തിനകം ഇതിന്റെ പ്രിസ്ക്രിപ്ഷൻ എഴുതിത്തരാം. ഡസ്റ്റിനും നടാഷയും കൂടി അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് റൂത്ത് അകത്തേക്ക് വന്നത്. സിസ്റ്റർ, അച്ഛൻ വിളിക്കുന്നു. റൂത്ത് അങ്ങനെ പറഞ്ഞതും നടാഷ ഡസ്റ്റിനോട് പറഞ്ഞു, വാ നമുക്ക് അച്ഛനടുത്തേക്ക് പോവാം. ചേച്ചി മാത്രം വന്നാൽ മതിയെന്ന് അച്ഛൻ പ്രത്യേകം പറഞ്ഞു. റൂത്ത് അങ്ങനെ പറഞ്ഞതും ഡസ്റ്റിൻ നടാഷയോട് പറഞ്ഞു, നടാഷ, എന്തെങ്കിലും വ്യക്തിപരമായ കാര്യങ്ങൾ സംസാരിക്കാനാവും, ഞാൻ ബാങ്കറ്റ് ഹാളിൽ നിൽക്കാം. അങ്ങനെ നടാഷയോട് പറഞ്ഞിട്ട് ഡസ്റ്റിൻ പുറത്തേക്ക് ഇറങ്ങി. ഡസ്റ്റിനെ ഒഴിവാക്കി നടാഷയെ മാത്രം വിളിച്ചുകൊണ്ട് ചെല്ലാനായി ഹെക്ടർ റൂത്തിനോട് പറഞ്ഞപ്പോ നടാഷയ്ക്ക് ഒരു വേദന അനുഭവപ്പെടുകയാണ്. ഡസ്റ്റിൻ കൂടി ചേരുമ്പോഴേ അവള് പൂർണ്ണമാകുകയുള്ളൂ എന്നൊരു തോന്നൽ കുറച്ച് ദിവസങ്ങളായി നടാഷയ്ക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡസ്റ്റിനെ ഒഴിവാക്കി അവളെ വിളിച്ചപ്പോ ഒരു വിഷമം നടാഷയുടെ മുഖത്ത് പെട്ടെന്ന് തന്നെ ദൃശ്യമാകുകയാണ്. ആ വിഷമം കണ്ടുകൊണ്ട് തന്നെയാണ് ഡസ്റ്റിൻ ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. ഡസ്റ്റിൻ ബാങ്കറ്റ് ഹാളിൽ എത്തുമ്പോൾ ഒരുപാട് ആളുകൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും ഒരു വലിയ പരിപാടിയാണ് ഹെക്ടർ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. മിൽസ്ബർഗിലെ പ്രധാനപ്പെട്ട എല്ലാ വ്യക്തികളെയും ഹെക്ടർ അവിടേക്ക് ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ്. പ്രമുഖരായ ഒരുപാട് ആളുകൾ ഇപ്പൊ തന്നെ അവിടെ എത്തിക്കഴിഞ്ഞു. ഡസ്റ്റിൻ ആ ആൾക്കൂട്ടത്തിനിടയിൽ കൂടി മുന്നോട്ട് നടക്കുമ്പോൾ പെട്ടെന്ന് ഡസ്റ്റിനെ ഒരാള് പിടിച്ചു നിർത്തി. അവിടെ നിന്നേ. ഡസ്റ്റിൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഡസ്റ്റിന് പരിചയമുള്ള ആളുകളാണ് ഡസ്റ്റിനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. നടാഷയുടെ സ്കൂൾമേറ്റ്സ് ആണ് കക്ഷികൾ. സോയും ഗോർഡനും സേക്കും ഒക്കെ ഉണ്ട്. ആ കൂട്ടത്തിൽ ഡസ്റ്റിൻ ലൂയിസ് ലാങ്ഫോർഡിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തിയ അഡ്രിയാനയും ഉണ്ട്. അഡ്രിയാനയ്ക്ക് ഡസ്റ്റിനെ കണ്ടപ്പോൾ ശരിക്കും സന്തോഷം. പക്ഷേ അഡ്രിയാന ഒഴികെയുള്ള ബാക്കി കക്ഷികളൊക്കെ ഡസ്റ്റിനെ
പതുക്കെ ഒന്ന് കളിയാക്കാൻ വേണ്ടിയാണ് ബോധപൂർവ്വം ഡസ്റ്റിനോട് പിടിച്ചു നിർത്തിയത്. സോയ ഡസ്റ്റിനോട് ചോദിച്ചു, ഡസ്റ്റിൻ, നീ എന്താ ഇവിടെ? നിങ്ങൾ എന്തിനാ വന്നത്? ആ ആവശ്യത്തിനാണ് ഞാനും വന്നത്, ഹെക്ടറുടെ ബർത്ത്ഡേ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ. ഓ, നിനക്കും ഹെക്ടറുടെ ബർത്ത്ഡേ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ ഇൻവിറ്റേഷൻ കിട്ടിയോ? ഓ, നടാക്ഷയുടെ വാരി പിടിച്ചടക്കുമ്പോൾ കിട്ടുന്നതായിരിക്കും. നടാക്ഷ ഹാർമന്റെ ഒരു സഹായിയായി നടാക്ഷയ്ക്കൊപ്പം നടക്കുന്നത് കൊണ്ട് നടാക്ഷ അവളുടെ അച്ഛന്റെ ജന്മദിന ആഘോഷങ്ങളുടെ പേരിൽ ഡസ്റ്റിനെ അങ്ങോട്ട് വിളിച്ചതാണ്. ആ ശൈലിയിലാണ് സോയുടെ ഇന്റർപ്രിട്ടേഷൻ. സോയ അങ്ങനെ പറഞ്ഞപ്പോ ഗോർഡനും സെക്കും ഒക്കെ ചിരിക്കുകയാണ്. ഏയ്, അതല്ലാതെ ഇവനാരാ ഇൻവൈറ്റ് ചെയ്യുന്നത്? ഇന്ന് അവിടെ സന്നിഹിതരാകുന്ന ആളുകൾക്കൊക്കെ സമൂഹത്തിൽ അസ്തിത്വം ഉള്ളതാണ്. ഇപ്പൊ സേക്ക് ആണെങ്കിലും ഗോർഡൻ ആണെങ്കിലും അഡ്രിയാന ആണെങ്കിലും സോയി ആണെങ്കിലും അറിയപ്പെടുന്ന വ്യക്തികളാണ്, അറിയപ്പെടുന്ന കുടുംബങ്ങളിലെ ആളുകളുമാണ്. ആ കാരണത്താലാണ് അവരെ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. അവരാരും ആരുടെയെങ്കിലും ബന്ധങ്ങളുടെ പേരിൽ വന്നവരല്ല എന്നാണ് അവരാ പറയുന്നതിന്റെ അർത്ഥം. ഡസ്റ്റിന് അവരുടെ സംഭാഷണം ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഡസ്റ്റിൻ അവരോട് പറഞ്ഞു, നോക്ക്, എനിക്ക് നിങ്ങളുമായിട്ട് തർക്കിക്കാനൊന്നും താല്പര്യമില്ല. അങ്ങനെ പറഞ്ഞിട്ട് ഡസ്റ്റിൻ മുന്നോട്ട് നടന്നു. ഡസ്റ്റിൻ ഒരു ടേബിളിന് അടുത്ത് പോയി ഇരിക്കുകയാണ്. ഡസ്റ്റിനെ കളിയാക്കാനായി മനഃപൂർവ്വം ഡസ്റ്റിനെ തടഞ്ഞു നിർത്തിയ സോയയ്ക്കും ഗോർഡനും ഒന്നും അതങ്ങോട്ട് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അവര് ഡസ്റ്റിന് അടുത്തേക്ക് വന്നു. ഡസ്റ്റിൻ, നിങ്ങളെ അധികം അങ്ങോട്ട് ജാടയൊന്നും കാണിക്കണ്ട. അന്നേ ഈ ഗോർഡൻ വിചാരിച്ചില്ലായിരുന്നെങ്കിൽ ലൂയിസ് ലാങ്ഫോർഡിന്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ലായിരുന്നു. സോയ അത് പറഞ്ഞപ്പോ ഡസ്റ്റിൻ ലേശ അമ്പരപ്പോട് കൂടി സോയെ തന്നെ നോക്കുകയാണ്. അല്ല, ഇയാളെന്താ പറഞ്ഞ മനസ്സിലായില്ലേ? നിങ്ങളെ അന്ന് ആ ലൂയിസ് ലാങ്ഫോർഡിന്റെ മാനേജറെ തല്ലിയില്ലേ? അതിന് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ശിക്ഷ കിട്ടേണ്ടതല്ലേ? ആ ശിക്ഷ എന്തുകൊണ്ട് കിട്ടിയില്ലെന്ന് അറിയാവോ? അത് ഈ ഗോർഡൻ ഇടപെട്ടുകൊണ്ടാണ്. അതിന്റെ കാരണക്കാരൻ ഈ ഗോർഡനാണ്. ഗോർഡൻ അവന്റെ ബന്ധം ഉപയോഗിച്ച് ലൂയിസ് ലാങ്ഫോർഡിനെ തടഞ്ഞില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഇന്നിവിടെ കാണില്ലായിരുന്നു, അവർ കൊന്നുകളഞ്ഞനെ. സോയയുടെ ആ വാചകങ്ങൾ ഡസ്റ്റിന് ശരിക്കും അതിശയം ഉണ്ടാക്കുകയാണ്. ഡസ്റ്റിൻ എണീറ്റ് ഡസ്റ്റിൻ ചിരിച്ചുകൊണ്ട് സോയോട് പറഞ്ഞു, ആര് ഇവനോ? ഇവൻ ആ ശക്തി ഉണ്ടായിരുന്നെങ്കിൽ ആ മാനേജറുടെ കയ്യിൽ നിന്ന് ഇവൻ അടി വാങ്ങിച്ച് പിടിക്കില്ലായിരുന്നല്ലോ. ഗോർഡനെ അന്ന് ആ മാനേജർ പട്ടിയെ തല്ലുമ്പോൾ തല്ലുന്നത് സോയും കണ്ടതാണ്. അത് പിന്നെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നുകൊണ്ട് ഗോർഡൻ ഒന്നും ചെയ്യാൻ പറ്റാതായതാണ്. ഏയ് നോക്ക്, സ്വന്തം തടി രക്ഷിക്കാൻ പറ്റാത്ത ഒരുത്തൻ എന്നെ സഹായിച്ചെന്നൊക്കെ പറഞ്ഞാൽ എനിക്കതങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റില്ല. നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കി. ഡസ്റ്റിന്റെ ആ ധിക്കാരപരമായ മറുപടി ഗോർഡനെയും സേക്കിനെയും സോയെയും ഒന്ന് ഇറിറ്റേറ്റ് ചെയ്യുകയാണ്. എന്നാൽ അതേ സമയത്ത് അഡ്രിയാന ഒരു അക്ഷരം പോലും ഇടുന്നില്ല. അഡ്രിയാനയ്ക്ക് പക്ഷേ ഡസ്റ്റിൻ ഒരു അതിശയമായിട്ടാണ് അനുഭവപ്പെടുന്നത്. നടാഷ അവൾക്കൊപ്പം നടക്കാനായി ഒരാളെ അനുവദിക്കുകയാണെങ്കിൽ അതിനെന്തെങ്കിലും കാരണം കാണും. വെറുതെ ഒരാളെ നടാഷ അവളുടെ ബോയ് ഫ്രണ്ടായി കൊണ്ടു നടക്കില്ല. അതുകൊണ്ട് തന്നെ ഡസ്റ്റിന് അവരാരും അറിയാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ടാവും, എന്തൊക്കെയോ കഴിവുകൾ ഉണ്ടാവും, ബന്ധങ്ങൾ ഉണ്ടാവും. ആ ബന്ധങ്ങൾ എന്താണെന്നാണ് അഡ്രിയാന ആലോചിക്കുന്നത്. ഡസ്റ്റിൻ കൗതുകം ഉണർത്തുന്ന ഒരു കഥാപാത്രമാണല്ലോ എന്ന് അഡ്രിയാന ആലോചിച്ചിരിക്കുമ്പോൾ പല പ്രമുഖരും അകത്തേക്ക് കടക്കുകയാണ്. മെൽസ്ബർഗിലെ വൻ തോക്കുകൾ പലരെയും ഹെക്ടറെ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് അവരൊക്കെ ഒന്നൊന്നായി കടന്നു വരികയാണ്. ആ ഹാളിന്റെ ഏറ്റവും മുൻഭാഗത്ത് ഹെക്ടറും കുടുംബത്തിനും ഇരിക്കാനുള്ള ടേബിളുകളാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു 10 ടേബിൾ അങ്ങനെ റിസർവ് ചെയ്തിട്ടിരിക്കുകയാണ്. അതിഥികൾ ആ ടേബിളുകളുടെ പുറകോട്ടുള്ള ടേബിളുകളുടെ സമീപത്തായി ഇരിക്കുന്നത്. ഡസ്റ്റിൻ ആ ഹാളിന്റെ പകുതി ഭാഗം കഴിഞ്ഞിട്ട് പുറകോട്ടുള്ള ഭാഗത്തായിരിക്കുന്നത്. ആ ഹാളിന്റെ ഏതാണ്ട് നടുക്കായിട്ടാണ് ഒരു വലിയ എൻട്രൻസ് ഉള്ളത്. അതുവഴി കടന്നു വരുന്ന ആളുകളെ കാണാൻ വേണ്ടിയാണ് സെക്കും ഗോർഡനും ഒക്കെ ആ ഭാഗത്ത് തമ്പടിച്ചിരിക്കുന്നത്. അകത്തേക്ക് വരുന്ന ആളുകളിൽ പലരെയും ഗോർഡന് പരിചയമുണ്ട്. അകത്തേക്ക് വരുന്നവർ ആദ്യം സത്യത്തിൽ കാണുന്നത് ഗോർഡനെ തന്നെയാണ്. അകത്തേക്ക് വരുന്ന അതിഥികളെ കാണുന്നതും ഗോർഡൻ അങ്ങോട്ട് ചെല്ലും. ഗോർഡൻ അവരടുത്തേക്ക് ചെന്ന് പരിചയം പുതുക്കുകയാണ്. ഗോർഡനോട് വളരെ സൗഹാർദ്ദപൂർവ്വം കടന്നു വരുന്ന പ്രമുഖരൊക്കെ സംസാരിക്കുന്നത് സേക്കും സോയൊക്കെ കാണുന്നുണ്ട്. ഹാളിലേക്ക് വരുന്ന പ്രമുഖരെ കണ്ട് സംസാരിച്ചിട്ട് ഗോർഡൻ വീണ്ടും വീണ്ടും അവരുടെ അടുത്തേക്ക് മടങ്ങി വരുമ്പോ സോയും സേക്കും ഗോർഡനെ അടിച്ചു പൂഴ്ത്തുകയാണ്. ഗോർഡൻ, ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നത്? എങ്ങനെ ഇവരുമായിട്ട് ബന്ധം ഉണ്ടാക്കുന്നത്? അത്ഭുതം തന്നെ. ഇത്രയും വലിയ ആളുകളേക്ക് ഗോർഡൻ എങ്ങനെ പരിചയപ്പെട്ട? സോയ അങ്ങനെ പറയുമ്പോ ഗോർഡൻ ശരിക്കും സന്തോഷം വരികയാണ്. ഇതൊക്കെ എന്ത് എന്ന ശൈലിയിലാണ് ഗോർഡന്റെ ഓരോ പെരുമാറ്റവും. പ്രമുഖരായ പലരും അകത്തേക്ക് വരുന്നു, ഗോർഡൻ ചെല്ലുന്നു, പരിചയപ്പെടുന്നു. അതിനുശേഷമാണ് അവർ മിക്കവാറും ഹെക്ടറും ടീമും ഇരിക്കുന്ന ഭാഗത്തേക്ക് നടക്കുന്നത്. ഈ രംഗം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ അകത്തേക്ക് വരുന്നത്. ആ ചെറുപ്പക്കാരൻ പട്ടാള യൂണിഫോമിലാണ്. അയാളെ കണ്ടതും ഗോർഡൻ സെക്കിനോട് പറഞ്ഞു, അതാരെന്നറിയാവോ? അതാണ് ഡെയ്ലൻ ഹാർമൺ, ഇവിടുത്തെ ജേക്കബ് ഹാർമന്റെ മകനാണ്. അയാളൊരു ഹൈഗ്രേഡ് കമാൻഡറാണ്, കേണലാണ്. പട്ടാളത്തിൽ കേണലായിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് കടന്നു വരുന്ന വ്യക്തി എന്ന് കേട്ടപ്പോ സോയയുടെ കണ്ണ് ഒന്ന് തെളിഞ്ഞു വരികയാണ്. ശരിക്കും സുമുഖനാണ് ഡെയ്ലൻ ഹാർമൺ അകത്തേക്ക് വരുമ്പോ കൂടെ ഒരു സുന്ദരി കൂടി ഉണ്ട്. ആ സുന്ദരി കണ്ടപ്പോ സോയയുടെ മുഖം ഒന്ന് വാങ്ങി. അത് ശ്രദ്ധിച്ച് ഗോർഡൻ സോയോട് പറഞ്ഞു, സോയ പേടിക്കണ്ട, അത് കെയ്റ്റ് ആണ്, കെയ്റ്റ് ഹാർമൺ, ട്രെന്റ് ഹാർമന്റെ മകളാണ്. സുന്ദരിയായ കെയ്റ്റ് ഹാർമണും ഡെയ്ലൻ ഹാർമണും കൂടി അകത്തേക്ക് കടന്നപ്പോ
അവർ ആ ഹാൾ മുഴുവൻ ഇങ്ങനെ ഒന്ന് നോക്കുകയാണ്. വന്നിരിക്കുന്ന അതിഥികളെ കണ്ടപ്പോ കെയ്റ്റിനും ഡെയിലിനും ഒരുപാട് സന്തോഷം തോന്നുകയാണ്. അവർ രണ്ടുപേരുടെയും അങ്കിളാണല്ലോ ഹെക്ടർ. ഹെക്ടറിന്റെ ആ ബർത്ത്ഡേ ഫംഗ്ഷന് പരമാവധി ആളുകൾ വരണമെന്നുള്ളത് അവരുടെ ഒരു അജണ്ടയാണ്. നിറയെ ആളുകളെ കണ്ടപ്പോ ചിരിച്ചുകൊണ്ട് ഡെയിലൻ കെയ്റ്റിനോട് പറഞ്ഞു, കെയ്റ്റ്, നമ്മൾ ഉദ്ദേശിച്ച പോലെ എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ. ഡെയിലൻ അത് പറഞ്ഞപ്പോ കെയ്റ്റിന്റെ കണ്ണുകൾ കുറച്ച് പുറകിലായി ഒരു ടേബിളിന് അടുത്തിരിക്കുന്ന ഡസൻ റൈസിൽ പതിഞ്ഞു. ഡസൻ റൈസിനെ കണ്ടതും കെയ്റ്റ് ഡെയിലിനോട് പറഞ്ഞു, ഡെയിൽ, ആ പുറകു വശത്ത് ആ വെളുത്ത ഷർട്ട് ഇട്ടിരിക്കുന്ന ആളെ കണ്ടോ? കെയ്റ്റ് പറഞ്ഞ സ്ഥലത്തേക്ക് നോക്കിയ ഡെയിലൻ ആ കാഴ്ച കണ്ടു. ഒരു ചെറുപ്പക്കാരൻ ഒരു ടേബിളിന് അടുത്തിരിപ്പുണ്ട്. വെളുത്ത ഷർട്ടാണ് അയാൾ ധരിച്ചിരിക്കുന്നത്. ആരാ കെയ്റ്റ് അത്? ഡെയിലൻ, അതാണ് ഡസൻ റൈസ്. അവനാണ് കെയ്റ്റിനെ കൊന്നത്. ഇവനാണോ അവൻ? ഇവനാണോ നടാഷ കൂടെ കൊണ്ട് നടക്കുന്നത്? അതെ അതെ, നടാഷയെ കമ്പനി അടിച്ചവൻ നടക്കുന്നത്. ഇവനാണ് സകല പ്രശ്നത്തിന്റെ കാരണക്കാരൻ. ഓഹോ, ഇവനാണ് ആ ജയിലെ കൊന്നതും അല്ലേ? അതെ അതെ, ഇവനാണ്. ഡെയിലൻ, അവൻ എന്തെങ്കിലും ഒരു പണി കൊടുക്കാൻ പറ്റുമോ? കെയ്റ്റ്, അതൊന്നും വലിയ വിഷയമല്ല, അതൊക്കെ ഞാൻ ഇപ്പൊ ശരിയാക്കാം. വാ, നമുക്ക് അവന്റെ അടുത്തേക്ക് നടക്കാം. ഡസന് ഡയലൻ എന്ത് പണിയാണ് കൊടുക്കാൻ പോകുന്നെന്ന് ആലോചിച്ച് കെയ്റ്റ് കൂടെ നടക്കുമ്പോ ഗോർഡനും സെക്കും സോയൊക്കെ അത്ഭുതത്തോടെയാണ് ആ കാഴ്ച കാണുന്നത്. സാക്ഷാൽ ഡെയിലൻ ഹാർമൺ അവർക്ക് നേരെ നടന്നു വരുന്നത്. ഗോർഡൻ, നിനക്ക് ഡെയിലിനെ പരിചയമുണ്ടോ? സെക്കിന്റെ ചോദ്യം കേട്ടപ്പോ ഗോർഡൻ മറുപടി പറയാൻ ഒരു നിമിഷം ഒന്ന് മടിച്ചു. സത്യത്തെ അയാൾക്ക് ഈ ഡെയിലിനെ പരിചയമൊന്നുമില്ല. പക്ഷെ ഡെയിലൻ അയാൾക്ക് നേരെ നടന്നു വരുന്നത്. ചിരിച്ചുകൊണ്ട് ഗോർഡൻ ഉടനെ ഡെയിലിന് നേരെ നടന്നു. ഹലോ മിസ്റ്റർ ഡെയിലൻ. അങ്ങനെ ഗോർഡൻ ഡെയിലിനോട് ചോദിച്ചെങ്കിലും ഡെയിലൻ ഗോർഡനെ നോക്കാതെ മുന്നോട്ട് നടക്കുകയാണ്. ഡെയിലിനെ നോക്കാതെ മുന്നോട്ട് നടക്കുന്ന ഗോർഡന്റെ കയ്യിൽ ഇപ്പോ ഒരു വൈൻ ഗ്ലാസ് ഉണ്ട്. യഥാർത്ഥത്തിൽ ആ ഹാളിലേക്ക് കയറി ഡസന് അടുത്തേക്ക് നടന്നു തുടങ്ങുന്നതിനിടയിൽ ഡെയിലൻ ഒരു വൈൻ ഗ്ലാസ് വെയിറ്ററുടെ കയ്യിലുള്ള പ്ലേറ്റിൽ നിന്ന് എടുത്തിരുന്നു. ആ വൈൻ ഗ്ലാസ് കയ്യിലെടുത്ത ഡെയിലൻ അവന്റെ കോട്ടിന്റെ പോക്കറ്റിലേക്ക് കൈയിട്ട് അവന്റെ പേഴ്സ് എടുത്ത് ആ പേഴ്സിനകത്ത് നിന്ന് ഒരു ചെറിയ ടാബ്ലറ്റ് എടുത്തു. ആ ടാബ്ലറ്റിന്റെ പകുതി അയാൾ മുറിച്ച് ഈ വൈൻ ഗ്ലാസിനകത്തേക്ക് ഇട്ടു. കെയ്റ്റ് അത് കൃത്യമായി കണ്ടു. കെയ്റ്റ് ഡെയിലിനോട് ചോദിക്കുകയും ചെയ്തു, ഡെയിലൻ, എന്താ ഇത്? ഇത് ഞങ്ങള് പട്ടാളക്കാര് അത്യാവശ്യ സമയത്ത് എതിരാളിയെ വീഴ്ത്താൻ ഉപയോഗിക്കുന്ന ഒരു പരിപാടിയാണ്. എന്താ പരിപാടി? ഇതേ സത്യം പറഞ്ഞ ലേശം കുഴപ്പം പിടിച്ച സാധനമാണ്. ഈ വൈൻ കുടിച്ചാൽ ഡസ്റ്റിന് പിന്നെ ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങാനുള്ള സമയം കിട്ടില്ല. ഡെയിലൻ അത് പറഞ്ഞതും കെയ്റ്റ് അറിയാതെ ചിരിച്ചു പോവുകയാണ്. ഡസൻ റൈസിനെ അന്നത്തെ ആ മീറ്റിംഗിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കാൻ ഈ ഒരു ഗ്ലാസ് വൈനിന് പറ്റും. ആ ഒരു ചിന്തയാണ് അപ്പോ കെയ്റ്റിന്റെ മനസ്സിലേക്ക് വന്നത്. ആ വൈനുമായിട്ടാണ് ഗോർഡൻ നിൽക്കുന്ന ഭാഗത്തേക്ക് യഥാർത്ഥത്തിൽ ഡെയിലിനും കെയ്റ്റും കൂടി വന്നത്. ഗോർഡൻ ഡെയിലിനെ അഭിസംബോധന ചെയ്തെങ്കിലും ഡെയിലൻ ഗോർഡനെ കണ്ടതുപോലുമില്ല. ഗോർഡനെ തികച്ചും അവഗണിച്ചുകൊണ്ട് ഡെയിലൻ നടന്ന് ഡസൻ റൈസിന് അടുത്തേക്ക് ചെന്നു. പട്ടാള യൂണിഫോമിലാണ് ഡെയിലൻ. അതുകൊണ്ട് തന്നെ ഡെയിലൻ നടന്നു പോകുന്നത് അനവധി ആളുകൾ കാണുന്നുണ്ട്. പലരും കൗതുകത്തോടുകൂടി അവരുടെ തല ആ പട്ടാള യൂണിഫോം ധരിച്ച ചെറുപ്പക്കാരൻ നേരെ തിരിച്ചിരിക്കുകയാണ്. സുന്ദരനായ ആ കേണൽ നടന്ന് ഒരു ടേബിളിന് അടുത്തെത്തി. ടേബിളിന് അടുത്തെത്തിയതും ഡെയിലൻ ഡസ്റ്റിനോട് പറഞ്ഞു, ഹലോ മിസ്റ്റർ ഡസ്റ്റിൻ, ദാ ഈ വൈനൊന്ന് കുടിച്ചേ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഡെയിലൻ അവൻ കൊണ്ടുവന്ന വൈൻ ഗ്ലാസ് ഡസ്റ്റിന് നേരെ നീട്ടി. ആ വൈൻ ഗ്ലാസ്സിലേക്ക് ഒന്ന് നോക്കിയ ഡസ്റ്റിൻ ഡെയിലിനോട് പറഞ്ഞു, ഹലോ, എനിക്ക് വേണ്ട. എന്താ പറഞ്ഞേ? എനിക്ക് ഈ വൈൻ വേണ്ടെന്ന്. പിന്നെ ഇവിടെ നിന്ന് ശല്യം ചെയ്ത് സ്ഥലം കലിയാക്ക്. ഡസൻ റൈസിന്റെ ആ വാക്കുകൾ ലേശം ഉറക്കെയാണ്. അതുകൊണ്ട് തന്നെ ചുറ്റുമിരിക്കുന്ന ടേബിളുകളിലെ ആളുകൾക്കൊക്കെ അത് കേൾക്കാം. സാക്കും ഗോർഡനും അഡ്രിയാനയും സോയും അവരുടെ മറ്റു കൂട്ടുകാരും ഒക്കെ ഇത് കേട്ടു. യൂണിഫോമിലുള്ള കേണലിനെ ശരിക്കും അപമാനിക്കുന്ന ശൈലിയിലാണ് ഡസൻ റൈസ് സംസാരിച്ചിരിക്കുന്നത്. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയ ഗോർഡനും സെക്കുക്കെ അമ്പരപ്പോടെ ഡസ്റ്റിനെ നോക്കുമ്പോൾ കെയ്റ്റ് ചൂടായിട്ട് ഡസ്റ്റിനോട് സംസാരിക്കുകയാണ്. മിസ്റ്റർ ഡസ്റ്റിൻ, നിങ്ങൾ എന്തായി പറഞ്ഞത്? എന്താ ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ? ഞാൻ ഒരിക്കൽ കൂടി പറയണോ? വീണ്ടും പറയാം. ഗെറ്റ് ലോസ്റ്റ്, ഗെറ്റ് ലോസ്റ്റ് എന്ന് ഡസ്റ്റിൻ പറഞ്ഞതും ഡെയിലൻ വല്ലാത്തൊരു അമ്പരപ്പോടുകൂടി ഡസ്റ്റിൻ തന്നെ നോക്കുകയാണ്. മിസ്റ്റർ ഡസൻ റൈസ്, നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ മിസ്റ്റർ? നിങ്ങളോട് ഇവിടുന്ന് സ്ഥലം വിടാനാണ് ഞാൻ പറഞ്ഞത്. ഡസൻ റൈസ് വീണ്ടും ആ വാക്കുകൾ പറഞ്ഞപ്പോ ശരിക്കും ഒരു അസ്വസ്ഥത ഡയലിനും കെയ്റ്റിനും ഉണ്ടാവുകയാണ്. അവരുടെ വീട്, അവരുടെ ഹാള്, അവരുടെ ഫംഗ്ഷൻ, ആ സ്ഥലത്ത് വെച്ച് ആ സന്ദർഭത്തിൽ അവരോട് അവിടെയുള്ള ഒരാള് ഇങ്ങനെ സംസാരിക്കുക എന്നുള്ളത് തികച്ചും അസംഭവ്യമാണ്. പക്ഷെ അതിവിടെ സംഭവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ആൾക്കൂട്ടത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനായി എന്തെങ്കിലുമൊക്കെ കാണിക്കേണ്ടി വരും. കെയ്റ്റ് ദേഷ്യപ്പെട്ട് ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, ഒരു ഗ്ലാസ് വൈൻ തന്നപ്പോ നിരസിച്ചിട്ട് അതും പറയുന്നു. ഡെയിലനും ആ ചോദ്യം ചോദിച്ചതും ഡസ്റ്റിൻ വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ വീണ്ടും പറയുകയാണ്, എനിക്ക് ഈ വൈൻ വേണ്ട, നിങ്ങൾ സ്ഥലം കാലിയാക്ക്. ഈ സമയത്ത് അങ്ങോട്ട് കടന്നു വന്ന നടാഷ ഈ രംഗം കണ്ടു. നടാഷ പെട്ടെന്ന് അവിടെ അടുത്തേക്ക് വന്നു. എന്താ സംഭവം? നടാഷ, ഈ
ഡൈലൻ കൊടുത്ത വൈൻ കുടിക്കുന്നില്ല. അതിന് ഡസ്റ്റിന് വേണ്ടാത്തതുകൊണ്ടായിരിക്കും കുടിക്കാത്തത്. ഏയ് നടാഷ, അങ്ങനെയാണ് പറയേണ്ടത്. നമ്മൾ സ്നേഹപൂർവ്വം ഒരാൾക്ക് ഒരു വൈൻ കൊടുക്കുമ്പോൾ അത് കുടിച്ചൂടെ? ഡൈലൻ അങ്ങനെ ചോദിച്ചതും നടാഷ ഡസ്റ്റിനോട് ചോദിച്ചു, ഡസൻ എന്താ സംഭവം, എന്താ വൈൻ കുടിക്കാത്ത? നടാഷ, ഈ വൈൻ സ്പൈക്ഡ് ആണ്. ഡസൻ, സ്പൈക്ഡ് എന്ന് ഉദ്ദേശിച്ചത് ഈ വൈനിൽ വിഷം ചേർത്തു എന്നാണോ? നടാഷ, കൃത്യമായിട്ട് എന്താണ് ചേർത്തിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. വിഷമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പദാർത്ഥമാണെന്ന് പറയാൻ കഴിയില്ല. പക്ഷെ ഈ വൈനിൽ എന്തോ കലർത്തിയിരിക്കുകയാണ്. ഡസൻ റൈസിന്റെ ആ വാക്കുകൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു വല്ലാത്ത ഓളം ഉണ്ടാക്കുകയാണ്. ആതിഥേയരുടെ ഭാഗത്ത് നിൽക്കുന്ന ആളാണ് ഡെയ്ലൻ ഹാർമൺ. ആ ഡെയ്ലൻ അവിടെ എത്തിയ ഒരാൾക്ക് ഓഫർ ചെയ്ത വൈനിൽ എന്തെങ്കിലും കലർത്തുക എന്ന് പറഞ്ഞാൽ അതങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കുന്നത് ശരിയല്ലല്ലോ, അല്ലെങ്കിൽ അത് ശരിയായ പരിപാടിയുമല്ല. ഏയ് ഡസൻ, നിങ്ങൾ എന്തായി പറയുന്നത്? കേറ്റ് ദേഷ്യപ്പെടുകയാണ്. ഡെയ്ലൻ അതുപോലെ തന്നെ, ഏയ് നടാഷ, ഈ ഡസൻ വെറുതെ പറയുന്നതാണ്. ഹലോ മിസ്റ്റർ, വെറുതെ പറയുന്നതാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ അത് കുടിച്ചു കാണിച്ചേ. ഡെയ്ലന്റെ കയ്യിലിരിക്കുന്ന ആ ഗ്ലാസ്സിലെ വൈൻ കുടിക്കാൻ ഡെയ്ലനോട് തന്നെ ഡസൻ ആവശ്യപ്പെട്ടപ്പോ ഡെയ്ലിന്റെ മുഖം ഒന്ന് വിളറി. പെട്ടെന്ന് ഡെയ്ലിന്റെ മുഖത്ത് ഒരു ഞെട്ടൽ ഉണ്ടാകുന്നത് നടാഷ ഹാർമൺ കൃത്യമായി നോട്ട് ചെയ്തു. നടാഷ മാത്രമല്ല, ചുറ്റും നിൽക്കുന്ന പലരും ആ കാര്യം നോട്ട് ചെയ്തു. പലരും ഉറക്കെ പറയും ചെയ്തു, ഹലോ മിസ്റ്റർ ഡെയ്ലൻ, നിങ്ങൾ അത് കുടിച്ച് കാണിക്കേ, നിങ്ങളെ കുറിച്ചുള്ള ആരോപണം തെറ്റാണെന്ന് തെളിയട്ടെ. സെക്കും ഗാർഡനും സോയൊക്കെ ആ ആവശ്യം ഉന്നയിച്ചപ്പോ അടുത്തടുത്ത ടേബിളിലുള്ള ആളുകളൊക്കെ ആ ആവശ്യം കുറച്ചുകൂടി ശക്തമാക്കുകയാണ്. ഈ സമയത്താണ് അവിടേക്ക് ട്രെന്റും ഹെക്ടറും ഒക്കെ കടന്നു വരുന്നത്. എന്താ പ്രശ്നം? അങ്ങനെ ചോദിച്ചുകൊണ്ടാണ് ഹെക്ടർ വന്നത്. ഹെക്ടറുമായി നടാഷ പറഞ്ഞു, അച്ഛാ, ഈ ഡെയ്ലൻ വൈനിൽ സ്പൈക്ക് ചെയ്തിട്ട് ഡസ്റ്റിനോട് കുടിക്കാൻ പറഞ്ഞു, അതാണ് വിഷയം. എങ്കിൽ ഇത് വെറുതെ പറയുന്നതാണ്. ഡെയ്ലൻ ഉടൻ തന്നെ മറുപടി പറഞ്ഞു, ഏയ് ഡെയ്ലൻ വെറുതെയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഡെയ്ലൻ അത് കുടിക്കേ. നടാഷ അങ്ങനെ പറഞ്ഞതും കേറ്റ് നടാഷയോട് തട്ടിക്കറിയാണ്. ഏയ് നടാഷ, നീ വെറുതെ ഡസ്റ്റിനെ ഡിഫെൻഡ് ചെയ്യാൻ നിൽക്കണ്ട. കേറ്റ് അത് പറഞ്ഞതും നടാഷ കേറ്റോട് പറഞ്ഞു, കേറ്റ്, നിനക്ക് എത്ര ഉറപ്പുണ്ടെങ്കിൽ നീ ആ വൈൻ വാങ്ങിച്ച് കുടിക്കേ. ഡെയ്ലനോ കേറ്റോ ആ വൈൻ കുടിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. കേറ്റിനോട് വൈൻ കുടിക്കാൻ പറഞ്ഞപ്പോ കേറ്റ് ഒരു സ്റ്റെപ്പ് പുറകോട്ട് മാറി. ആ സമയത്ത് ട്രെന്റ് ഉറക്കെ പറഞ്ഞു, ഹലോ, ഇതൊന്നും അല്ലല്ലോ പ്രശ്നം, അതിഥികളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ മറ്റു കാര്യങ്ങൾ നോക്കി. ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇനി മുന്നോട്ട് പോയാൽ ഡെയ്ലൻ പിടിക്കപ്പെടാനുള്ള സാധ്യത ഉണ്ടെന്നൊരു തോന്നൽ ട്രെന്റിന് ഉണ്ടായത് കൊണ്ടാണ് ട്രെന്റ് കയറി ഇടപെട്ടത്. ഡെയ്ലൻ എന്തോ ഒരു കാര്യം ചെയ്തിരിക്കുകയാണ്. ഡസ്റ്റിന് അത് പിടികൂടിയിരിക്കുന്നു. അക്കാര്യം ട്രെന്റ് 100% ഉറപ്പാണ്. ഡെയ്ലൻ ഡസ്റ്റിനോട് പറഞ്ഞു, നീ ഇന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ ഡസ്റ്റിനോട് പറഞ്ഞിട്ട് അവൻ കേറ്റുമായി മുന്നോട്ട് നടന്നു. ഹെക്ടർ നടാഷയോട് പറഞ്ഞു, നടാഷ, ചടങ്ങ് തുടങ്ങാറായി, നീയും സ്റ്റേജിലേക്ക് വാ. ഹെക്ടർ അങ്ങനെ പറഞ്ഞിട്ട് മുന്നോട്ട് നടന്നു തുടങ്ങിയപ്പോ നടാഷ ഹെക്ടറോട് പറഞ്ഞു, അച്ഛൻ എന്താ ഇങ്ങനെ പറയുന്നത്? ഡസ്റ്റിനെ ഡെയ്ലൻ ചതിച്ചതല്ലേ? ഏയ് നടാഷ, ഇപ്പൊ നമുക്ക് വിഷയം ഇതല്ല. അവിടെ ഡെയ്ലൻ ഒരു കളി കളിച്ചതാണെന്ന് ഹെക്ടർക്ക് പകൽ പോലും വ്യക്തമാണ്. പക്ഷെ ആ സമയത്ത് ഡെയ്ലനെ തള്ളി പറയുകയല്ല വേണ്ടതെന്നും ഹെക്ടർക്ക് അറിയാം. ഡെയ്ലൻ സാക്ഷാൽ ഗോഡസ് ഓഫ് വാർ സ്കാർലറ്റ് സ്പാനറുടെ സൈന്യത്തിന്റെ ഭാഗമായി വർക്ക് ചെയ്യുന്ന ഹൈ ഗ്രേഡ് കമാൻഡറാണ്, അതായത് കേണലാണ്. ആ കേണൽ ഇന്നത്തെ ആ ചടങ്ങിന് അനിവാര്യമാണ്. അതുകൊണ്ട് ഡെയ്ലനെ പിണക്കാതിരിക്കാൻ വേണ്ടി കൂടിയാണ് ഹെക്ടർ ആ വിഷയത്തിൽ ഒരു ന്യൂട്രൽ സമീപനം എടുത്തത്. നടാഷ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ വാ, നമുക്ക് സ്റ്റേജിന്റെ അടുത്തേക്ക് പോവാം. ഏയ് നടാഷ, ഞാൻ ഇവിടെ ഇരിക്കാം. അവിടെ ഞാൻ വന്നാൽ ഉറപ്പായും ഡെയ്ലനുമായിട്ട് ഒരു ഉടക്കാവും. ഡസ്റ്റിൻ പറയുന്നതിൽ വാസ്തവമുണ്ടെന്ന് നടാഷയ്ക്കും അറിയാം. ഡസ്റ്റിനും ഡെയ്ലനും അടുത്തടുത്തിരുന്നാൽ ഇപ്പൊ ഉണ്ടായ ആ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും സംഭാഷണം ഉണ്ടാവും. അത് ചിലപ്പോ ഒരു പ്രശ്നമായി മാറുകയും ചെയ്യും. അത് മനസ്സിലാക്കി നടാഷ ഡസ്റ്റിനോട് യാത്ര പറഞ്ഞ് സ്റ്റേജിന് നേരെ നടന്നു. ഡസ്റ്റിൻ പഴയതുപോലെ പഴയ സീറ്റ് വന്നിരുന്നു. ആ ബാങ്കറ്റ് ഹാളിന്റെ ഏറ്റവും മുൻഭാഗത്തുള്ള ആ 10 ടേബിളുകൾ ഹാർമൺ കുടുംബത്തിന് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ആ ടേബിളുകൾ കണക്കാക്കിയാണ് ഹെക്ടറും ട്രെന്റും ജേക്കബും നടാഷയും ഉൾപ്പെടെയുള്ള ആ ഹാർമൺ കുടുംബാംഗങ്ങൾ ചെല്ലുന്നത്. അവരൊക്കെ ആ ടേബിളുകളുടെ ചുറ്റുമായി ഇരുന്നു തുടങ്ങി. ഫംഗ്ഷൻ ആരംഭിക്കാൻ പോവുകയാണ്. അതിഥികൾ ആ സമയത്തും വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ഗോർഡൻ ഒരു കാഴ്ച കണ്ടത്. സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ ആ മിഡിലുള്ള ഡോറിലൂടെ അകത്തേക്ക് വരികയാണ്. ഏറ്റവും മുൻവശത്തും ഒരു വാതിലുണ്ട്, പിൻഭാഗത്ത് വാതിലുണ്ട്, നടക്കും ഒരു വാതിലുണ്ട്. നടക്കുള്ള വാതിലിലൂടെയാണ് മിക്കവാറും അതിഥികളൊക്കെ വരുന്നത്. കാർ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് നേരെ കയറി വരുന്ന വാതിലാണ്. അതുമാത്രമല്ല, അതാണ് ഏറ്റവും വലിയ വാതിലും. ആ വാതിലിന് ഇരുവശത്തുമാണ് സ്വീകരിക്കാൻ നിൽക്കുന്ന ആളുകൾ ഭൂരിപക്ഷവും നിൽക്കുന്നത്. അകത്തേക്ക് കടന്നു വരുന്ന ആ ചെറുപ്പക്കാരനെ കണ്ട ഗോർഡൻ അമ്പരപ്പോടെ സേക്കിനോട് പറഞ്ഞു പോവുകയാണ്, അയ്യോ, ആ പാട്രിക് ഹില്ലും വന്നിരിക്കുകയാണല്ലോ. മിൽസ്ബർഗിലെ ട്രമൻഡസ് സ്ത്രീയിൽപ്പെട്ട ഒരു കുടുംബമാണ് ഹിൽ കുടുംബം. ആ ഹിൽ കുടുംബത്തിലെ പാട്രിക് ഹില്ലാണ് അങ്ങോട്ട് വരുന്നത്. ഈ ഹാർമൺ കുടുംബത്തിന് ഇത്രയും വലിയ സ്വാധീനവും. അങ്ങനെ അവർ ചോദിക്കുമ്പോഴേക്കും പാട്രിക് ഹാളിനകത്തേക്ക് കടന്നു കഴിഞ്ഞു. ഹാളിനകത്തേക്ക് കിടന്ന പാട്രിക്കിന്റെ കണ്ണുകൾ ആ ഹാളൊന്ന് വീക്ഷിക്കുകയാണ്. ഹാളിലെ മൊത്തം ആളുകളെ ഒന്ന് നോക്കിയിട്ട് പാട്രിക് ആ നടുക്കുള്ള വഴിയിലൂടെ മുന്നോട്ട് വന്നു.
ആ വഴിയിലാണ് യഥാർത്ഥത്തിൽ ഗോർഡനും സെക്കൊക്കെ നിൽക്കുന്നത്. അവർക്ക് നേരെ പാട്രിക് നടന്നു വരുന്ന കണ്ടതും സെക്ക് ഗോർഡനോട് ചോദിച്ചു, ഗോർഡൻ, നിനക്ക് ഈ പാട്രിക്കിനെ പരിചയമുണ്ടോ? സെക്ക് അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇടയ്ക്ക് ഈ ഗോൾഫ് കളിക്കാൻ പോകുമ്പോ ഞാൻ ഈ പാട്രിക്കുമായിട്ടൊക്കെ ഒന്നിച്ച് കളിക്കാറുണ്ട്, അങ്ങനെയുള്ള പരിചയം, അത്രേ ഉള്ളൂ. അങ്ങനെ ഗോർഡൻ പറയുമ്പോഴേക്കും പാട്രിക് നടന്ന് അവരുടെ അടുത്തെത്തി. പാട്രിക് അവരുടെ അടുത്തെത്തിയതും ഗോർഡൻ ചിരിച്ചുകൊണ്ട് പാട്രിക്കിന്റെ അടുത്തേക്ക് വന്ന് പാട്രിക്കിനോട് പറഞ്ഞു, ഹലോ മിസ്റ്റർ പാട്രിക്. ഗോർഡൻ പാട്രിക്കിനോട് അങ്ങനെ ചോദിച്ചതും പാട്രിക് തിരിച്ച് ഗോർഡനോട് ചോദിക്കുകയാണ്, ആരാ നീ? ഒരു വലിയ ബലൂണ് ഊതി പെരുക്കി വെച്ചിട്ട് അതിലൊരു മുട്ടുപന്നോട് തൊട്ടാൽ പെട്ടെന്ന് തന്നെ കാറ്റ് പോകുമല്ലോ, അതുപോലെ ആ ചോദ്യം ഗോർഡൻ എന്ന ആ വലിയ ഊതി പെരുപ്പിച്ച ബലൂണിലുള്ള ഒരു കുത്താണ്. പാട്രിക്കിന് ഗോർഡനെ പരിചയമില്ല എന്ന് ആ ചോദ്യം വിളിച്ചു പറയുകയാണ്. ഗോർഡൻ എന്തോ മറുപടി പറയാൻ ശ്രമിക്കുമ്പോഴേക്കും പാട്രിക് മുന്നോട്ട് നടന്നു കഴിഞ്ഞു. ആ രംഗം സ്വാഭാവികമായിട്ടും സെക്കിനെയും അതുപോലെ സോയും ബാക്കിയുള്ള കുട്ടികളെയൊക്കെ അസ്വസ്ഥരാക്കിയെങ്കിലും അഡ്രിയയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിയുകയാണ്. ഗോർഡന്റെ തള്ളൊക്കെ കുറെ നേരമായിട്ട് അഡ്രിയനെ ശ്രദ്ധിക്കുന്നതാണ്. അവളൊരു സെലിബ്രിറ്റിയാണ്, സിനിമ താരവുമാണ്. എന്നിട്ടും അവൾ വളരെ ലോ പ്രൊഫൈലിലാണ് ആളുകളോട് ഇടപെടുന്നത്. സ്റ്റോണിയിലെ പല എന്റർടൈൻമെന്റ് ആക്ടിവിറ്റീസിന്റെ ഒരു ഭാഗമാണ് സാക്ഷാൽ അഡ്രിയാന. എന്നിട്ടും അഡ്രിയാന ഒരു തരത്തിലുള്ള ജാടയും കാണിക്കാതെ അവിടെ ഇരിക്കുമ്പോഴാണ് ഗോർഡനും സെക്കും ഒക്കെ അവരുടെ ആ സ്റ്റൈല് അവിടെ കാണിക്കുന്നത്. അവരെ കടന്നുപോയ പാട്രിക് നടന്നെത്തിയത് ഡസ്റ്റിന്റെ അടുത്താണ്. അത് കണ്ട് ഗോർഡനും സെക്കും ഒക്കെ അങ്ങ് ഞെട്ടിത്തെറിച്ച് നിൽക്കുമ്പോൾ ഡസ്റ്റിനോടായി പാട്രിക് പറഞ്ഞു, ക്ഷമിക്കണം മിസ്റ്റർ ഡസ്റ്റിൻ, അന്ന് സത്യത്തിൽ സംഭവിച്ചതിനൊന്നും ഞാൻ ഉത്തരവാദിയല്ല. ഞാനും എന്റെ കുടുംബാംഗങ്ങളും സത്യമായിട്ടും ഡസ്റ്റിനോട് അക്കാര്യത്തിൽ മാപ്പ് ചോദിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഡസ്റ്റിൻ റൈസ് ഹിൽ കുടുംബത്തിന്റെ മുന്നിൽ ഒരു താണ്ഡവം തന്നെ നടത്തിയത്. ആട്ടം ഹിലിന്റെ മകൻ ടോർബിനെ ഡസ്റ്റിൻ അടിച്ചു പരുവപ്പെടുത്തിയതും അവസാനം ടോർബിനും ആട്ടം ഉൾപ്പെടെ സകലരും ഹോസ്പിറ്റലിൽ വന്ന് റോബിൻസനോട് മാപ്പ് പറഞ്ഞതൊക്കെ കഥയുടെ ഭാഗമാണ്. ആ രംഗങ്ങളൊക്കെ പാട്രിക്കിന്റെ മനസ്സിലുണ്ട്. പാട്രിക് ക്ഷമ പറഞ്ഞപ്പോ ഡസ്റ്റിൻ പാട്രിക്കിനോട് പറഞ്ഞു, പാട്രിക്, നിങ്ങൾക്ക് അതിനകത്ത് ഒരു ബന്ധവുമില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പാട്രിക് ഇരിക്കാനായിട്ട് പോയപ്പോഴാണ് കെയ്റ്റ് ഹാർമൺ അവിടേക്ക് ഓടി വന്നത്. സ്റ്റേജിന്റെ ഭാഗത്ത് ഇരിക്കുകയായിരുന്ന കെയ്റ്റ് അകത്തേക്ക് കടന്നു വന്ന പാട്രിക്കിനെ കണ്ടിരുന്നു. ഹിൽ കുടുംബത്തിന്റെ പാട്രിക്കാണ് വന്നതെന്ന് മനസ്സിലാക്കി അവൾ പാട്രിക്കിനെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഓടി വന്നത്. ഹലോ മിസ്റ്റർ പാട്രിക്, പ്ലീസ് കം. വേണ്ട, ഞാൻ ഇവിടെ ഇരുന്നോളാം. അല്ല, സ്റ്റേജിൽ ഇരിക്കാം. വേണ്ടെന്നേ, ഞാൻ ഇവിടെ ഇരിക്കാം. പാട്രിക് അങ്ങനെ വീണ്ടും പറഞ്ഞപ്പോ കെയ്റ്റ് ഒന്ന് ചിരിച്ചിട്ട് ഡസ്റ്റിനെ ഒന്ന് നോക്കിയിട്ട് കടന്നു പോവുകയാണ്. ഡസ്റ്റിൻ റൈസിന്റെ അടുത്തിരിക്കാനാണ് പാട്രിക് എത്തിയിരിക്കുന്നതെന്ന് പകൽ പോലെ വ്യക്തമാണ്. ഡസ്റ്റിന് അടുത്തിരുന്ന പാട്രിക് ഡസ്റ്റിനുമായി അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡസ്റ്റിനോട് പാട്രിക് സംസാരിക്കുന്നത് സ്വാഭാവികമായും 4-5 ടേബിളുകൾക്ക് അപ്പുറം ഇരിക്കുന്ന ഗോർഡനും സെക്കിനും ബാക്കിയുള്ള ആ ടീമുകൾക്കൊക്കെ കാണാം. സോയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ ഡസ്റ്റിൻ എങ്ങനെയാ ഈ ഹിൽ കുടുംബത്തിന്റെ പാട്രിക്കുമായി ഇങ്ങനൊരു ബന്ധം ഉണ്ടാക്കിയത്? വളരെ അടുപ്പത്തിലാണ് പാട്രിക്കും ഡസ്റ്റിനും സംസാരിക്കുന്നത്. മിൽസ്ബർഗിലെ 10 രാജകുമാരന്മാരെ എടുത്താൽ അതിലൊരാള് സാക്ഷാൽ പാട്രിക് ആണെന്ന് നിസ്സംശയം പറയാം. ആ ശൈലിയിലുള്ള ഒരാളുമായിട്ട് ഡസ്റ്റിൻ റൈസിനെ പോലെ ഒരു ഒന്നുമില്ലാത്ത ഒരുത്തൻ എങ്ങനെയാ ബന്ധമുണ്ടാക്കുന്നത്? അവർക്ക് കൊണ്ട് ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. സ്വാഭാവികമായിട്ടും അസൂയ കലർന്ന ശൈലിയിൽ സെക്കും അതുപോലെ ഗോർഡനും ഒക്കെ സംസാരിക്കുകയാണ്. ഗോർഡൻ സോയോട് പറഞ്ഞു, സോയ, ഇതാ നടാഷ വഴിയുള്ള ബന്ധമാണ്. നടാഷയുടെ വാലി തൂങ്ങി നടക്കുമ്പോൾ ഇവർ ഇങ്ങനെയൊക്കെ ചില ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അത് കേട്ടതും അഡ്രിയാന ഗോൾഡനോട് പറഞ്ഞു, അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാതിരിക്കും. നമുക്കറിയില്ലല്ലോ അവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന്. ഡസ്റ്റിൻ റൈസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള അവളുടെ കൂട്ടുകാരുടെ ആ സംഭാഷണം അഡ്രിയാനയ്ക്ക് അങ്ങോട്ട് സൂഹിക്കുന്നില്ല. അതുകൊണ്ടാണ് അഡ്രിയാന കയറി ഇടപെട്ടത്. അഡ്രിയാനയ്ക്ക് മറുപടി കൊടുക്കാനായി ഗോർഡൻ വാ തുറക്കുമ്പോഴേക്കും സ്റ്റേജിൽ ഹെക്ടർ എണീറ്റു. ഹെക്ടർ എണീറ്റതും എല്ലാവരുടെ ശ്രദ്ധ സ്റ്റേജിലേക്കായി. ഹെക്ടർ എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് ആ സദസ്സിനെ അഭിസംബോധന ചെയ്യുകയാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബന്ധുക്കളെ, എന്റെ ഈ ജന്മദിന ആഘോഷ പരിപാടിയിൽ പങ്കുകൊള്ളാനായി ഇവിടെ എത്തിച്ചേർന്ന് നിങ്ങളെ കാണുമ്പോൾ എന്റെ ഹൃദയം നിറയുകയാണ്. നിങ്ങളെപ്പോലുള്ള മഹാന്മാരായ ആളുകളെ എന്റെ ബർത്ത്ഡേക്ക് ഇങ്ങനെ ഒന്നിച്ച് കാണാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നതല്ല. നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് എന്റെ ജന്മദിനം ശരിക്കും മനോഹരമായി മാറിയിരിക്കുകയാണ്. എന്റെ ജന്മദിനത്തിൽ ഇവിടേക്ക് വന്ന് ഞങ്ങളുടെ ഈ സദസ്സിനെ അലങ്കരിക്കുവാൻ നിങ്ങൾ കാണിച്ച ഈ സൗഹാർദ്ദത്തിന് സത്യത്തിൽ എനിക്ക് നന്ദി പറയാൻ വാക്കുകളില്ല. ഹെക്ടർ അതിമനോഹരമായി സംസാരിച്ചു തുടങ്ങിയപ്പോൾ ആളുകളുടെയൊക്കെ ശ്രദ്ധ ഹെക്ടറുടെ സംഭാഷണത്തിലേക്ക് മാറുകയാണ്. സംഭാഷണം അവസാനിപ്പിച്ചുകൊണ്ട് ഹെക്ടർ എല്ലാവരെയും ആ ബാങ്കറ്റ് ഹാളിലെ ചടങ്ങിലേക്ക് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഒരു ഗ്ലാസ് വൈൻ എടുത്ത് ചിയേഴ്സ് പറഞ്ഞു. കേൾക്കേണ്ട താമസം എല്ലാവരും അവരുടെ ടേബിളിൽ ഇരിക്കുന്ന വൈൻ എടുത്തു തുടങ്ങി. ഇതേ സമയത്ത് തന്നെ ആളുകൾ ചിലർ എണീറ്റ് സ്റ്റേജിന് നേരെ നടക്കുകയാണ്.
സമ്മാനങ്ങളുമായി വന്നിരിക്കുന്ന ആളുകൾ ആ സമ്മാനങ്ങൾ ഹെക്ടറിന് കൊടുക്കുന്ന ചടങ്ങാണ്. വളരെ മനോഹരമായ വിലപിടിപ്പുള്ള സമ്മാനങ്ങളുമായിട്ടാണ് പലരും എത്തിയിരിക്കുന്നത്. വില പറയാനാകാത്ത ശൈലിയിലുള്ള മനോഹരങ്ങളായ അമൂല്യങ്ങളായ സൃഷ്ടികളും ആ കൂട്ടത്തിലുണ്ട്. പെയിന്റിങ്ങുകളും മറ്റുമൊക്കെ. സമ്മാനങ്ങൾ കൊണ്ടുവരുന്ന ആളുകളെ ആ സ്റ്റേജിൽ പരിചയപ്പെടുത്തുന്നുമുണ്ട്. സ്റ്റേജിലേക്ക് എത്തുന്ന ഓരോ ആളുകളെയും കേറ്റ് ആൾക്കൂട്ടത്തിന് പരിചയപ്പെടുത്തുകയാണ്. മിൽസ്ബർഗിലെ പ്രമുഖരൊക്കെ എത്തിയിരിക്കുന്നു എന്ന് വ്യക്തം. ആ അനൗൺസ്മെന്റ് കേൾക്കുന്നവർക്ക് ഒരു കാര്യം ബോധ്യമാവുകയാണ്. മിൽസ്ബർഗ് ഏതാണ്ട് പൂർണ്ണമായി അങ്ങോട്ട് വന്നിട്ടുണ്ട്. വളരെ രസകരമായ മനോഹരമായ ആ ചടങ്ങ് അങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു പരിചാരകൻ ഉറക്കെ അനൗൺസ് ചെയ്തു, ഗ്രാൻഡ് കുടുംബം എത്തിയിരിക്കുന്നു. ഗ്രാൻഡ് കുടുംബം എത്തിയിരിക്കുന്നു എന്നുള്ള വാചകം ആ ഹാളിലെ മധ്യഭാഗത്തുള്ള ആ വാതിലിന് അടുത്ത് നിൽക്കുന്ന സെർവന്റ് ആണ് അനൗൺസ് ചെയ്തത്. ഗ്രാൻഡ് കുടുംബം എന്ന വാക്ക് ആ ഹാളിന്റെ മധ്യഭാഗത്ത് നിന്ന് കേട്ടപ്പോൾ സ്റ്റേജിൽ ഉണ്ടായിരുന്ന ഹെക്ടറും നടാഷയും ട്രെന്റും ഉൾപ്പെടെയുള്ള സകലരും ഒന്നു ഞെട്ടി. നടാഷ അവളുടെ അടുത്തിരിക്കുന്ന അച്ഛൻ ഹെക്ടറോടായി പറഞ്ഞു, അച്ഛ അവസാനം അവനെത്തി. അവരെല്ലാവരും ഭയത്തോടുകൂടി മാത്രം ഓർക്കാൻ ആഗ്രഹിക്കുന്ന ആ വ്യക്തി ഇതാ ആ ഹാളിലേക്ക് കടക്കുകയാണ്. ഹാളിലേക്ക് ആ വ്യക്തി കടക്കുമ്പോൾ അത് ഒരു കാഴ്ചയാണ്. സാക്ഷാൽ ടൈലർ ഗ്രാൻഡ് 30 വയസ്സിന് താഴെ മാത്രം പ്രായമുള്ള വ്യക്തിയാണ്. അസാധ്യമായ ഒരു തലയെടുപ്പ് ടൈലർ ഗ്രാൻഡിനുണ്ട്. ടൈലർ തല ഉയർത്തിപ്പിടിച്ച് ആ ഹാളിലേക്ക് കടക്കുമ്പോൾ പതുക്കെ മുഴുവൻ സദസ്സും അങ്ങ് എണീറ്റ് പോവുകയാണ്. വരുന്നത് ജനറൽ ലയൺ ഹാർട്ട് എന്നറിയപ്പെടുന്ന മേജർ ജനറൽ ടൈലർ ഗ്രാൻഡ് ആണ്. ഇതാ ടൈലർ ഗ്രാൻഡ് പോലും ഹെക്ടറുടെ ജന്മദിന ആഘോഷത്തിൽ പങ്കെടുക്കാനായി എത്തിയിരിക്കുകയാണ്. മിൽസ്ബർഗിലെ ഏറ്റവും പ്രമുഖമായ 3 കുടുംബങ്ങളിൽ ഒന്നായ ഗ്രാൻഡ് കുടുംബത്തിന്റെ നട്ടലാണ് ടൈലർ ഗ്രാൻഡ്. ആ ടൈലർ ഗ്രാൻഡാണ് എത്തിയിരിക്കുന്നത്. അവിടെ കൂടിയിരിക്കുന്ന സദസ്സിന് ടൈലർ ഗ്രാൻഡിനെ അറിയാം. ആ ടൈലർ ഗ്രാൻഡിനെ കുറിച്ച് കേട്ടിട്ടുള്ള ആളുകളാണ് അവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും. നേരിട്ട് കഴിഞ്ഞിട്ടില്ലാത്ത ഒത്തിരിയേറെ ആളുകളുണ്ട്. അവരൊക്കെ ആകാംക്ഷയോടുകൂടി അവർ കേൾക്കുക മാത്രം ചെയ്തിട്ടുള്ള കഥകളിലൂടെ മാത്രം അറിയുന്ന ആ വ്യക്തി സൂക്ഷിച്ചു നോക്കുകയാണ്. സുമുഖനായ ടൈലർ ഗ്രാൻഡ് മുന്നോട്ട് നടക്കുമ്പോൾ പുറകെ ഒരു ടീമുണ്ട്. ആ ടീം ഒരു 8 അംഗ ടീമാണ്. ആ 8 അംഗ ടീം ഒരു വലിയ പല്ലക്ക് പോലുള്ള സാധനം ചുമന്നുകൊണ്ടാ വരുന്നത്. പണ്ട് കാലത്തൊക്കെ ആളുകളെ കൊണ്ടുപോകാൻ ഉപയോഗിച്ചിരുന്ന അതേ പല്ലക്ക്, അതുമായിട്ടാണ് ആ 8 അംഗ ടീം ടൈലറുടെ പുറകെ വരുന്നത്. വളരെ മജസ്റ്റിക് എന്ന് വിളിക്കാൻ കഴിയുന്ന സ്റ്റെപ്പുകളിലൂടെ ആ മധ്യഭാഗത്തുള്ള വഴിയിലൂടെ അകത്തേക്ക് കടന്ന ടൈലറും ആ ടീമും നടന്ന് ആ ഹാളിന്റെ നടുക്കെത്തിയിട്ട് സ്റ്റേജിന് നേരെ വീണ്ടും നടക്കുകയാണ്. ടൈലർ ഗ്രാൻഡ് അവരെ കടന്നു പോകുമ്പോഴാണ് എണീറ്റ് നിൽക്കുന്ന ആളുകളൊക്കെ ഇരിക്കുന്നത്. അത്ര ബഹുമാനത്തോടു കൂടിയാണ് ജനറൽ ലയൺ ഹാർട്ട് എന്നറിയപ്പെടുന്ന മേജർ ജനറൽ ടൈലർ ഗ്രാൻഡിനെ ആളുകൾ നോക്കിക്കാണുന്നത്. ആളുകൾ അമ്പരപ്പോടുകൂടി അയാളുടെ പുറകെ നടക്കുന്ന ആ 8 പേരെ നോക്കുകയാണ്. അവർ യഥാർത്ഥത്തിൽ ഒരു പല്ലക്ക് ചുമന്നുകൊണ്ട് വരികയാണ്. ആ പല്ലക്കുമായി നടക്കുന്ന 8 പേരുടെ മുന്നിലായി ടൈലർ ഗ്രാൻഡ് നടന്ന് സ്റ്റേജിനടുത്തെത്തി. സ്റ്റേജിനടുത്ത് ടൈലർ എത്തിയതും ഹെക്ടർ ടൈലറോട് പറഞ്ഞു, ഹലോ മിസ്റ്റർ ടൈലർ, നിങ്ങളും ഈ പാർട്ടിക്ക് വന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ജേക്കബും ട്രെന്റും ഒക്കെ അതേ വാചകം ആവർത്തിച്ചതും ടൈലർ അവരോട് പറഞ്ഞു, മിസ്റ്റർ ഹെക്ടർ, നിങ്ങളുടെ ജന്മദിന ആഘോഷത്തിൽ പങ്കെടുക്കാനല്ല ഞാൻ വന്നത് നടാഷയെ കൊണ്ടുപോകാനാണ്. വളരെ ഉറക്കെ മുഴങ്ങുന്ന ശബ്ദത്തിൽ ടൈലർ ഗ്രാൻഡ് പറഞ്ഞ ആ വാചകം ആ ഹാളിലെ മുഴുവൻ ആളുകളും കേട്ടു. മൈക്കിലൂടെ ഒന്നും അല്ല ടൈലർ പറഞ്ഞതെങ്കിലും സകലർക്കും അക്കാര്യം വ്യക്തമാണ്. ടൈലർ അത്രയും പറഞ്ഞിട്ട് പുറകെ നിൽക്കുന്ന ആളുകൾ നോക്കിയതും അവർ കൊണ്ടുവന്ന പല്ലക്ക് അവർ ആ വഴിയിലങ്ങ് വെച്ചു. മനോഹരമായ ഒരു പല്ലക്കാണ്. ആ പല്ലക്കിലേക്ക് നോക്കി ടൈലർ നടാഷയോട് പറഞ്ഞു, നടാഷ, നിന്നെ കൊണ്ടുപോകാനുള്ള പല്ലക്കാണിത്. ശരിക്കും അപകടകരമായ ശൈലിയിലുള്ള ഒരു സംഭാഷണമാണ് ടൈലർ ഗ്രാൻഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ടൈലർ ഗ്രാൻഡ് ഹാർമൺ കുടുംബത്തിലെ നടാഷയെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറയുന്നത് ആൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇപ്പോ ഈ ബർത്ത്ഡേ ഫംഗ്ഷൻ നടക്കുന്നതിനിടയിൽ ടൈലർ നടാഷയെ കൊണ്ടുപോകാനായി പല്ലക്കുമായി എത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഫീൽ ചെയ്യുകയാണ്. മിൽസ്ബർഗിന്റെ ഹൃദയമാണ് അവിടെ ഇരിക്കുന്ന ആ ആൾക്കൂട്ടം എന്ന് പറയുന്നത്. എല്ലാ പ്രമുഖ കുടുംബങ്ങളെയും പ്രതിനിധീകരിച്ച് അവിടെ ആളുകളുണ്ട്. അവരൊക്കെ അസ്വസ്ഥയോടെ അമ്പരപ്പോടെ ടൈലർ ഗ്രാൻഡിനെ അങ്ങനെ നോക്കുന്നതും ഹെക്ടർ ടൈലറോട് പറഞ്ഞു, ഏയ് മിസ്റ്റർ ടൈലർ, വിവാഹത്തെ കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാവുന്ന കാര്യമാണ്. ഇന്ന് നിങ്ങൾ വന്നത് എന്തായാലും നന്നായി. എന്റെ ബർത്ത്ഡേയിൽ പങ്കെടുക്കാൻ നിങ്ങൾ എത്തിയിൽ സ്വാഗതം. ടൈലർ പറഞ്ഞ കാര്യത്തെ അവഗണിച്ചുകൊണ്ട് ഹെക്ടർ അങ്ങനെ പറഞ്ഞതും ടൈലർ ഹെക്ടറോട് പറഞ്ഞു, മിസ്റ്റർ ഹെക്ടർ, ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, ഞാൻ വന്നത് നിങ്ങളുടെ ഈ ബർത്ത്ഡേ ഫംഗ്ഷന് പങ്കെടുക്കാനല്ല. ഞാൻ വന്നത് നടാഷയെ കൊണ്ടുപോകാനാണ്. ഏയ് ടൈലർ! അങ്ങനെ വിളിച്ചുകൊണ്ട് ജേക്കബ് ചാടി എണീറ്റു. ജേക്കബ് ഒരു മാർഷൽ ആർട്ടിസ്റ്റ് ആണല്ലോ. സ്വാഭാവികമായിട്ടും ജേക്കബ് അങ്ങനെ പ്രതികരിക്കാൻ ബാധ്യസ്ഥനാണ്. ട്രെന്റും ചാടി എണീക്കുകയാണ്. ട്രെന്റ് ടൈലറോട് പറഞ്ഞു, മിസ്റ്റർ ടൈലർ,
നിങ്ങൾ അതിരി കടക്കുകയാണ്. ഇത് ഹാർമൺ കുടുംബമാണ്. ഇവിടെ ഒരു വിവാഹാലോചന നടത്തുന്നത് ഈ ശൈലിയിലല്ല. ട്രെന്റിന്റെയും ജേക്കബിന്റെയും ആ വാചകം അങ്ങനെ അടർന്നു വീണപ്പോ സ്വാഭാവികമായും ആ ഹാളിലുള്ള മുഴുവൻ ആളുകൾക്കും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഫീൽ ചെയ്തു തുടങ്ങി. ഗ്രാൻഡ് കുടുംബവും ഹാർമൺ കുടുംബവും തമ്മിൽ രമ്യത അല്ല എന്ന് വ്യക്തമാക്കുന്ന വാചകങ്ങളാണ് രണ്ട് ഭാഗത്തു നിന്നായിട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത് അറിയാൻ ആളുകൾ പലരും കൗതുകത്തോടെയും അമ്പരപ്പോടെയും അങ്ങനെ നോക്കുമ്പോൾ ടൈലർ ഒന്ന് വിരൽ ഞൊടിച്ചു. ടൈലർ വിരൽ ഞൊടിച്ചതും ആ ഹാളിന്റെ മധ്യഭാഗത്തുകൂടി വീണ്ടും ഒരു എട്ടംഗറ്റിയും അകത്തേക്ക് വന്നു. അവരും ഒരു സാധനം ചുമന്നുകൊണ്ട് വരികയാണ്. അവർ ചുമന്നുകൊണ്ടുവരുന്ന സാധനം ഇപ്പൊ പലർക്കും വിസിബിൾ ആണ്. ആ സാധനവുമായി സ്റ്റേജിന് അടുത്തെത്തിയ ആ ടീം നേരത്തെ പല്ലക്ക് വെച്ചതിന് സമീപത്തായി ആ സാധനം വെച്ചു. കറുത്ത നിറത്തിലുള്ള ഒരു ശവപ്പെട്ടിയാണ് ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നത്. നേരത്തെ കൊണ്ടുവന്ന പല്ലക്കിന്റെ നിറം പൂർണ്ണമായും വെളുപ്പാണ്. ആ നിറവ്യത്യാസം പോലും പ്രകടമാണ്. ശവപ്പെട്ടി അവിടെ വെച്ചതും ടൈലർ ഹെക്ടർ നോക്കി ഹെക്ടറോടായി പറഞ്ഞു, ഹെക്ടർ, ഈ ശവപ്പെട്ടി നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളെ കൊന്ന് ഈ ശവപ്പെട്ടിയിൽ അടയ്ക്കണമോ അതോ നിങ്ങളുടെ മകൾ നടാഷിയെ ഈ പല്ലക്കിൽ കയറ്റി നിങ്ങൾ എന്റെ അടുത്തേക്ക് വിടുന്നു? നിങ്ങൾ തീരുമാനിക്കണം. ഭീഷണി അതിന്റെ പരമോന്നതയിൽ തന്നെയാണ് ടൈലർ ഗ്രാൻഡ് അവതരിപ്പിക്കുന്നത്. ടൈലറുടെ ആ പെരുമാറ്റം എന്റെ സദസ്യരെയും ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. ആ ഞെട്ടിൽ നിന്ന് അവർ വിമുക്തരാകുന്നതിന് മുമ്പ് ട്രെന്റ് ടൈലറോട് ചോദിച്ചു, ഏയ് ടൈലർ, നീ ഒറ്റയ്ക്ക് ഞങ്ങളങ്ങ് നേരിട്ട് കളയാമെന്നാണോ വിചാരിക്കുന്നത്? അങ്ങനെ ട്രെന്റ് ചോദിച്ചതും ടൈലർ ഒന്ന് ചിരിച്ചു. ടൈലർ ആ ചിരി പൂർത്തീകരിക്കും മുമ്പ് ഡെയ്ലൻ ചാടി എണീറ്റു. അച്ഛാ, ഇവരോട് ഞാൻ സംസാരിക്കാം. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഡെയ്ലൻ മുന്നോട്ട് വന്നത്. ഹലോ മിസ്റ്റർ ടൈലർ, നിങ്ങൾ വലിയ ജനറലൊക്കെ ആയിരിക്കും, പക്ഷെ ഇത് ഹാർമൺ കുടുംബമാണ്. ഡെയ്ലൻ പട്ടാള യൂണിഫോമിലാണ്, കേണലാണ്. അവന്റെ യൂണിഫോമിലെ ചിഹ്നങ്ങളിൽ നിന്ന് അവൻ കേണലാണെന്ന് വായിച്ചെടുക്കാൻ ടൈലർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ടൈലർ അവന്റെ ചിഹ്നത്തിലേക്ക് നോക്കിയിട്ട് അവനോട് ചോദിച്ചു, ഡോ, ഇതൊക്കെ സംസാരിക്കാൻ നീ ആരാ? ഞാൻ ഡെയ്ലൻ ഹാർമൺ, എന്റെ കസിനാണ് നടാഷ. നോക്കേ മിസ്റ്റർ ടൈലർ, നിങ്ങൾ ജനറൽ ആയിരിക്കാം, പക്ഷേ ഞാൻ ഒരു ഹൈഗ്രേഡ് കമാൻഡറാണ്. ഹൈഗ്രേഡ് കമാൻഡർ ആണെന്ന് ഡെയ്ലൻ പറഞ്ഞതും ടൈലർ ഒന്ന് ചിരിച്ചു. കമാൻഡറോ? എന്ത് കമാൻഡർ? ഏയ് ടൈലർ, നിങ്ങൾ അങ്ങനെ എന്നെ വില കുറച്ച് കാണുകയൊന്നും വേണ്ട. ഡെയ്ലൻ സംസാരിച്ചു തുടങ്ങിയപ്പോ ട്രെന്റിനും ജേക്കബിനും ശരിക്കും സന്തോഷം വരികയാണ്. ഡെയ്ലൻ ടൈലറോട് പറഞ്ഞു, ഞാനേ ബ്ലാക്ക് പാന്തർ കാവലറിയിലെ കമാൻഡറാണ്, ഹൈഗ്രേഡ് കമാൻഡർ. ബ്ലാക്ക് പാന്തർ കാവലറി ആരുടെ ടീമാണെന്ന് അറിയാമല്ലോ? ഗോഡ്സ് ഓഫ് വാർ സ്കാർലറ്റ് വാരിയർ ആണ് ഞങ്ങളുടെ ഹെഡ്. നിങ്ങൾക്ക് സ്കാർലറ്റ് വാരിയറെ നേരിടാനുള്ള ധൈര്യമുണ്ടോ? സ്കാർലറ്റ് വാരിയർ എന്ന് കേട്ടപ്പോ ശരിക്കും ഒരു അസ്വസ്ഥത ടൈലറുടെ മുഖത്ത് വിരിഞ്ഞു. അതുവരെ ശരിക്കും ഗാംഭീര്യത്തോടെ നിന്നിരുന്ന ടൈലറുടെ മുഖത്ത് ഒരു പരിങ്ങൽ ഉണ്ടാകുന്നത് സ്വാഭാവികമായും ജേക്കബും ട്രെന്റും ചുറ്റുമിരിക്കുന്ന ആളുകളൊക്കെ ശ്രദ്ധിച്ചു. ആ കാഴ്ച ജേക്കബിന് ശരിക്കും സന്തോഷം ഉണ്ടാക്കുകയാണ്. എന്റെ മകൻ ഡെയ്ലൻ, ടൈലറെ ഇതാ തീർത്തിരിക്കുന്നു. അങ്ങനെ ഒരു ഭാവം ഇപ്പോ ജേക്കബിന്റെ മുഖത്തുണ്ട്. ജേക്കബ് അഭിമാനപൂർവ്വം തല ഉയർത്തിപ്പിടിച്ച് ഡെയ്ലനെ നോക്കുമ്പോ ഡെയ്ലൻ ടൈലറോട് ചോദിച്ചു, എന്താ മിസ്റ്റർ ടൈലർ, സ്കാർലറ്റ് സ്പാനർ എന്ന് കേട്ടപ്പോ ഒന്ന് ഞെട്ടിയല്ലേ? നോക്കേ, ഞാൻ ഗോഡ്സ് ഓഫ് വാർ സ്കാർലറ്റ് സ്പാനറുടെ ഏറ്റവും പ്രിയപ്പെട്ട കമാൻഡറാണ്. സ്കാർലറ്റ് സ്പാനർ എല്ലാവർക്കും അറിയാവുന്ന പേരാണ്. ആർമിയിലെ 3ാം റാങ്കുകാരനാണ് ടൈലർ ഗ്രാൻഡ്. സ്കാർലറ്റ് 1ാം റാങ്കുകാരിയുമാണ്. ഫസ്റ്റ് ലെവലിൽ നിൽക്കുന്ന ആളാണ് സ്കാർലറ്റ്. ആ സ്കാർലറ്റുമായിട്ട് ഒരു കാരണവശാലും ഉടക്കാൻ ടൈലർ ഗ്രാൻഡിന് കഴിയില്ല എന്ന് സകലർക്കും അറിയാം. ഹാർമൺ കുടുംബത്തിലെ ഡെയ്ലൻ ഒരു സംഭവം തന്നെ. അങ്ങനെ എല്ലാവരും ചിന്തിക്കുന്ന ആ നിമിഷത്തിൽ ടൈലർ ഡെയ്ലനോട് ചോദിച്ചു, ഓഹോ, നീ ഗോഡ്സ് ഓഫ് വാർ സ്കാർലറ്റ് സ്പാനറുടെ ടീമിലാണല്ലേ? പക്ഷേ നിന്റെ ടീമിൽ 2 ലക്ഷത്തോളം ഭടന്മാരില്ലേ? എന്ന് പറയുമ്പോ മിനിമം 200 കേണൽമാരെങ്കിലും കാണും. അതിൽ ഒരു കേണലല്ലേ നീ? നിന്നെ എങ്ങനെയാ സ്കാർലറ്റ് അറിയുക? പെട്ടെന്നുള്ള ആ ടൈലറുടെ ചോദ്യം ഡയലിന്റെ ഉള്ളിൽ കൊണ്ടു. അവൻ അറിയാം ആ ചോദ്യത്തിന്റെ അർത്ഥം എന്താണ്. അവൻ എല്ലാവരുടെ മുന്നിൽ സ്കാർലറ്റുമായി അടുപ്പമുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ശൈലിയില സംസാരിക്കുന്നത്. പക്ഷെ ടൈലർ അവന്റെ ആ നുണയാണ് പൊളിക്കുന്നത്. അത് മനസ്സിലാക്കിയ അവൻ ഉറക്കെ ടൈലറോട് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട കേണലാണ് ഞാൻ. ഓഹോ, നീ സ്കാർലറ്റിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കേണലാണോ? അങ്ങനെയാണെങ്കിൽ സ്കാർലറ്റിനോട് ഇവിടെ വരാൻ പറ. ഹേയ് മിസ്റ്റർ ടൈലർ, നിങ്ങൾ എന്തായി പറയുന്നത്? അവര് യുദ്ധമുന്നണിയിലാണ്, അവർക്ക് എങ്ങനെയാ ഇവിടെ വരാൻ പറ്റുക? ഓ, അത് ശരിയാണല്ലോ, അവര് യുദ്ധമുന്നണിയിലാണ്, അവർക്ക് വരാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യ്, നീ അവർക്ക് വേണ്ടപ്പെട്ട ആളല്ലേ, അവരെ ഒന്ന് ഫോണിൽ വിളിക്ക്. നീ അവരെ ഫോണിൽ കണക്ട് ചെയ്താൽ ഞാൻ ഇവിടെ നിന്ന് നിശബ്ദനായി പിൻവാങ്ങാം. ടൈലർ അവസാനം ഒരു ഒത്തുതീർപ്പിന് വഴങ്ങുകയാണ്. അത് കേട്ടപ്പോ ഹെക്ടർക്കും ട്രെന്റിനും ഒക്കെ ശരിക്കും സന്തോഷം. നമ്മുടെ ജേക്കബ് ഹാർമന്റെ മുഖം ശരിക്കും അങ്ങ് തിളങ്ങുകയാണ്. അഭിമാനം കൊണ്ട് അയാളുടെ തല ആകാശത്ത് മുട്ടി എന്ന് പറഞ്ഞാൽ അതാണ് ശരി. അയാളുടെ മകൻ ഇതാ
സാക്ഷാൽ ഗ്രാൻഡ് കുടുംബത്തിന്റെ ടൈലർ ഗ്രാൻഡിനെ മലർത്തി അടിച്ചിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ഡെയ്ലൻ ശരിക്കും പെട്ടതുപോലെയായി. ഡെയ്ലനോട് ടൈലർ പറഞ്ഞത് ഒരു സിമ്പിൾ കാര്യമാണ്, സ്കാർലറ്റ് സ്പാനറെ ഫോണിലൊന്ന് വിളിക്കാൻ. ഡെയ്ലൻ ടൈലർ പറഞ്ഞിട്ടും ഫോൺ വിളിക്കാൻ നിൽക്കുന്ന കണ്ടതും ജേക്കബ് ഡെയ്ലനോട് പറഞ്ഞു, ഏയ് ഡെയ്ലൻ, വിളിക്കേ, ഗോഡ്സ് ഓഫ് വാറിനെ വിളിക്കേ, വിളിച്ച് കണക്ട് ചെയ്യ്, അവൻ അറിയട്ടെ നിന്റെ വില എന്താണെന്ന്. തന്റെ മകൻ ഗോഡ്സ് ഓഫ് വാർ സ്കാർലറ്റ് സ്പാനറുമായി അടുപ്പത്തിലാണെന്ന് ആ മിൽസ്ബർഗ് മുഴുവൻ അറിയാനുള്ള ആഗ്രഹം സ്വാഭാവികമായും ജേക്കബിനുണ്ട്. ജേക്കബ് അങ്ങനെ പറഞ്ഞതും ഡെയ്ലൻ ഫോൺ എടുത്ത ഡെയ്ലൻ നോക്കി ടൈലർ പറഞ്ഞു, നോക്ക്, സ്കാർലറ്റിനെ ലൈനിൽ കിട്ടുന്നില്ല, അവർ ബിസിയാണ് എന്നൊന്നും എന്നോട് പറയരുത്, എനിക്ക് അവരെ ലൈനിൽ കിട്ടും. സ്കാർലറ്റിന്റെ നമ്പർ പോലും അറിഞ്ഞുകൂടാത്ത നമ്മുടെ ഡെയ്ലൻ ഹാർമൺ ശരിക്കും പെട്ടതുപോലെയായി. അവന്റെ കയ്യിൽ ഫോണുണ്ട്, പക്ഷെ ഫോണിൽ അവർ ഏത് നമ്പർ വിളിക്കും? അവൻ അമ്പരപ്പോടെ ആ ഫോണിലേക്കും മാറി മാറി നോക്കുന്നത് കണ്ടതും ടൈലർ അവനോട് പറഞ്ഞു, ഇടാ, നിന്റെ ഈ പരിപാടിയൊന്നും എന്റെ അടുത്ത് വേണ്ട. നിന്നെപ്പോലെ ഒരാളെ സ്കാർലറ്റിന് പരിചയം ഉണ്ടാകില്ലെന്ന് എനിക്ക് നീ പറഞ്ഞു കേട്ടപ്പോഴേ മനസ്സിലായതാണ്. നീ എന്ത് വിചാരിച്ച എന്റെ അടുത്ത് കളിക്കാൻ ഇറങ്ങിയത്? താൻ പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ഡെയ്ലൻ ഫോൺ പോക്കറ്റിലോട്ട് ഇട്ടിട്ട് മുന്നോട്ട് കുതിച്ച് അതിശക്തമായ ഒരു ഒറ്റ ഇടി. ടൈലറെ ഇനി കൂടുതൽ സംസാരിപ്പിക്കുന്നത് അപകടമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഡെയ്ലൻ ആഞ്ഞിടിച്ചത്. ഇടിക്കുന്നത് അവനേക്കാൾ മുകളിലുള്ള മേജർ ജനറലാണെന്ന് അവൻ അറിയാം. പക്ഷെ ആ സമയത്ത് അങ്ങനെ ആക്ട് ചെയ്യാൻ അവന് പറ്റൂ. അവന്റെ ഇടി ടൈലർക്ക് നേരെ വന്നതും ടൈലർ വലത് കൈയിലെ ചൂണ്ടുവിരൽ കൊണ്ട് തന്നെ ഇടിക്കാൻ വന്ന ഡെയ്ലന്റെ നെഞ്ചിലോട്ടൊന്ന് ചൂണ്ടി. ആക്ച്വലി നെഞ്ചിലോട്ടൊന്ന് കുത്തി എന്ന് പറയാം, ജസ്റ്റ് ഒരു കുത്ത്. പക്ഷെ ആ കുത്ത് ഒരു വല്ലാത്ത സ്ഫോടനം ഉണ്ടാക്കി എന്ന് പറയാം. ആ വിരല് ഡെയ്ലന്റെ നേരെ വന്നതും ഡെയ്ലൻ പുറകോട്ട് തെറിക്കുകയാണ്. ടൈലർ ഗ്രാൻഡ് അസാധ്യമായ ശൈലിയിൽ ഇന്റേണൽ എനർജി സ്വരൂപിച്ചിരിക്കുന്ന വ്യക്തിയാണ്. ആ എനർജിയാണ് അയാൾ ആ ഒരു വിരലിലേക്ക് കൊണ്ടുവന്നത്. ആ ഇന്റേണൽ എനർജി ഡെയ്ലന്റെ പുറത്ത് തൊട്ട് ആ നിമിഷത്തിൽ ഡെയ്ലൻ അനവധി അടി പുറകോട്ട് തെറിക്കുകയാണ്. അനവധി അടി പുറകോട്ട് തെറിച്ചു വീണ ഡെയ്ലൻ ഇപ്പോ ഒരു കാഴ്ചയാണ്. ഡെയ്ലൻ ടൈലറെ കൈകാര്യം ചെയ്യുമെന്നാണ് യഥാർത്ഥ ജേക്കബും ട്രെന്റുമൊക്കെ കരുതിയത്. ഇപ്പൊ ആ ഡെയ്ലൻ ഇതാ പൂർണ്ണമായും പരാജയപ്പെട്ട് തെറിച്ച് ദൂരേക്ക് വീണിരിക്കുകയാണ്. തെറിച്ചു വീണ ഡെയ്ലനെ നോക്കിയിട്ട് ടൈലർ പറഞ്ഞു, ഇനി ഒരടി കൂടി നീ മുന്നോട്ട് വെച്ചാൽ നിന്നെ ഞാൻ ഇവിടെ ഇട്ട് ചവിട്ടിക്കൊല്ലും. ടൈലർ പറയുന്നതിന്റെ അർത്ഥം തറയിൽ വീണ് കിടക്കുന്ന ഡെയ്ലിന് നന്നായിട്ട് അറിയാം. വീണ് കിടക്കുന്ന ഡെയ്ലിനെ ഒന്ന് നോക്കിയിട്ട് ടൈലർ ഹെക്ടറോട് പറഞ്ഞു, മിസ്റ്റർ ഹെക്ടർ, ഞാൻ നിങ്ങളുടെ മകളെ നടാഷയെ കൊണ്ടുപോകാൻ പോവുകയാണ്. ടൈലർ ഗ്രാൻഡിന്റെ ആ വാചകം വളരെ വ്യക്തമാണ്, സ്പഷ്ടവുമാണ്. ഹാർമൺ കുടുംബത്തിന്റെ സകല എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കിക്കൊണ്ട് ഇതാ നടാഷയെ ബലാത്കാരമായിട്ട് ടൈലർ ഗ്രാൻഡ് കൊണ്ടുപോകാൻ പോവുകയാണ്. ആ കാര്യമാണ് ഇപ്പോൾ സ്പഷ്ടമായിരിക്കുന്നത്. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഗോർഡനും സെക്കും സോയും അഡ്രിയാനയും ഒക്കെ ഈ കാഴ്ച കാണുന്നുണ്ട്. ഗ്രാൻഡ് കുടുംബത്തിന്റെ ടൈലർ ശക്തനാണ്, പക്ഷേ ഈ ശൈലിയിൽ നടാഷയെ തട്ടിക്കൊണ്ടു പോകുന്നത് അംഗീകരിക്കാൻ അവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ട്. അവർക്ക് മാത്രമല്ല, മിൽസ്ബർഗിനെ പ്രതിനിധീകരിച്ച് അവിടെ എത്തിയിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും എതിർപ്പുണ്ട്. പക്ഷേ ഒരു കുഞ്ഞും വാ തുറക്കില്ല. കാരണം നടാഷയെ കൊണ്ടുപോകാൻ പോകുന്നത് സാക്ഷാൽ ടൈലർ ഗ്രാൻഡ് ആണ്. ടൈലർ ഗ്രാൻഡ് നടാഷയുടെ അടുത്തേക്ക് നീങ്ങിയതും പെട്ടെന്ന് ഒരു ശബ്ദം, ഹലോ മിസ്റ്റർ ടൈലർ, പ്ലീസ് സ്റ്റോപ്പ്. ശബ്ദം കേട്ട് ടൈലർ തിരിയുമ്പോൾ സുമുഖനായ ഡസൻ റൈസ് നടന്ന് ടൈലറുടെ അടുത്തെത്തി. ഡസൻ ടൈലറെ കടന്ന് സ്റ്റേജിലേക്ക് കയറി. അവിടെ നിന്നുകൊണ്ട് ഡസൻ ടൈലറോട് പറഞ്ഞു, നടാഷയെ കൊണ്ടുപോകുന്നതിന് നിങ്ങൾ എന്റെ അനുവാദം വാങ്ങിച്ചു. വളരെ സിമ്പിളായ ഒരു ചോദ്യമാണ് ഡസൻ റൈസ് ചോദിക്കുന്നത്. നടാഷയെ ആ ഹാളിൽ നിന്ന് കൊണ്ടുപോകാൻ ഡസന്റെ അനുവാദം ടൈലർ ചോദിച്ചു. അതാണ് ചോദ്യം. ഡസന്റെ ആ ചോദ്യവും സ്റ്റേജിലേക്കുള്ള ഡസന്റെ ആ വരവും ശരിക്കും ഒരു ഓളം തന്നെ ആ ഹാളിനകത്ത് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഡസൻ റൈസിനെ പരിചയമുള്ള ആളുകൾ ആ ഹാളിൽ വളരെ വളരെ കുറവാണ്. സാക്കും സോയും അഡ്രിയാനയും ഗോർഡനൊക്കെ അടങ്ങിയ ആ ടീമും മറ്റു ചില ടീമുകൾക്കൊക്കെ ഡസനെ കണ്ടു പരിചയമുണ്ടെന്നേ ഉള്ളൂ, അല്ലെങ്കിൽ കുറച്ച് പരിചയമുണ്ടെന്നേ ഉള്ളൂ. ബാക്കി ആളുകൾക്കൊന്നും തന്നെ ഡസനെ അറിയത്തു പോലുമില്ല. അമ്പരപ്പോടെ ആളുകൾ ആ ഭാഗത്തേക്ക് നോക്കുകയാണ്. സ്റ്റേജ് ആണെന്ന് പറയുമ്പോഴും ലേശ പൊക്കം മാത്രമാണ് ആ സ്റ്റേജിനുള്ളത്. തറയിൽ നിന്ന് ഏകദേശം ഒരടി മാത്രം പൊക്കത്തിലാണ് ആ സ്റ്റേജ്. ആ സ്റ്റേജിലാണ് ഡസൻ നിൽക്കുന്നത്. ഡസന്റെ തൊട്ടു മുമ്പിൽ ടൈലർ നിൽക്കുകയാണ്. ടൈലർ കൗതുകത്തോടെ ഡസനെ ഒന്ന് നോക്കി. ഹേയ്, നീ എന്താ പറഞ്ഞേ? മിസ്റ്റർ ടൈലർ, നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് തല്ലു വാങ്ങാൻ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ വേഗം സ്ഥലം കാലിയാക്ക്. ഡസൻ റൈസിന്റെ ആ വാചകം ശരിക്കൊരു ഞെട്ടൽ ആ ഹാൾ ഉണ്ടാക്കുകയാണ്. ജനറൽ ലയൺ ഹാർട്ട് എന്നറിയപ്പെടുന്ന ടൈലറോട് ഡസൻ പറഞ്ഞ വാചകത്തിന് വല്ലാത്തൊരു അർത്ഥമുണ്ട്. ഡസന്റെ കയ്യിൽ നിന്ന് തല്ലു വാങ്ങണ്ടെങ്കിൽ ടൈലർ അവിടെ നിന്ന് പോകണമെന്ന്.
ആ വാചകത്തിന്റെ അർത്ഥത്തെക്കുറിച്ച് ആലോചിച്ച് ആളുകൾ അമ്പരപ്പുള്ള ഡസ്റ്റിനെ നോക്കുമ്പോൾ ടൈലറുടെ മുഖത്തും ശരിക്കും ഒരു അമ്പരപ്പുണ്ട്. അയാൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വാചകമാണ് ഡസ്റ്റിൻ പറഞ്ഞത്. മിസ്റ്റർ ഡസ്റ്റിൻ, നിങ്ങൾ എന്തായി പറയുന്നത്? ഹലോ മിസ്റ്റർ ടൈലർ, ഞാൻ വീണ്ടും ആവർത്തിക്കണോ? നിങ്ങൾ എന്റെ കൈയുടെ ചൂടറിയണ്ടെങ്കിൽ സ്ഥലം വിട്. ഹെക്ടറുടെ അടുത്ത് നിൽക്കുന്ന ട്രെന്റ് ഈ വാക്ക് കേട്ട് ആകെ ഞെട്ടിയിരിക്കുകയാണ്. ഹെക്ടർ എന്താ അവൻ കാണിക്കുന്നത്? അവൻ ആകെ പ്രശ്നമാക്കുമല്ലോ. ഡസൻ റൈസ് ഉടക്കുന്നത് ടൈലർ ഗ്രാൻഡിനോടാണ്. ടൈലർ ഗ്രാൻഡിനെ ആർക്കും തൊടാൻ പറ്റില്ല എന്നുള്ള കാര്യം ട്രെന്റിന് നന്നായിട്ട് അറിയാം. അയാളുടെ സഹോദരൻ ജേക്കബിന്റെ മകൻ ഡെയിലിന് വിചാരിച്ചിട്ട് പോലും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഡെയിലിനാണെങ്കിൽ സ്കാർലറ്റ് സ്പാനറുടെ ടീമിലെ ആളുമാണ്. അവന് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ നിമിഷത്ത് തറയുന്ന എണീറ്റ് നിൽക്കുന്ന ഡെയിലിനും അമ്പരപ്പോടിന് ആ കാഴ്ച കണ്ടത്. ഇവൻ എന്തായി കാണിക്കുന്നത്? കേറ്റും വളരെ ഞെട്ടിയിരിക്കുകയാണ്. കേറ്റിന് സ്വാഭാവികമായിട്ടും ഡസ്റ്റിനോട് എതിർപ്പുണ്ട്. പക്ഷേ ഡസ്റ്റിന് ഇപ്പൊ കാണിക്കുന്നത് അവക്ക് പോലും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമാണ്. പാഞ്ഞു വരുന്ന ട്രെയിനിന്റെ മുന്നിലേക്ക് വെറുതെ കയറി നിൽക്കുക എന്ന് പറയില്ലേ, ആ ശൈലിയിലുള്ള ഒരു ആക്ഷനാണ് ഡസ്റ്റിൻ റൈസ് കാഴ്ചവെക്കുന്നത്. ഡസ്റ്റിൻ, നീ വിചാരിച്ചാൽ എന്നെ തടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ടൈലർ ചോദിച്ചതും ഒരു ശബ്ദം, ഞാൻ കൂടെ കൂടിയാലോ? അങ്ങനെ ചോദിച്ചുകൊണ്ട് അവിടേക്ക് കയറിയത് സാക്ഷാൽ പാട്രിക് ഹില്ലാണ്. പാട്രിക് ഹിൽ ഡസ്റ്റിനോട് ചേർന്നങ്ങനെ നിന്നു. പാട്രിക് ഹില്ലിനെ പലർക്കും അറിയാം. മിൽസ്ബർഗിലെ 10 രാജകുമാരന്മാരെ എടുത്താൽ അതിൽ ഒരാള് പാട്രിക് ഹില്ലാണ്. പാട്രിക് ഹിൽ 10ാമതാണെങ്കിൽ ആ രാജകുമാരന്മാരിൽ 1ാമൻ സാക്ഷാൽ ടൈലർ ഗ്രാൻഡ് ആണ്. അക്കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. പാട്രിക്കിനെ കണ്ടതും ടൈലർ ശരിക്കും അത്ഭുതപ്പെടുകയാണ്. ടൈലർ പാട്രിക്കിനോട് ചോദിച്ചു, പാട്രിക്, നീ എന്താ? മിൽസ്ബർഗിലെ ട്രമൻഡസ് 3ൽ 1 ഹിൽ കുടുംബമാണ്. ആ ഹിൽ കുടുംബത്തിലെ പാട്രിക് ടൈലറെ എതിർത്ത് അവിടെ അങ്ങനെ കയറി നിന്നപ്പോ സ്വാഭാവികമായും ടൈലർ ആ ചോദ്യം ചോദിച്ചതാണ്. ടൈലർ അത് ചോദിച്ചതും പാട്രിക് പറഞ്ഞു, ടൈലർ, ഇവിടെ നീ കാണിക്കുന്നത് ശരിയായ പരിപാടിയല്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ നിന്നെ എതിർക്കുന്നത്. പാട്രിക്, നീ എതിർത്താലും എനിക്ക് നടാഷയെ കൊണ്ടുപോകാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ പാട്രിക്കിനോട് ടൈലർ ഗ്രാൻഡ് പറഞ്ഞതും ഒരാൾ കൂടി കടന്നു വന്നു. ഞാൻ കൂടി കൂടിയാലോ? അങ്ങനെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് വന്നത് സാക്ഷാൽ റോഡ്രിക്സ് ബിഗ് ബക്സ് ബ്രൂക്സ് ആണ്. മിൽസ്ബർഗിന്റെ മുഴുവൻ ധനവും ആരുടെ കയ്യിലൂടെ കടന്നു പോകുന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ, അത് സാക്ഷാൽ ബ്രൂക്സിന്റെ കൈ കൂടിയാണ്. ആ ബ്രൂക്സ് ആണ് അങ്ങോട്ട് വന്നത്. ബ്രൂക്സ് ഡസ്റ്റിനെ ഇടതുവശത്തായി നിന്നു. വലതുഭാഗത്ത് പാട്രിക് ആണ്. ബ്രൂക്സ്, നിങ്ങളെന്താ എന്നെ എതിർക്കുന്നേ? മിസ്റ്റർ ടൈലർ, നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളെ എതിർത്തേ പറ്റൂ. മിസ്റ്റർ ബ്രൂക്സ്, നിങ്ങളുടെ കയ്യിൽ പണമുണ്ടെന്ന് കരുതി നിങ്ങൾ എന്നെ കയറി എതിർത്താൽ അതിന്റെ ഭവിഷ്യത്ത് അറിയാമല്ലോ. എന്ത് ഭവിഷ്യത്ത്? നിന്റെ സൈന്യത്തെ സപ്പോർട്ട് ചെയ്യാനായി ഞാൻ വർഷം തോറും തരുന്ന ആ $1 ബില്യൺ ഞാൻ അങ്ങ് കട്ട് ചെയ്യും. ഗ്രാൻഡ് കുടുംബത്തിലെ ടൈലർക്ക് ഒരു പ്രൈവറ്റ് ആർമി ഉണ്ട്. ആ ആർമിക്ക് ആവശ്യമായ സപ്പോർട്ട് സംവിധാനങ്ങൾ ഒരുക്കാൻ ഒരുപാട് പണം വേണം. ആ പണത്തിന്റെ ഒരു സ്പോൺസർ സാക്ഷാൽ ബ്രൂക്സ് ആണ്. ബ്രൂക്സിന്റെ വാചകം കേട്ടപ്പോ ടൈലർ ഒന്ന് ചിരിച്ചു. നിങ്ങൾ ഈ 2-3 പേര് എന്നെ അങ്ങ് തടസ്സപ്പെടുത്തിക്കളയാന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് തെറ്റി. അങ്ങനെ പറഞ്ഞിട്ട് അയാളൊന്ന് വിരൽ ഞൊടിച്ചു. വിരൽ ഞൊടിച്ചതും നമ്മൾ കേൾക്കുന്നത് ഒരു ആർമിയുടെ മാർച്ച് പാസ്റ്റ് അനുസ്മരിപ്പിക്കുന്ന ഒരു ശബ്ദം. സകലരും അമ്പരപ്പോടുകൂടി ആ ശബ്ദം കേട്ട ദിക്കിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് കറുത്ത വസ്ത്രം ധരിച്ച് മാസ്ക് ധരിച്ച് ഒരു കൂട്ടം ചെറുപ്പക്കാരെയാണ്. പക്ഷെ അവർ ആർമിയാണെന്ന് വ്യക്തമാണ്. ആർമി ഡ്രസ്സിലല്ല എന്ന് മാത്രം. ഒരു ടീം അകത്തൂടെ കടന്നു വന്നു. ഏകദേശം 50ലധികം ആളുകൾ അകത്തേക്ക് വരുന്നത്. ആ വരുന്ന ആളുകളെയൊക്കെ ഒരു കാര്യം കൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കും. അവരുടെ കയ്യിലിരിക്കുന്നത് ശരിക്കും AK-47 തോക്കുകളും അതുപോലുള്ള അസാൾട്ട് റൈഫിളുകളുമാണ്. തോക്കുധാരികളായ 50ലധികം ആ ഭടന്മാർ പെട്ടെന്ന് ടൈലറുടെ പുറകിലായി അണിനിരന്നു. ടൈലർ കരുതിക്കൂട്ടിയാണ് അവിടെ എത്തിയിരിക്കുന്നതെന്ന് ആ കാഴ്ച വിളിച്ചു പറയുകയാണ്. ആ തോക്കുധാരികൾ ടൈലറുടെ അടുത്ത് അണിനിരുന്നതും ഡസ്റ്റിൻ ടൈലറോട് പറഞ്ഞു, മിസ്റ്റർ ടൈലർ, നിങ്ങൾ അടി വാങ്ങിക്കൊണ്ടേ പോകുന്ന തോന്നുന്നത്. അവിടെ എത്തിയ ആ തോക്കുധാരികൾ അവരുടെ ഗണ്ണ് ഡസ്റ്റിന് നേരെ ചൂണ്ടിരിക്കുമ്പോഴാണ് ഡസ്റ്റിന്റെ ആ വാചകം. ഡസ്റ്റിന്റെ ആ വാചകം കേട്ട് സേക്കും സോയും ഗോൾഡനും ഒക്കെ എന്ത് എന്ന് പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു ഭാവത്തിലാണ് ഇപ്പൊ ഡസ്റ്റിന് നോക്കുന്നത്. 50ലധികം തോക്കുകളാണ് ഡസ്റ്റിന് നേരെ ചൂണ്ടിരിക്കുന്നത്. ആ തോക്കുകളുടെ മുന്നിൽ നിന്നുകൊണ്ടാ ഡസ്റ്റിൻ ആ വാചകം പറഞ്ഞത്. ടൈലറോട് അടി വാങ്ങിക്കുന്നു. ഹെക്ടറുടെ അടുത്ത് നിൽക്കുന്ന ട്രെന്റും ജേക്കബും ഇപ്പോ ആ സദസ്സിന്റെ ഭാഗമായി നിൽക്കുന്ന ഡെയിലിനൊക്കെ അമ്പരപ്പോടെയാണ് ഇപ്പൊ ആ കാഴ്ചയിൽ കാണുന്നത്. സകലതും കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ്. ബ്രൂക്സും പാട്രിക്കും ഡസ്റ്റിനും വിചാരിച്ചാലും ടൈലറെ തടുക്കാൻ പറ്റില്ല എന്ന ഒരു ശൈലിയിലേക്ക് കാര്യങ്ങൾ വന്നു എന്ന് തോന്നിയ ആ നിമിഷത്തിൽ ഒരു ടീം കൂടി അകത്തേക്ക് വന്നു.
ഒരു മാർച്ച് പാസ്റ്റാണ്. ശരിക്കും ആയുധധാരികളായ ആളുകൾ തന്നെയാണ് ഇപ്പോഴും അകത്തേക്ക് വന്നത്. ആ ആയുധധാരികൾ അകത്തേക്ക് വരുന്ന ശബ്ദം കേട്ട് ടൈലർ തിരിഞ്ഞു നോക്കുമ്പോൾ അയാൾ കാണുന്നത് പട്ടാള യൂണിഫോമിലുള്ള കുറേയേറെ ആളുകളെയാണ്. ആ ആൾക്കൂട്ടത്തിന് മുന്നിലുള്ളത് സാക്ഷാൽ കീത്ത് മോറനാണ്. കീത്ത് മോറൻ അകത്തേക്ക് കടന്നു വരുന്ന കണ്ടപ്പോ ടൈലറുടെ മുഖം ഒന്ന് വിളറിയെന്ന് പറയാം. ടൈലറുടെ തൊട്ടു മുകളിലുള്ള ഉദ്യോഗസ്ഥനാണ് കീത്ത് മോറൻ. കീത്ത് മോറൻ ഡ്രാഗൺ കിങ്ഡത്തിന്റെ ആ സൗത്ത് മേഖലയുടെ, അതായത് ബെലോർമ മേഖലയുടെ മുഴുവൻ അധികാരവും കൈയാളുന്ന മൂന്നാമത്തെ ഉദ്യോഗസ്ഥനാണ്. അയാളുടെ മുകളിൽ 2 പേര് കൂടിയേ ഉള്ളൂ. മിൽസ്ബർഗ് യഥാർത്ഥത്തിൽ അയാളുടെ അധികാര പരിധിപ്പെട്ട ഏരിയയുമാണ്. കീത്ത് മോറൻ അകത്തേക്ക് വരുന്ന കണ്ടതും ടൈലർ കീത്ത് മോറനോട് ചോദിച്ചു, സർ മോറൻ അങ്ങെന്താ ഇവിടെ എത്തി? മിസ്റ്റർ ടൈലർ, എന്റെ അധികാര പരിധിയിൽപ്പെട്ട ഏരിയയല്ലേ ഇവിടെ? ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ വരണമല്ലോ. ഇവിടെ എന്ത് പ്രശ്നം? അതെ, ഇവിടെ പ്രശ്നം ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ വന്നത്. മറുപടി ഉടൻ തന്നെ കീത്തിന്റെ ഭാഗം വരികയാണ്. കീത്ത് പെട്ടെന്ന് ടൈലറുടെ കൂടെ നിൽക്കുന്ന ആളുകളെ നോക്കി. ഏയ് ടൈലർ, എന്താ ഇവർ ഇവിടെ? കീത്തിന്റെ ചോദ്യത്തിന് ഒരു ഉത്തരം പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ടൈലർ കീത്തിനോട് പറഞ്ഞു, സർ മോറൻ, ഞാൻ എന്റെ വിവാഹവുമായി ബന്ധിപ്പിച്ച് ഇവിടെ വന്നതാണ്. ഞാൻ എന്റെ വധുവിനെ കൊണ്ടുപോകാനായി ഇവിടെ എത്തിയതാണ്. മിസ്റ്റർ ടൈലർ, നിങ്ങൾ വധുവിനെ കൊണ്ടുപോകാനായി ആയുധധാരികളെ ആളുകളുമായിട്ടാണ് വരുന്നത്? ടൈലറോടുള്ള കീത്തിന്റെ ചോദ്യത്തിന് വല്ലാത്തൊരു അർത്ഥമുണ്ട്. അത് കേട്ടതും ടൈലർ കീത്തിനോട് പറഞ്ഞു, സർ അങ്ങ് ഇതില് ഇടപെടരുത്. ഏയ് ടൈലർ, അത് പറ്റില്ലല്ലോ, ഞാൻ ഇടപെടും. ഇതെന്റെ അധികാര പരിധിയിൽപ്പെട്ട ഏരിയയാണ്, എനിക്ക് ഇടപെട്ടേ പറ്റൂ. സർ അങ്ങ് ഇങ്ങനെ നിർബന്ധം പിടിക്കുകയാണെങ്കിൽ എനിക്കും ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അങ്ങനെ പറഞ്ഞിട്ട് ടൈലർ അയാളുടെ ഫോൺ എടുത്ത് പ്ലീസ് കം എന്ന് ടൈപ്പ് ചെയ്ത് ഒന്ന് സെൻഡ് ചെയ്യണം. ടൈലർ എന്താ ചെയ്തതെന്ന് ആരും കണ്ടില്ലെങ്കിലും അയാൾ ഫോണിൽ എന്തോ ചെയ്തു എന്നുള്ള കാര്യം എല്ലാവർക്കും വ്യക്തമാണ്. ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ പിന്നെയും ശബ്ദം കേട്ടു തുടങ്ങി. മാർച്ച് പാസ്റ്റിന്റെ സൗണ്ട് തന്നെയാണ് നമ്മൾ കേൾക്കുന്നത്. കീത്ത് മോറന്റെ കീഴിലുള്ള ടീമിനെ അപേക്ഷിച്ച് കുറെ കൂടി ശക്തമായൊരു ടീം അകത്തേക്ക് കടന്നു വരികയാണ്. ഇപ്പൊ ഹാളിനകത്തുള്ള മിൽസ്ബർഗ് നിവാസികൾ മുഴുവൻ വല്ലാതങ്ങ് അമ്പരം നിൽക്കുകയാണ്. ഹെക്ടറുടെ ജന്മദിന ആഘോഷത്തിൽ പങ്കെടുക്കാനാണ് അവരൊക്കെ വന്നത്. അവിടെ എത്തി അവർ കാണുന്നത് മിൽസ്ബർഗിലെ പ്രമുഖരായ ആളുകളെയൊക്കെയാണ്. അതിനും അപ്പുറത്തേക്ക് ഇതാ ഗ്രാൻഡ് കുടുംബത്തിലെ ടൈലർ ഗ്രാൻഡ് വന്നിരിക്കുന്നു. ടൈലർ ഗ്രാൻഡ് വന്നത് ഒരു പ്രശ്നവുമായിട്ടാണ്. ആ ടൈലർ ഗ്രാൻഡിനെ ഏതൊരു ന്യൂട്രലൈസ് ചെയ്തുകൊണ്ട് സാക്ഷാൽ കീത്ത് മോറൻ വന്നപ്പോ ഇപ്പൊ ഇതാ ഒരു പുതിയ അവതാരം കൂടി വരികയാണ്. അകത്തേക്ക് കടന്നു വന്നത് ഒരു പട്ടാള ടീമാണ്. ആ പട്ടാള ടീമിന്റെ ഏറ്റവും മുന്നിൽ യൂണിഫോം ധരിയായ ഒരാളുണ്ട്. ആ ആളെ കണ്ടപ്പോ കീത്ത് മോറൻ ഒന്ന് നടുങ്ങി എന്ന് പറയാം. കീത്ത് മോറന്റെ മുഖത്ത് ഒരു വിളർച്ചയുണ്ട്. കീത്ത് മോറൻ എത്തിയത് മുതൽ ഹെക്ടർ അതീവ സന്തുഷ്ടനാണ്. ഹെക്ടർ വിളിച്ചിട്ടാണ് കീത്ത് മോറൻ യഥാർത്ഥത്തിൽ എത്തിയത്. കീത്ത് മോറന്റെ ആ രംഗപ്രവേശം ഹാർമൺ കുടുംബത്തിന് അനുകൂലമായി കാര്യങ്ങൾ മാറ്റി എന്ന് തോന്നിയ ആ നിമിഷത്തിലാണ് പുതിയ അതിഥി എത്തുന്നത്. പുതിയ അതിഥി സാക്ഷാൽ ജോർജ് ഒനീലാണ്. സർ ഒനീൽ അങ്ങ് എവിടെ? അങ്ങനെ കീത്ത് ചോദിച്ചപ്പോ ജോർജ് കീത്തിനോട് ചോദിച്ചു, എന്താ കീത്ത് പട്ടാളക്കാരുമായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്? സർ അത് പിന്നെ കീത്ത് ഒരു കാര്യം ചെയ്യ്, അവരുമായിട്ട് സ്ഥലം വിട്. സർ അത് കീത്ത് ഏതാ ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? കീത്തിനോടുള്ള ജോർജ് ഒനീലിന്റെ ചോദ്യം സ്വാഭാവികമായിട്ടും ഒരു അധികാരിയുടെ ചോദ്യമാണ്. വന്നിരിക്കുന്ന ജോർജ് ഒനീൽ ബെലാർമ മേഖലയുടെ നമ്പർ 1 ഓഫീസറാണ്. എന്ന് പറഞ്ഞാൽ വൈസ്രോയുടെ തൊട്ട് താഴെയുള്ള ആളാണ് സാക്ഷാൽ ജോർജ് ഒനീൽ. ജോർജ് ഒനീലിന്റെ കീഴിൽ 2 ഡെപ്യൂട്ടികളാണ്. ആ ഡെപ്യൂട്ടിയിൽ ഒരാളാണ് സാക്ഷാൽ കീത്ത് മോറൻ എന്ന് പറയുന്നത്. കീത്ത് മോറന്റെ മുകളിൽ അധികാരമുള്ള വ്യക്തിയാണ് എത്തിയിരിക്കുന്ന ജോർജ് ഒനീൽ. ജോർജ് ഒനീൽ ടൈലർക്ക് സപ്പോർട്ടുമായിട്ടാണ് എത്തിയിരിക്കുന്നതെന്ന് പകൽ പോലെ വ്യക്തമാണ്. ജോർജ് ഒനീൽ ടൈലറുടെ അടുത്തേക്ക് വന്നു. മിസ്റ്റർ ടൈലർ, ഞാൻ സമയത്തെത്തിയല്ലോ. ആ വാചകം അത് ഉറപ്പിക്കുകയാണ്. ടൈലർക്ക് സപ്പോർട്ടുമായിട്ടാണ് ജോർജ് ഒനീൽ എത്തിയിരിക്കുന്നത്. ബെലാർമ മേഖലയിലെ 8 സ്റ്റേറ്റുകളുടെയും അധികാരം കൈയാളുന്ന വ്യക്തിയാണ് ജോർജ് ഒനീൽ. സൈന്യം അയാളുടെ കീഴിലാണ്. അയാൾക്ക് മുകളിൽ ഇനി വൈസ്രോയി മാത്രമേ ഉള്ളൂ. തങ്ങൾ ഇതാ പെട്ടിരിക്കുന്നു. ഹാർമൺ കുടുംബത്തിന് കഥ വ്യക്തമാണ്. ടൈലർ ഹെക്ടറെ നേരെ നോക്കി. മിസ്റ്റർ ഹെക്ടർ, ഇപ്പൊ എന്ത് പറയുന്നു? ഇപ്പോ ശക്തി ഞങ്ങൾക്കല്ലേ? അങ്ങനെ ഹെക്ടറോട് ടൈലർ ചോദിക്കുമ്പോൾ പുറത്ത് ഒരു ശബ്ദം. സർ ഇവിടെ ആകെ പ്രശ്നമാണെന്ന് ജോർജിനോട് ആരോ വിളിച്ചു പറഞ്ഞതാണ്. എന്താ പ്രശ്നം? ആരായാലും അടിച്ചു ഓടിക്ക്. സർ നമ്മളെ കൊണ്ട് അത് പറ്റില്ല. അങ്ങനെ അയാൾ പറയുമ്പോഴേക്കും കുറച്ച് ആളുകൾ അകത്തേക്ക് വരുന്ന ശബ്ദം ജോർജ് കേട്ടു. ജോർജ് ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കുമ്പോൾ സൈനിക ഉദ്യോഗസ്ഥരുടെ നടുവിൽ ഒരു സുമുഖനായ ഒരു മധ്യവയസ്കൻ നടന്നു വരികയാണ്. അകത്തേക്ക് വരുന്ന ആളെ ആ സദസ്സിലുള്ള പലരും കണ്ടു. ആ ആളെ കണ്ടത് പെട്ടെന്ന് എല്ലാവരും ചാടി എണീക്കുകയാണ്.
ജോർജ് ഒനീലും കീത്ത് മോറനും ടൈലർ ഗ്രാൻറ്റും എന്ന് വേണ്ട ഹെക്ടർ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും ആ ആളെ കാണുന്നുണ്ട്. മിസ്റ്റർ സെനോസ് ആണല്ലോ വരുന്നത്. അമ്പരപ്പുടെ ആളുകൾ അങ്ങ് നോക്കുമ്പോൾ സാക്ഷാൽ ജോർജ് സെനോസ് അങ്ങോട്ട് നടന്നു വരികയാണ്. സെനോസ് നടന്ന് ആ സദസ്സിന്റെ മുന്നിലെത്തി. ആ ആൾക്കൂട്ടത്തെ ഒന്ന് നോക്കിയിട്ട് സെനോസ് ജോർജിനോട് ചോദിച്ചു, ജോർജ്, എന്താ ഇത് സൈന്യവുമായിട്ട്? അല്ല സർ, ഞാൻ മിസ്റ്റർ ഹെക്ടറിന്റെ ബർത്ത്ഡേ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ വന്നതാണ്. ബർത്ത്ഡേ ഫംഗ്ഷൻ പങ്കെടുക്കാൻ സൈന്യവുമായിട്ടോ? എന്തോടോ ഇത്? അല്ല സർ, ഞാൻ ഇതൊരു വന്നപ്പോ ഒന്ന് കയറിയതേ ഉള്ളൂ. എന്നാ വേഗം പൊയ്ക്കോ. ജോർജ് സെനോസ് അങ്ങോട്ട് വന്ന ആ നിമിഷത്തിൽ നമ്മുടെ കഥാനായകൻ ഡസൻ റൈസ് ശരിക്കും ഞെട്ടിയിരിക്കുകയാണ്. ജോർജ് സെനോസിനെ ഡസൻ റൈസിന് അറിയാം. ഡസന് പരിചയമുള്ള റൂബി സെനോസിന്റെ പിതാവാണ് ജോർജ് സെനോസ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് റൂബിയുടെ അമ്മയ്ക്ക് സെറിബ്രൽ ഹെമറേജ് വന്നപ്പോ ഡസൻ അവരെ ചികിത്സിച്ച് ഭേദമാക്കിയിരുന്നു. ആ നിമിഷത്തിലാണ് റൂബിയുടെ പിതാവിനെ ഡസൻ പരിചയപ്പെട്ടത്. മിസ്റ്റർ സെനോസ് അന്ന് ഡസന് $30 മില്യൺ ഒരു ചെക്ക് നൽകിയതാണ്. ആ സിനോസ് ആണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. സിനോസ് ആണ് സാക്ഷാൽ വൈസ്രോയി എന്ന് ആ നിമിഷത്തിലാണ് ഡസൻ തിരിച്ചറിയുന്നത്. ബെലോർമ മേഖലയുടെ മുഴുവൻ ഗവൺമെന്റ് സംവിധാനങ്ങളെയും നിയന്ത്രിക്കുന്ന സർവ്വ സൈനാധിപൻ കൂടിയായ സാക്ഷാൽ ജോർജ് സിനോസ് ആണ് അങ്ങോട്ട് കടന്നു വന്നിരിക്കുന്നത്. ജോർജ് സിനോസിന് കീഴിലാണ് ബെലോർമ മേഖലയിലെ സകല സംവിധാനവും. സാക്ഷാൽ ഒനീലാണെങ്കിലും മോറൻ ആണെങ്കിലും ജോർജ് സിനോസിനെ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. റോജർ ജോർജ് ഒനീന്റെ സഹായത്താൽ ഹാർമൺ കുടുംബത്തിലെ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ച് നടാക്ഷ്യമായി അവിടുന്ന് പോകാമെന്ന് കരുതിയ ടൈലർ ഗ്രാൻറ്റ് ശരിക്കും പെട്ടതുപോലെയായി. വൈസ്രോയി തന്നെ ഇത് എത്തിയിരിക്കുകയാണ്. ഈ ഹാർമൺ കുടുംബം എങ്ങനെ വൈസ്രോയുമായി ബന്ധമുണ്ടാക്കിയത്? വൈസ്രോയി ഇവരുമായി ഏത് ശൈലിയിലാണ് ബന്ധത്തിലെത്തിയിരിക്കുന്നത്? ഒരു പിടിയും ടൈലർക്ക് കിട്ടുന്നില്ല. ഗ്രാൻഡ് കുടുംബം പ്രപഞ്ച സ്ത്രീയുടെ ഭാഗമാണ്. പക്ഷേ എത്തിയിരിക്കുന്നത് സാക്ഷാൽ വൈസ്രോയിയാണ്. രാജാവിന്റെ സദേൺ മേഖലയിലെ പ്രതിനിധിയാണ് സാക്ഷാൽ ജോർജ് സിനോസ്. ഒനീല് ശരിക്കും പെട്ടതുപോലെയായി. ജോർജ് സിനോസ് ഒനീലിനോട് തീർത്തു പറയുകയാണ് അവിടുന്ന് സ്ഥലം വിട്ടോളാൻ. അത് കേട്ടതും ടൈലർ സിനോസിനോട് പറഞ്ഞു, സർ, ഞാൻ എൻ്റെ വിവാഹ ആവശ്യമായി ഇവിടെ വന്നതാണ്. ഞാൻ എൻ്റെ വധുവിനെ കൊണ്ടുപോകാൻ വന്നതാണ്. മിസ്റ്റർ ടൈലർ, വധുവിനെ കൊണ്ടുപോകാനായി ഈ ശൈലിയിൽ തോക്കുമായിട്ടാണോ ഒരു വിവാഹ മണ്ഡപത്തിലേക്ക് വരുന്നത്? അതൊക്കെ ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട കാര്യങ്ങളല്ലേ സർ. അങ്ങിതിൽ ഇടപെടരുത്. ടൈലർ, ഞാൻ ഇടപെടും. ഇത് എന്റെ അധികാര പരിധിയിൽപ്പെട്ട തലമാണ്. എന്താ മിസ്റ്റർ ടൈലർ, എന്റെ അധികാരത്തെ ചോദ്യം ചെയ്യാൻ താങ്കൾ ഉദ്ദേശിക്കുന്നു? പെട്ടെന്ന് ജോർജ് സിനോസിന്റെ ശബ്ദം മാറിയതും ടൈലർ ഒന്ന് വിറച്ചു എന്ന് പറയാം. ടൈലർക്ക് ഒരു ശൈലിയിലും എതിർക്കാൻ കഴിയുന്ന ആളല്ല സാക്ഷാൽ വൈസ്രോയി. വൈസ്രോയിയുടെ ഭാഗത്തു നിന്ന് പെട്ടെന്നുണ്ടായ ആ ചോദ്യം അർത്ഥമാക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കി ഒനീൽ വേഗം ടൈലറെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് സിനോസിനോട് പറഞ്ഞു, സർ, ടൈലർ ചെറുപ്പമാണ് സർ, അറിയാതെ പറഞ്ഞു പോയതാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ വേഗം ടൈലറുമായി സ്ഥലം വിടുക. കേൾക്കേണ്ട താമസം ഒനീൽ ടൈലറോട് പറഞ്ഞു, ടൈലർ, നമുക്ക് പോവാം. ടൈലർ പെട്ടെന്ന് തന്നെ തിരിയുകയാണ്. ആ നിമിഷത്തിൽ ടൈലർ സിനോസിനോട് പറഞ്ഞു, സർ, ഒന്നും അവസാനിക്കില്ല. സർ ഇപ്പോ എന്നെക്കാൾ ഉയർന്ന അധികാരം കൈയാളുന്ന ആളാണ്. പക്ഷെ എപ്പോഴും അങ്ങനെ ആകണമെന്നില്ല സർ. അങ്ങനെ പറഞ്ഞിട്ട് ആ നിമിഷത്തിലും തല തരിമ്പ് കുനിക്കാതെ ടൈലർ പുറത്തേക്ക് നടക്കുകയാണ്. അത് കേട്ടതും ഒനീൽ സിനോസിനോട് പറഞ്ഞു, ടൈലർ പറഞ്ഞൊന്നും സർ മനസ്സിൽ വെക്കരുത് സർ. ടൈലർ പറഞ്ഞ കാര്യം സിനോസ് മനസ്സിൽ വെച്ചാൽ ടൈലറെ അവസാനിപ്പിക്കാൻ സിനോസിന് എളുപ്പം പറ്റുമെന്ന് ഒനീലിന് നന്നായിട്ട് അറിയാം. ഒനീൽ ടൈലർക്കൊപ്പം പുറത്തേക്ക് നീങ്ങുമ്പോൾ അവരെ അനുഗമിച്ചുകൊണ്ട് അവർക്കൊപ്പമുള്ള ടീമംഗങ്ങളും പുറത്തേക്ക് നീങ്ങി. സ്വാഭാവികമായിട്ടും കീത്ത് മോറനും അയാളുടെ ടീമുമായി പുറത്തേക്ക് നീങ്ങുകയാണ്. അവിടെ വന്ന 3 സൈനിക ടീമും പുറത്തേക്ക് നീങ്ങിക്കഴിഞ്ഞതും ഹെക്ടർ വേഗം ജോർജ് സിനോസിന്റെ അടുത്തേക്ക് വന്നു. ജോർജ് സിനോസും പാട്രിക്കും ഡസ്റ്റും നിൽക്കുന്ന ഭാഗത്തേക്ക് വന്ന ഹെക്ടർ സന്തോഷത്തോടുകൂടി ജോർജ് സിനോസിനോട് പറഞ്ഞു, താങ്ക് യു സർ, താങ്ക് യു. മിസ്റ്റർ ഹെക്ടർ, നിങ്ങൾ ശരിക്കും ഭാഗ്യവാനാണ്. നിങ്ങളുടെ സണ്ണിലെ ആള് മിടുക്കനാണ്. ആ സണ്ണിലെ കാരണം നിങ്ങളുടെ ഹാർമൺ കുടുംബം ഒരുപാട് ഉയരങ്ങളിലെത്തും. ജോർജ് സിനോസ് പറഞ്ഞ ആ വാചകം കേട്ട് ഹെക്ടർ ശരിക്കും ഒന്ന് ഞെട്ടി. ഹെക്ടർക്ക് 2 പെൺകുട്ടികളാണ് ഉള്ളത്, നടാഷിയും റൂത്തും. 2 പേരുടെയും വിവാഹം കഴിഞ്ഞിട്ടില്ല. പിന്നെ ഏത് സൺ ഇൻ ലായെ കുറിച്ചാണ് വൈസ്രോയി പറഞ്ഞതെന്നാണ് ആ നിമിഷത്തിൽ ഹെക്ടർ ആലോചിച്ചത്. ഹെക്ടറെ കൗതുകപൂർവ്വം നോക്കിയിട്ട് ജോർജ് ഹെക്ടറോട് പറഞ്ഞു, മിസ്റ്റർ ഹെക്ടർ, എനിക്ക് വേറെ കുറച്ച് തിരക്കുകളുണ്ട്, ഞാൻ ഇറങ്ങിയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം തിരിഞ്ഞ് നടക്കുകയാണ്. തിരിഞ്ഞ് നടക്കുന്നതിനിടയിൽ
ജോർജ് സിനോസിന്റെ കണ്ണുകൾ ഡസ്റ്റിന്റെ മുഖത്ത് ഒന്ന് പതിഞ്ഞു. ജോർജ് മനഃപൂർവ്വമാണ് ജോർജും ഡസ്റ്റിനും തമ്മിലുള്ള ബന്ധം അവിടെ അറിയിക്കാതിരുന്നത്. ഡസ്റ്റിൻ ഒരു ലോ പ്രൊഫൈൽ സൂക്ഷിക്കുകയാണെന്നുള്ള ഒരു ഇൻഫർമേഷൻ ജോർജ് സിനോസ് അവിടേക്ക് വരും മുമ്പ് തന്നെ കളക്ട് ചെയ്തിട്ടുണ്ട്. ഡസ്റ്റിന്റെ ആ ശൈലി മനസ്സിലാക്കിയ സിനോസ് ആ ശൈലിക്ക് അനുസരിച്ച് പെരുമാറുകയായിരുന്നു. സിനോസ് പോയി കഴിഞ്ഞതും ഹെക്ടർ പാട്രിക്കിനോട് നന്ദി പറഞ്ഞു. പാട്രിക്കും ഡസ്റ്റിനോടും ഹെക്ടറോടും യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. മല പോലെ വന്നത് എലി പോലെ പോയെന്ന് പറയും പോലെ ടൈലർ ഗ്രാൻഡുമായി ബന്ധപ്പെട്ട പ്രശ്നം അവസാനിച്ച ഒരു സന്തോഷം ഇപ്പോ ആ ഹാർമൺ കുടുംബത്തിൽ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ എല്ലാവരും കൺഫ്യൂഷനിലാണ്. ട്രെന്റ് ഹെക്ടർ അടുത്തേക്ക് വന്നു ഹെക്ടറോട് പറഞ്ഞു, ഹേയ് ഹെക്ടർ, ഞാൻ ഒരിക്കലും കരുതിയിരുന്നല്ല നിനക്ക് ഇത്രയും സ്വാധീനമുണ്ടെന്ന്. അതേ അഭിപ്രായം തന്നെയാണ് നടാഷിക്കുമുള്ളത്. നടാഷിയും ഹെക്ടറോട് പറഞ്ഞു, അച്ഛൻ എങ്ങനെയാ ഈ വൈസ്രോയുമായിട്ട് ബന്ധം ഉണ്ടാക്കിയത്? ഹെക്ടറോട് നടാഷിയും അതുപോലെ ട്രെന്റും അങ്ങനെ പറഞ്ഞപ്പോ ഹെക്ടർ ട്രെന്റിനോട് പറഞ്ഞു, ട്രെന്റ്, അങ്ങനെയല്ല, എനിക്ക് സത്യത്തിൽ ഈ വൈസ്രോയുമായിട്ട് ഒരു ബന്ധവുമില്ല. അവസാനം പോയ പാട്രിക്കുമായിട്ട് പോലും എനിക്ക് ബന്ധമില്ല. ഹെക്ടർ അത്രയും പറഞ്ഞപ്പോ നടാഷ എടുത്തു ചോദിക്കാണ്, അച്ഛൻ എന്താ പറയുന്ന, പിന്നെ ആരാ അവരെവിടെ എത്തിച്ചത്? അതൊരു വല്ലാത്ത ചോദ്യമാണ്. ആ ചോദ്യം അങ്ങനെ ഉതിർന്നു വീണതും അതുവരെ നിശബ്ദനായിരുന്ന ജേക്കബ് അവരോട് പറഞ്ഞു, അതിലിപ്പോ ഇത്ര ആലോചിക്കണമെന്നിരിക്കുന്നു. എന്റെ മകൻ വേറെ ആർക്കാ അതിന് കഴിയുക? എന്റെ മകൻ ഡെയ്ലൻ സാക്ഷാൽ ഗോഡസ് ഓഫ് വാർ സ്കാർലറ്റ് സ്പാനറുടെ ഏറ്റവും പ്രിയപ്പെട്ട അനുയായിയല്ലേ, പ്രിയപ്പെട്ട കമാൻഡർ അല്ലേ? സ്വാഭാവികമായിട്ടും സ്കാർലറ്റ് ആവശ്യപ്പെട്ടതുകൊണ്ടാവും വൈസ്രോയി സ്ഥലത്തെത്തിയത്. വൈസ്രോയും റാങ്ക് ഒന്നാണ്, ഗോഡ് ഓഫ് വാറും ഗോഡസ് ഓഫ് വാറും റാങ്ക് ഒന്നാണ്. ഒന്നാം റാങ്കുകാരായിട്ടുള്ള ആ ആളുകൾക്ക് പരസ്പരം ബന്ധമുണ്ടാകും. സ്കാർലറ്റ് സ്പാനർ വൈസ്രോയി ജോർജ് സിനോസിനോട് ഹെക്ടർ കുടുംബത്തിൽ വന്ന് കാര്യങ്ങളിൽ ഇടപെടണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനം ഡെയ്ലൻ ഹാർമൺ ആയിരിക്കും. ഡെയ്ലന് സ്കാർലറ്റുമായിട്ടുള്ള ആ അടുപ്പം അതാണ് സകലത്തിന്റെ അടിസ്ഥാനം. ജേക്കബ് അങ്ങനെ തീർത്തു പറഞ്ഞപ്പോ പെട്ടെന്ന് ഡെയ്ലൻ ഉറക്കെ പറഞ്ഞു, അച്ഛൻ പറഞ്ഞത് ശരിയാണ്, ഞാൻ പിന്നെ ഇതൊന്നും അങ്ങോട്ട് പറയാത്തതാണ്. ഡെയ്ലൻ അങ്ങനെ പറഞ്ഞതും ആ ഹാർമൺ കുടുംബവുമായി ബന്ധമുള്ള ആ കോർ മെമ്പേഴ്സ് ഒന്നടങ്കം ഡെയ്ലന്റെ ചുറ്റും വളയുകയാണ്. ഈ ഡെയ്ലൻ നിങ്ങളൊരു സംഭവം തന്നെയാണല്ലോ. ഡെയ്ലൻ ഇതെങ്ങനെയാ ഇത്ര അടുപ്പം ഉണ്ടാക്കിയത്? ഗോഡസ് ഓഫ് വാറുമായിട്ട് എപ്പോഴും സംസാരിക്കാറുണ്ടോ? എങ്ങനെയാ ആളെങ്ങനെയാണ് പെരുമാറാനൊക്കെ? ഒരുപാട് ചോദ്യങ്ങൾ സ്കാർലറ്റിനെ കുറിച്ച് ഡെയ്ലനോട് ആളുകൾ തുരുതുരാ ചോദിച്ചു തുടങ്ങിയപ്പോ ഡെയ്ലൻ അവന് പറ്റാവുന്ന ശൈലിയിലേക്ക് മറുപടി പറയുകയാണ്. പെട്ടെന്ന് നടാഷ ഡെയ്ലനോട് ചോദിച്ചു, ഡെയ്ലൻ, എനിക്കൊരു സംശയമുണ്ട്, നീ പറഞ്ഞത് അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താ നടാഷ അങ്ങനെ പറഞ്ഞത്? ഞാനേ വൈസ്രോയി ഇവിടെ വന്നത് മുതൽ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നതാണ്. അദ്ദേഹം ഇവിടെ വന്ന നിമിഷം മുതൽ പുറത്തേക്ക് പോകുന്നവരെ ഒരിക്കൽ പോലും നിന്നെ ഒന്ന് നോക്കുന്ന പോലും ഞാൻ കണ്ടില്ല. അദ്ദേഹത്തിന് നിന്നെ അറിയ പോലുമില്ല. നിനക്ക് വേണ്ടിയാണ് അദ്ദേഹം ഇവിടെ വന്നതെങ്കിൽ ഉറപ്പായും നിന്നെ ഒന്ന് തിരക്കുകയും ചെയ്യണ്ടേ? അതും ഉണ്ടായില്ല. ഡെയ്ലൻ ഹാർമന്റെ അവകാശവാദങ്ങളെ നടാഷ കൃത്യമായിട്ട് പൊളിച്ചെടുക്കുകയാണ്. നടാഷ, നീ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല, നിനക്ക് അസൂയാണ്. കേറ്റാണ് അങ്ങനെ പറഞ്ഞത്. കേറ്റിന് ഡെയ്ലൻ ഹാർമൺ കുടുംബത്തിൽ എത്തിയത് മുതൽ ശരിക്കും ഒരു ആത്മവിശ്വാസം ഫീൽ ചെയ്യുകയാണ്. നടാഷയേക്കാൾ കുടുംബത്തിൽ വിലയുള്ളത് ഡെയ്ലനാണെന്ന് കേറ്റിന് അറിയാം. ഡെയ്ലൻ ഒരു ഗവൺമെന്റ് ഒഫീഷ്യലാണ്, കേണലാണ്, സ്കാർലറ്റ് സ്പാനറുടെ സംഘത്തിലെ അംഗവുമാണ്. അതുകൊണ്ട് തന്നെ ഹാർമൺ കുടുംബത്തിൽ ഡെയ്ലന് ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. ആ അപ്പർ ഹാൻഡിനെ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിലാണ് നടാഷ. അതുകൊണ്ട് തന്നെ അതിനെ എതിർത്ത് സംസാരിക്കേണ്ടത് കേറ്റിന്റെ ആവശ്യമാണ്. കേറ്റും ഡെയ്ലനും കൂടി നടാഷയെ തലങ്ങ് വിലങ്ങും ആക്രമിച്ചു തുടങ്ങുകയാണ്. നടാഷ, അനാവശ്യം പറയരുത്. ഒരു ആവശ്യം വന്നപ്പോൾ ഞങ്ങൾ ഇടപെട്ട് കാര്യങ്ങൾ പരിഹരിച്ചപ്പോൾ ആളുകളെ കളിയാക്കുകയാണ്. പല ശൈലിയിൽ നടാഷയെ കുറ്റപ്പെടുത്തി ഡെയ്ലനും കേറ്റും കൂടി സംസാരിച്ചതും ഡസ്റ്റിൻ നടാഷയോട് പറഞ്ഞു, നടാഷ, നീ ഇതൊന്നും മൈൻഡ് ചെയ്യണ്ട, ഇവന് മിസ്റ്റർ സിനോസിനെ അറിയുപോലുമില്ല. ഡസ്റ്റിൻ, നിങ്ങൾ എന്തായി പറഞ്ഞേ? എനിക്ക് അറിയില്ലെന്നോ? അതെ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നിനക്ക് സിനോസിനെ അറിയില്ല, പിന്നെ നിനക്കാണ് അറിയാവുന്നത്. അതെ, എനിക്കറിയാം. എന്നോടുള്ള അടുപ്പം കൊണ്ടാണ് മിസ്റ്റർ സിനോസ് ഇവിടെ വന്നത്. ഡസ്റ്റിൻ അത് പറഞ്ഞതും ഹാർമൺ കുടുംബത്തിലെ പലരും ഒന്നിച്ച് ചിരി തുടങ്ങി. ശരിക്കും അവർ പൊട്ടിച്ചിരിക്കുകയാണ്. സാക്ഷാൽ വൈസ്രോയി അവിടെ എത്തിയത് ഡസ്റ്റിൻ കാരണമാണെന്നാണ് ഡസ്റ്റിൻ പറയുന്നത്. ഡസ്റ്റിൻ, നീ ഇത്രക്കാരനാണെന്ന് കരുതിയിട്ടേ ഇല്ല. ഇങ്ങനെ മുഖത്ത് നോക്കിക്കൊണ്ട് കള്ളം പറയുന്ന മനുഷ്യന്മാരുണ്ടോ? കേറ്റിന്റെ ആ ചോദ്യം കേട്ടപ്പോ സാക്കും ഗോർഡനും അതുപോലെ സോയിയൊക്കെ അറിയാതെ ചിരിച്ചു പോവുകയാണ്. ഡസ്റ്റിൻ റയസ് ടൈലറെ എതിർക്കാനായി ആ ഡൈസിലേക്ക് കയറിയത് അവർ കണ്ടതാണ്. പക്ഷേ ആ പേര് പറഞ്ഞുകൊണ്ട് സാക്ഷാൽ വൈസ്രോയി വരെ പരിചയമുണ്ടെന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് ഹെക്ടർ ചോദിച്ചു, ഡസ്റ്റിൻ എങ്ങനെയാ ഈ വൈസ്രോയെ പരിചയം? മിസ്റ്റർ ഹെക്ടർ, ഞാൻ അദ്ദേഹത്തിന്റെ മകളുടെ ആവശ്യപ്രകാരം അദ്ദേഹത്തിന്റെ ഭാര്യയെ ചികിത്സിച്ചിരുന്നു. അവർക്ക് ഒരു അസുഖം ഉണ്ടായി, ഞാനാണ് അവരെ രക്ഷിച്ചത്. ഡസ്റ്റിൻ അത് പറഞ്ഞപ്പോ
കെയ്റ്റും ഡെയിലിനും കൂടി ഒരേ ചിരി. ഹേയ് ഡസ്റ്റിൻ, താൻ എന്തോടായി പറയുന്നത്? സാക്ഷാൽ വൈസ്രോയിക്ക് ഏത് ഡോക്ടർ വേണമെങ്കിലും കിട്ടുമെന്നിരിക്കേ നിന്നെപ്പോലെ ഒരാളെ വിളിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യ ചികിത്സിക്കാൻ അദ്ദേഹത്തിന്റെ വട്ടാണ്. അദ്ദേഹം ഈ സദേൺ മേഖലയിലെ ഗവൺമെന്റ് മാത്രം അധികാരിയല്ല, സൈന്യത്തിന്റെയും തലവനാണ്. അദ്ദേഹം വിചാരിച്ചാൽ ആർമിയിൽ നിന്ന് മെഡിക്കലായ ഡോക്ടേഴ്സിനെ എപ്പോ വേണമെങ്കിലും വിളിച്ചു വരുത്തിക്കൂടെ? ആ സാഹചര്യത്തിൽ അദ്ദേഹം നിന്നെ സഹായത്തിന് വിളിച്ചെന്ന് പറഞ്ഞാൽ ഇടാ അല്പമെങ്കിലും വിശ്വസിക്കാൻ കഴിയുന്ന ഒരു കള്ളം പറയാം. ഇങ്ങനെ നട്ടാക്കുരുക്കുന്ന കള്ളം പറയാതെ ഡെയിലും കെയ്റ്റും എന്ന് വേണ്ട ആ ഹാർമൺ കുടുംബത്തിലെ പലരും ഡസ്റ്റിനെ അങ്ങനെ കളിയാക്കി തുടങ്ങിയപ്പോ ഡസ്റ്റിൻ അവരോട് പറഞ്ഞു, നോക്ക്, നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്റെ വിഷയമല്ല. പാട്രിക് ഇവിടെ വന്നതും ഞാൻ കാരണമാണ്. പാട്രിക്കിന്റെ പിതാവ് പോൾ ഹിൽ എന്റെ ഒരു പേഷ്യന്റ് ആണ്. പോൾ ഹില്ലിനെ എല്ലാവർക്കും അറിയാം. ബെലോർമ മേഖലയിലെ അനിശ്ചിതനായ മാർഷൽ ആർട്ടിസ്റ്റ് ആണ് പോൾ ഹിൽ. അദ്ദേഹം വിചാരിച്ചാൽ ആയിരക്കണക്കിന് ആളുകളെ നിഷ്പ്രയാസം പരാജയപ്പെടുത്താൻ പറ്റും. അദ്ദേഹം ഒരു ഗ്രാൻഡ് മാസ്റ്റർ ആണ്. തോക്ക് ഉപയോഗിച്ചൊന്നും അദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ കഴിയില്ല. മാർഷൽ ആർട്ടിസ്റ്റുകളുടെ രാജാവ് എന്ന് വിളിക്കാൻ കഴിയുന്ന സാക്ഷാൽ ഗ്രാൻഡ് മാസ്റ്ററായ പോൾ ഹില്ലിനെ ചികിത്സിച്ചു എന്നുകൂടി ഡസ്റ്റിൻ പറഞ്ഞപ്പോ ചിരി പിന്നെയും വർദ്ധിച്ചു. ഡസ്റ്റിൻ ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പോക്കറ്റ് കൈയിട്ട് ഒരു കാർഡ് പുറത്തെടുത്തു. ഒരു ബാഡ്ജാണ്, വെള്ളിയിലുള്ള ഒരു ബാഡ്ജാണ്. ആ ബാഡ്ജിൽ വളരെ വ്യക്തമായി കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹിൽ കുടുംബത്തിന്റെ കൺസൾട്ടന്റ് എന്നുള്ള ഒരു പദമാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇത് എനിക്ക് ഹിൽ കുടുംബം നൽകിയതാണ്. ഹിൽ കുടുംബത്തിന്റെ ബാഡ്ജ് ഡസ്റ്റിൻ കാണിച്ചപ്പോ സ്വാഭാവികമായിട്ടും അതുവരെ ചിരിച്ചുകൊണ്ടിരുന്ന ആളുകൾ ആ ചിരി നിർത്തി. ഇപ്പൊ സംഗതി ഗൗരവത്തിലാവുകയാണ്. പാട്രിക് ഹിൽ അവിടെ വന്നത് മുതൽ ഡസ്റ്റിനൊപ്പമാണ് ഇരുന്നെന്നുള്ള കാര്യം നടാഷയും ശ്രദ്ധിച്ചിട്ടുണ്ടോ? കെയ്റ്റിനും അതറിയാം. കെയ്റ്റ് പക്ഷെ അത് സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറല്ല എന്ന് മാത്രം. എല്ലാവരും ഡസ്റ്റിന് അനുകൂലമായി ചിന്തിക്കുന്നു മനസ്സിലായതും ഡെയ്ലൻ ഡസ്റ്റിന്റെ കയ്യിൽ നിന്ന് ആ ബാഡ്ജ് വാങ്ങിച്ചു. ഞാൻ നോക്കട്ടെ. ആ ബാഡ്ജ് അവൻ തിരിച്ചു മറിച്ച് നോക്കിയിട്ട് ഡസ്റ്റിനോട് പറഞ്ഞു, ഹേയ് ഇത് വ്യാജമല്ലേ, ഇത് ഫേക്ക് ആണ്. ഫേക്കോ? അച്ഛാ ഇത് ഫേക്ക് ആണ് എന്ന് പറഞ്ഞിട്ട് ഡെയ്ലൻ അത് പിടിച്ചങ്ങ് ഓടിച്ചു. ആ സിൽവർ ബാഡ്ജ് അയാൾ ഓടിച്ചപ്പോ നടാഷ ശരിക്കും അന്തം വിട്ടു പോവുകയാണ്. ഏയ് ഡെയ്ലൻ, താൻ എന്താ ചെയ്തത്? ഡസ്റ്റിൻ അങ്ങനെ ചോദിക്കുമ്പോ ഡെയ്ലൻ ഡസ്റ്റിനോട് പറഞ്ഞു, മിസ്റ്റർ ഡസ്റ്റിൻ, ഒരു ഫേക്ക് ബാഡ്ജ് കാണിച്ച് നിങ്ങൾ ഞങ്ങളെയൊക്കെ അങ്ങ് സ്വാധീനിക്കാമെന്ന് കരുതിയെങ്കിൽ അത് തെറ്റാണ്. നിന്റെ ഫേക്ക് പരിപാടി ഞങ്ങൾ കണ്ടുപിടിക്കില്ലെന്ന് കരുതിയോ? അങ്ങനെ പറഞ്ഞിട്ട് ഡെയ്ലൻ ആ പൊട്ടിയ ബാഡ്ജുമായി ഡസ്റ്റിന് അടുത്ത് വന്നു. ഡസ്റ്റിന്റെ കയ്യിലേക്ക് ആ ബാഡ്ജ് വെച്ചു കൊടുത്തിട്ട് ഡെയ്ലൻ ശബ്ദം താഴ്ത്തി ഡസ്റ്റിനോട് പറഞ്ഞു, നിന്റെ ഈ ബാഡ്ജ് ഒറിജിനൽ ആണെന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ ഇത് വ്യാജമാണെന്ന് പറഞ്ഞാൽ സംഭവം വ്യാജമാണ്. അങ്ങനെ ഡെയ്ലൻ പറഞ്ഞപ്പോ ഡസ്റ്റിൻ ഡെയ്ലിന്റെ മുതുകിൽ പതുക്കെ ഒന്ന് കൈവച്ചു. ഡസ്റ്റിൻ ഡെയ്ലിന്റെ പുറത്ത് പതുക്കെ തട്ടിക്കൊണ്ട് ഡെയ്ലിനോടായി പറഞ്ഞു, ഓക്കെ ഓക്കെ ഓക്കെ, എനിക്ക് കാര്യം മനസ്സിലായി. അങ്ങനെ ചിരിച്ചുകൊണ്ട് ഡസ്റ്റിൻ പറഞ്ഞതും ഡെയ്ലൻ ഡസ്റ്റിന്റെ അടുത്തോട്ട് മാറിയിട്ട് കെയ്റ്റിന് നോക്കി ഒരേ ചിരി. കെയ്റ്റ്, നീ ഇത് കണ്ടല്ലോ, അവന്റെ കള്ളി പൊളിഞ്ഞപ്പോ അവന്റെ മുഖത്തുണ്ടായി ചിരി കണ്ടില്ലേ? എനിക്ക് സത്യത്തിൽ ഇത് കാണുമ്പോ ചിരിക്കാതിരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവന് ഒരേ ചിരി. ഈ ഡസ്റ്റിൻ നമ്മളെ മുഴുവൻ അങ്ങ് കുപ്പിയിലാക്കി കളയാന്ന് കരുതി. അവൻ വൈസ്രോയുടെ അടുത്ത ആളാണ് പോലും, അവൻ ഹിൽ കുടുംബത്തിന് അടുത്ത ആളാണ് പോലും. ഒരു കള്ള ബാഡ്ജുമായി വന്ന് എന്തായി ചെയ്തത്? അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ ചിരി തുടങ്ങിയാണ്. ചിരിച്ചിരിച്ച് പെട്ടെന്ന് അവൻ താഴേക്ക് വീണു. ഡെയ്ലന്റെ ആ ചിരിയിൽ കെയ്റ്റും കൂടെ ഉള്ളവരൊക്കെ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഡെയ്ലൻ താഴോട്ട് വീണപ്പോ കെയ്റ്റ് ഒന്ന് ഞെട്ടി. കെയ്റ്റ് മാത്രമല്ല, ജേക്കബും ഒന്ന് ഞെട്ടിയിട്ടുണ്ട്. കാരണം താഴേക്ക് വീണ ഡെയ്ലൻ എണീക്കാത്തതാണ്. ജേക്കബ് ഓടി ഡെയ്ലിന്റെ അടുത്തെത്തി. അയാൾ ഡെയ്ലിൽ നിന്ന് പിടിച്ചെണീക്കാൻ നോക്കിയപ്പോ അയാൾ എണീക്കാൻ പറ്റുന്നില്ല. അയാൾ ആകെ കുഴഞ്ഞു കിടക്കുകയാണ്. കുഴഞ്ഞു കിടക്കുന്നു മാത്രമല്ല, പെട്ടെന്ന് അയാളുടെ വായിന്ന് ചോര പുറത്തേക്ക് വരികയാണ്. അയാൾ ഛർദ്ദിച്ചു പോവുകയാണ്. ഡെയ്ലൻ ചോര ഛർദ്ദിക്കുന്ന കണ്ടതും ജേക്കബ് ഡസ്റ്റിന് നേരെ ക്രൂരമായി നോക്കിക്കൊണ്ട് ഡസ്റ്റിനോട് ചോദിച്ചു, ഏയ് ഡസ്റ്റിൻ, നീ എന്താ ചെയ്തേ? ഞാനെന്ത് ചെയ്യാന്? നീ എന്റെ ഏയ് നിങ്ങളുടെ മകൻ ഞാനൊന്നും ചെയ്തില്ല. നേരത്തെ ഡെയ്ലൻ ആ ടൈലറുമായി ഒന്ന് ഏറ്റുമുട്ടിയില്ലേ? എനിക്ക് തോന്നുന്നു ഇപ്പോ ആ ഏറ്റുമുട്ടലിന്റെ ഫലം പുറത്തു വന്നതാകും. ഡസ്റ്റിന് അത് പറഞ്ഞപ്പോ ട്രെന്റും ഓടി ഡെയ്ലിന്റെ അടുത്തെത്തി. ഡെയ്ലൻ ഹാർമൺ കുടുംബത്തിന്റെ പ്രതീക്ഷയായിട്ടുള്ള കേണലാണ്, ഒരു ഹൈ റാങ്ക് കമാൻഡറാണ്. അടുത്ത പ്രൊമോഷൻ അയാൾ ഡെപ്യൂട്ടി ജനറൽ ആയിട്ടാണ്. അത് കഴിഞ്ഞാൽ മേജർ ജനറലാണ്. ശരിക്കും പ്രതീക്ഷയുള്ള ഒരു സൈനിക ഉദ്യോഗസ്ഥനാണ് ഡെയ്ലൻ ഹാർമൺ. ഡെയ്ലൻ ഹാർമൺ അതുകൊണ്ട് തന്നെ ഒന്നും സംഭവിക്കാതിരിക്കുക എന്നുള്ളത് ഹാർമൺ കുടുംബത്തിന്റെ ആവശ്യമാണ്. അത് മനസ്സിലാക്കിയ ഹെക്ടർ ഉറക്കെ ജേക്കബിനോട് പറഞ്ഞു, ഏയ് ജേക്കബ്, തർക്കിച്ചു നിൽക്കാതെ വേഗം ഡെയ്ലൻ ഹോസ്പിറ്റലിൽ എത്തിക്ക്. കേൾക്കേണ്ട താമസം ജേക്കബും ട്രെന്റും കെയ്റ്റും മറ്റ് അഞ്ചന്മാരും കൂടി ഡെയ്ലിനുമായി പുറത്തേക്ക് നീങ്ങി. ഡെയ്ലിനെയും കൊണ്ട് അവരങ്ങനെ പോകുമ്പോ നടാഷ ഡസ്റ്റിന്റെ അടുത്തേക്ക് ചേർന്ന് നിന്ന് ശബ്ദം താഴ്ത്തി ഡസ്റ്റിനോട് ചോദിച്ചു, ഡസ്റ്റിൻ, എന്താ സംഭവിച്ചേ? എന്ത് സംഭവിക്കാൻ? ഡെയ്ലൻ നേരത്തെ ടൈലറുമായിട്ട് ഏറ്റുമുട്ടിന്റെ ഒരു ഫലം ഉണ്ടായിരുന്നു. ഡസ്റ്റിൻ, എന്നോട് കളി വേണ്ട, എന്താ ചെയ്തേ? നടാഷ വീണ്ടും ശബ്ദം താഴ്ത്തി അങ്ങനെ ചോദിച്ചതും ഡസ്റ്റിൻ നടാഷയോട് പറഞ്ഞു, നടാഷ, ഞാൻ അവന്റെ പുറത്തൊന്ന് തൊട്ടപ്പോ കുറച്ച് പവറോട് കൊടുത്തിട്ടുണ്ട്. എന്റെ കുറച്ച് പവർ
അവന്റെ ശരീരത്തിൽ കയറിയപ്പോ അവന്റെ ശരീരത്തിൽ നേരത്തെ ടൈലർ ഏൽപ്പിച്ച ആ മുറിവ് ഒന്ന് കടുത്തു. അതാണ് സംഭവിച്ചത്. അതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടാവോ? പെട്ടെന്ന് നടാഷ ചോദിച്ചു. കുഴപ്പമുണ്ടാവും എന്ന് ചോദിച്ചാൽ അവൻ ചത്തുപോകുന്നില്ല. എന്നാ കുഴപ്പമില്ല. അവളുടെ കസിൻ കൂടിയായ ഡെയ്ലിൻ തട്ടിപ്പോകുന്നതിൽ അവർക്ക് വിഷമമുണ്ട്. തട്ടിപ്പോകില്ല എന്ന് കേട്ടപ്പോ നടാഷയ്ക്ക് ആശ്വാസമായി. പിന്നെ നടാഷ അവൾ കുറെ നാള് ആശുപത്രിയും വീടുമായിട്ടൊക്കെ കിടക്കേണ്ടി വരും. അതെന്തായാലും നന്നായി. ഡെയ്ലിന് ഒരു പണി കൊടുക്കണമെന്ന് നടാഷയ്ക്ക് ആഗ്രഹം തോന്നിയത് രാവിലെ ആ വൈനിൽ വിഷം കലർത്തിയെന്ന് അറിഞ്ഞ നിമിഷം മുതലാണ്. വിഷമാണോ മറ്റെന്തെങ്കിലും വസ്തുവാണോ കലർത്തിയെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. പക്ഷെ കലർത്തി എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. നടാഷയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഇപ്പൊ എന്താണെന്ന് ചോദിച്ചാൽ അത് സാക്ഷാൽ ഡസൻ റൈസ് ആണ്. ഡസൻ റൈസിനെ ടാർഗറ്റ് ചെയ്യുന്നത് ആരാണെങ്കിലും അവർക്കെതിരെ നടാഷ അതിശക്തമായി പ്രതികരിക്കും. നടാഷയും ഡസ്റ്റിനും കൂടി അങ്ങനെ സംസാരിക്കുന്നതും ഹെക്ടർ അടുത്തേക്ക് വന്നു. നിങ്ങൾ എന്താ പറയുന്നത്? ഇല്ല അച്ഛാ, ഒന്നുമില്ല. ഡസ്റ്റിൻ, താങ്ക് യു. അച്ഛാ, ഡസ്റ്റിന് വെറും താങ്ക്സ് മാത്രമേ ഉള്ളൂ. പിന്നെ നടാഷ, നിന്നെ ഞങ്ങൾക്ക് എല്ലാം കഴിച്ചു കൊടുക്കാനോ? അച്ഛാ, അത് ചെയ്യണം അച്ഛാ. പെട്ടെന്ന് തന്നെ നടാഷയുടെ മറുപടി ഉണ്ടാവുകയാണ്. അങ്ങനെയാണെങ്കിൽ ഓക്കെ നടാഷ, നിന്നെ ഞാൻ ഡസ്റ്റിന് വിവാഹം കഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. അച്ഛാ സീരിയസ് ആയിട്ടാണോ പറയുന്നത്? എടി ബണ്ടി പെണ്ണേ, ഇതൊക്കെ പെട്ടെന്ന് തീരുമാനിക്കാൻ കഴിയുന്ന കാര്യമാണോ? ഹെക്ടർ അങ്ങനെ ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോ നടാഷയും ഡസ്റ്റിനും ഒരുപോലെ ചിരിക്കുകയാണ്. നടാഷയുടെ മുഖത്ത് ടൈലറുമായിട്ടുള്ള വിവാഹം അലസിപ്പോയതിൽ ശരിക്കും സന്തോഷമുണ്ട്. നടാഷയുടെ ആ സന്തോഷം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഹെക്ടർ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, നീ ഇനി ശ്രദ്ധിക്കണം. നിനക്ക് ഞാൻ ഹാർമൺ കുടുംബത്തിന്റെ ഷാഡോ നമ്പർ 1 അലോട്ട് ചെയ്യുകയാണ്. സർ, ഷാഡോ നമ്പർ 1? അതെന്തിനാ? അതെന്റെ പേഴ്സണൽ ഗാർഡുകളാണ്. അവർ നിന്നെ ഒന്ന് നോക്കിക്കോളും. മിസ്റ്റർ ഹാർമൺ, അതിനൊന്നും ആവശ്യമില്ല. ഡസ്റ്റിൻ, അതങ്ങനെയല്ല. നീ ശക്തനാണെന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷേ ഒരു അസാസിൻ അറ്റംപ്റ്റ് ഉണ്ടായാൽ നീ ചിലപ്പോൾ അറിയില്ല. പതിയിരുന്ന് ആക്രമിക്കാനായിട്ട് ആരെങ്കിലും തുരിഞ്ഞാൽ ഡസ്റ്റിൻ അത് അറിയാതെ പോകാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഹെക്ടർ അവരുടെ ഷാഡോ ടീമിലെ ടീം നമ്പർ 1 ഡസ്റ്റിന് വേണ്ടി അലോട്ട് ചെയ്തത്. ഷാഡോ ഗാർഡുകൾ 6 ഗ്രൂപ്പുകളാണ്. അതില് 1ാം ഗ്രൂപ്പിനെ സാധാരണഗതിയിൽ ഹാർമൺ കുടുംബത്തിന്റെ തലവന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുക. എന്ന് പറഞ്ഞാൽ ഹെക്ടറുടെ സുരക്ഷയ്ക്ക് വേണ്ടി. ആ സുരക്ഷ വേണ്ടാന്ന് വെച്ചിട്ടാണ് ഹെക്ടർ ആ ഗാർഡുകളെ ഇപ്പോ ഡസ്റ്റിന് വിട്ടുകൊടുക്കുന്നത്. ഡസ്റ്റിന്റെ ജീവൻ അത്രത്തോളം പ്രാധാന്യമുള്ള ഒന്നാണെന്ന് ഒരു തിരിച്ചറിവ് ഇപ്പൊ ഹെക്ടർക്ക് ഉണ്ടായിരിക്കുകയാണ്. ഡസ്റ്റിൻ നിലനിൽക്കേണ്ടത് ഹെക്ടറിനും കൂടി നിലനിൽപ്പിന്റെ ഭാഗമാണെന്ന് ഒരു ധാരണ ഹെക്ടർക്ക് ഉണ്ടെന്ന് അർത്ഥം. ഹെക്ടർ അങ്ങനെ പറഞ്ഞതും നടാഷയും ഡസ്റ്റിനോട് പറഞ്ഞു, അതെ ഡസ്റ്റിൻ, ആരെങ്കിലും കൂടെ ഉള്ളത് നല്ലതാണ്. നടാഷ അങ്ങനെ പറഞ്ഞപ്പോ ഡസ്റ്റിനും അതാണ് ആലോചിച്ചത്. ഒരു അസാസിൻ അറ്റംപ്റ്റ് ഡസ്റ്റിന് നേരെ ഉണ്ടാകാനുള്ള സാധ്യത ഡസ്റ്റിൻ മുന്നിൽ കാണുകയാണ്. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ആരെങ്കിലുമൊക്കെ നിരീക്ഷണത്തിനായി ഉണ്ടാകണം. ഈ ഷാഡോ ഗാർഡുകൾ യഥാർത്ഥത്തിൽ ഇരുട്ടിന്റെ ഭാഗമാണ്. അവർ തന്റെ ചുറ്റുമുള്ളത് ആരും അറിയില്ല. അക്കാര്യം ഡസ്റ്റിന് അറിയാം. അത് മനസ്സിലാക്കിയ ഡസ്റ്റിൻ ഹെക്ടറുടെ ഓഫർ സ്വീകരിച്ചു. ഹാർമൺ കുടുംബത്തിൽ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ ഗ്രാൻഡ് കുടുംബത്തിൽ ടൈലർ ഗ്രാൻറ്റും റോജർ ജോർജ് ഒനീനും തമ്മിൽ സംസാരിക്കുകയാണ്. റോജർ, ആ ജോർജ് കയറി വന്നില്ലായിരുന്നെങ്കിൽ സംഭവം നമ്മൾ വിചാരിച്ച പോലെ നടന്നനെ. അതെ ടൈലർ, ഞാൻ എല്ലാ കാര്യങ്ങളും കൃത്യമായി പ്ലാൻ ചെയ്തിരുന്നതാണ്. പക്ഷേ എന്റെ ഹയർ അതോറിറ്റിയാണ് വൈസ്രോയി. അദ്ദേഹം സ്ഥലത്തുള്ളപ്പോ എനിക്ക് എതിർത്തൊന്നും ചെയ്യാൻ പറ്റില്ല. ടൈലർക്ക് മാത്രം അറിയാം. ടൈലർക്ക് വേണ്ടി ഏത് അറ്റം വരെ പോകാനും ടൈലറുടെ മേലധികാരി കൂടിയായ റോജർ ജോർജ് ഒനിയൻ തയ്യാറാകുമെന്നുള്ള കാര്യം ടൈലർക്ക് അറിയാം. അത് തമ്മിൽ അങ്ങനെ ഒരു അടുപ്പമുണ്ട്. പക്ഷേ അവർക്ക് രണ്ടുപേർക്ക് മുകളിലുള്ള സാക്ഷാൽ വൈസ്രോയി അവിടെ കയറി വരുമെന്ന് അവരാരും കരുതിയതല്ല. അല്ല ടൈലർ, ഈ ഹാർമൺ കുടുംബം എങ്ങനെയാണ് ഈ വൈസ്രോയുമായിട്ട് ടൈപ്പ് ഉണ്ടാക്കിയത്? റോജർ, അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. എന്റെ അറിവിൽ അങ്ങനെ ഒരു ബന്ധം ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഒന്നും അവർക്കില്ല. പക്ഷെ എന്തോ അവരൊരു ബന്ധം ഉണ്ടാക്കിയിട്ടുണ്ട്. ടൈലർ, ആ ഡസ്റ്റിനെ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അവനെ ഒരു പാഠം പഠിപ്പിക്കണം. അവനങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ല. അവനെ ഒന്ന് ശരിയാക്കി എടുക്കണം. പക്ഷേ എനിക്ക് നിങ്ങളുടെ ഒരു സഹായം വേണം. ടൈലർ പറഞ്ഞു, എന്ത് സഹായം വേണ്ടത്? റോജർ, വൈസ്രോയിയുടെ നീക്കങ്ങൾ കൃത്യമായി നിരീക്ഷിക്കണം. വൈസ്രോയി ഇടപെടാതെ നമുക്ക് ഹാർമൺ കുടുംബത്തിനെ അവസാനിപ്പിക്കണം. വൈസ്രോയി ഇടപെട്ടാൽ സംഭവം ശരിയാകില്ല. വൈസ്രോയി ജോർജ് സിനോസ് ഇല്ലാത്ത സമയം നോക്കി അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ ഹാർമൺ കുടുംബത്തിനെതിരെ ഒരു പരിപാടി പ്ലാൻ ചെയ്യണം. അതാണ് ടൈലറുടെ മനസ്സിലുള്ളത്. അത് കേട്ടതും റോജർ ടൈലറോട് പറഞ്ഞു, അത്രയേ ഉള്ളൂ, അത് ഞാൻ ഏറ്റു. വൈസ്രോയിക്ക് എതിരായിട്ട് ഒരു സൈനിക നടപടി നടത്താൻ എന്തായാലും ആ സദൻ മേഖലയിലെ മുഴുവൻ സൈന്യത്തിനെയും കമാൻഡന്റായ അദ്ദേഹത്തിന് പറ്റില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ വൈസ്രോയി എന്ത് ചെയ്യുന്നു നിരീക്ഷിക്കാൻ റോജർക്ക് എളുപ്പം പറ്റും. റോജർ ഒനിയൻ അക്കാര്യം തീർത്തു പറഞ്ഞിട്ട് ടൈലറോട് യാത്ര പറഞ്ഞു പിരിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഡസ്റ്റിൻ കാർഡറൽ ഗ്രൂപ്പിലെ അദ്ദേഹത്തിന്റെ മുറിയിൽ ഇരിക്കുകയാണ്. ചീഫ് സെക്യൂരിറ്റി ഓഫീസറുടെ മുറിയിലാണ് ഡസ്റ്റിൻ ഇരിക്കുന്നത്. ആ മുറിയിലേക്ക് അപ്പോഴാണ് ഹാങ് ഹോഫ്മാൻ കടന്നു വരുന്നത്. കാർഡറൽ ഗ്രൂപ്പിന്റെ വൈസ് ചെയർമാനാണ് ഹാങ് ഹോഫ്മാൻ. അയാൾ ഒരു ആവശ്യമായിട്ടാണ് വന്നിരിക്കുന്നത്. വന്ന ഉടൻ തന്നെ അയാൾ ചില സമ്മാനങ്ങളൊക്കെ ഡസ്റ്റിൻ ഓഫർ ചെയ്തു. ആ സമ്മാനങ്ങളൊക്കെ നിരസിച്ചിട്ട് ഡസ്റ്റിൻ
ഹാങ്ക് ഹോഫ്മാനോട് ചോദിച്ചു, നിങ്ങൾ ഈ സമ്മാനങ്ങളൊക്കെ എനിക്ക് എന്തിനാ ഓഫർ ചെയ്യുന്നത്? ഡസ്റ്റിൻ, എനിക്കറിയാം നിങ്ങൾ ഡാലിയുമായി അടുപ്പത്തിലാണ്, ഡാലിയെ പ്രൊട്ടക്ട് ചെയ്യുന്നത് നിങ്ങളാണെന്നും അറിയാം. നിങ്ങൾ ഫ്ലെയിം ഡ്രാഗൺ ഗ്രൂപ്പിന്റെ തലവനാണ്, നിങ്ങളുടെ തണലിലാണ് യഥാർത്ഥത്തിൽ ഡാലിയ ഇവിടെ ഇപ്പോൾ ചെയർപേഴ്സൺ ആയിരിക്കുന്നത്. ഫ്ലെയിം ഡ്രാഗൺ ഗ്രൂപ്പിന്റെ ലീഡറായ ഡസ്റ്റിൻ റൈസിന്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഡാലിയ നിക്കോൾസൺ കാർഡൽ ഗ്രൂപ്പിന്റെ ആ പ്രസിഡന്റ് കസേരയിൽ കയറി ഇരിക്കുന്നു എന്നുള്ള കാര്യം ഇപ്പോ ഹാങ്ക് ഹോഫ്മാൻ അറിയാം. ഹാങ്ക് ഹോഫ്മാൻ ഫ്ലെയിം ഡ്രാഗൺ ഗ്രൂപ്പിനെ ഉപയോഗിച്ചുകൊണ്ടും അതുപോലെ ബ്രൂസ് കോർപ്പറേഷൻ ഉപയോഗിച്ചുകൊണ്ടും ഡാലിയെ ഒന്ന് പിടിക്കാൻ നോക്കിയതാണ്. അവിടെ രണ്ടിടത്തും ഡാലിയ വിജയിക്കാനുള്ള പ്രധാന കാരണം ഫ്ലെയിം ഡ്രാഗൺ ഗ്രൂപ്പിന്റെ ലീഡറായ ഡസ്റ്റിൻ റൈസ് ആണ്. അത് ഏകദേശം ഇപ്പോ ഹാങ്ക് ഹോഫ്മാൻ അറിയാം. അതുകൊണ്ടാണ് ഹാങ്ക് ഡസ്റ്റിനോട് ഒരു അഭ്യർത്ഥന നടത്തുന്നത്. ഡാലിയെ ഔട്ടാക്കാൻ ഡസ്റ്റിൻ കൂടെ നിന്നാൽ ഹാങ്ക് ഹോഫ്മാൻ കാർഡൽ ഗ്രൂപ്പിന്റെ പ്രസിഡന്റായി മാറുമ്പോൾ വൈസ് പ്രസിഡന്റായിട്ട് അല്ലെങ്കിൽ വൈസ് ചെയർമാനായിട്ട് ഡസ്റ്റിനെ നിയമിക്കാം. വളരെ വലിയൊരു ഓഫറാണ് ഹാങ്ക് ഹോഫ്മാൻ ഡസ്റ്റിന് മുന്നിൽ വെച്ചത്. ഓഫർ കേട്ട് കഴിഞ്ഞ ഡസ്റ്റിൻ ഹാങ്കിനോട് പറഞ്ഞു, മിസ്റ്റർ ഹാങ്ക്, നിങ്ങളിപ്പോ ഈ കോർപ്പറേഷന്റെ വൈസ് ചെയർമാൻ സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ്. നിങ്ങൾക്ക് ആ സ്ഥാനം നഷ്ടമാകാതിരിക്കാൻ നിങ്ങൾ ഇത്തരം ആക്ടിവിറ്റീസിൽ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്. മേലാൽ ഇത്തരം ആവശ്യങ്ങളുമായി എന്റെ അടുത്ത് വരരുത്. ഹാങ്കിനെ ഡസ്റ്റിൻ ഒരു പരുവത്തിൽ അവിടുന്ന് പറഞ്ഞു വിടുകയായിരുന്നു. ആ സമയത്താണ് ഡസ്റ്റിന്റെ ഫോണിൽ ഒരു കോൾ വരുന്നത്. വിളിച്ചത് ജൂലിയാണ്. ജൂലി അംബേഴ്സൺ ഡാലി നിക്കോൾസിന്റെ പ്രൈവറ്റ് സെക്രട്ടറി കൂടിയാണ്. ജൂലി ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ ഞങ്ങളുടെ ഒരു അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്, എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണം. അങ്ങനെ പറഞ്ഞിട്ട് ജൂലി ഒരു ലൊക്കേഷൻ ഡസ്റ്റിന് സെൻഡ് ചെയ്തു. ഡാലി നിക്കോൾസിന്റെ കാറും വേറൊരു കാറും തമ്മിൽ ഒരു റോഡിൽ കൂട്ടിയിടിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഡാലിയുടെ കാറിലേക്ക് മറ്റേ കാർ ഇടിച്ചു കയറുകയായിരുന്നു. അത് യു-ടേൺ എടുത്തതാണ്. വളയാൻ പാടില്ലാത്ത സ്ഥലത്ത് ആ കാർ കയറി വളഞ്ഞു എന്നർത്ഥം. ഡാലിയും ജൂലിയും കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മറ്റേ കാറിൽ നിന്നും കുറച്ചാളുകൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. പുറത്തിറങ്ങിയ ആളുകളുടെ കൂട്ടത്തിൽ ചുവന്ന തലമുടിയുള്ള ഒരു ലേഡിയുണ്ട്. വേറെയും ചില പെണ്ണുങ്ങൾ അതിനകത്തുണ്ട്, ചെറുപ്പക്കാരുമുണ്ട്. എല്ലാം ഏതാണ്ട് ഫിറ്റ് ആണെന്ന് പറയാം. ആ ടീം പുറത്തിറങ്ങിയ ആ നിമിഷം മുതൽ ഡാലിയോടും ജൂലിയോടും തട്ടിക്കേറുകയാണ്. ആ ചുവന്ന തലമുടിക്കാരി ജൂലിയോട് തട്ടിക്കേറിയതും ജൂലി ദേഷ്യപ്പെട്ട് ആ ചുവന്ന തലമുടിക്കാരിയോട് പറഞ്ഞു, ഏയ്, നിങ്ങൾ അധികം സംസാരിക്കണ്ട, നിങ്ങൾ യു-ടേൺ എടുത്തുകൊണ്ടാണ് ഈ വാഹന അപകടം ഉണ്ടായത്, ഞങ്ങളുടെ വാഹനത്തെ നഷ്ടമുണ്ടായത്. ഏയ്, നീ ആരോട് സംസാരിക്കുന്നത് അറിയാവോ? അങ്ങനെ പറഞ്ഞിട്ട് ആ സ്ത്രീ ഒന്നും നോക്കാതെ ഒരൊറ്റ അടി. അപ്രതീക്ഷിതമായി ജൂലിയുടെ കവിളിൽ അടി വീണപ്പോ ജൂലി ഒന്ന് അമ്പരന്നു. ഏയ്, നിങ്ങൾ എന്താ ചെയ്തേ? അടി കിട്ടിയിട്ട് നിനക്ക് മനസ്സിലായില്ലേ ഞാൻ എന്താ ചെയ്തതെന്ന്? അങ്ങനെ പറഞ്ഞിട്ട് ആ സ്ത്രീ വീണ്ടും അടിക്കുകയാണ്. രണ്ടാമതും അടി കിട്ടിയപ്പോ ജൂലിക്ക് കഥ മനസ്സിലായി, ഇപ്പൊ അവക്ക് അടി കിട്ടുകയാണ്. ജൂലി ദേഷ്യപ്പെട്ട ആ സ്ത്രീയോട് പറഞ്ഞു, ഏയ്, ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കും. ജൂലി അത് പറഞ്ഞതും ആ സ്ത്രീ ഒരേ ചിരി. അവിടെ മാത്രമല്ല, അവളുടെ കൂടെയുള്ള ആളുകളൊക്കെ ചിരിക്കുകയാണ്. ഏയ്, ഞാനാണ് ഇവിടുത്തെ പോലീസ്, ഞാനാണ് ഇവിടുത്തെ നിയമം, ഞാൻ തീരുമാനിക്കുന്നത് നടക്കത്തുള്ളൂ, അപ്പോഴാണ് നീ പോലീസിനെ വിളിക്കുന്നത്? അവൾ അങ്ങനെ പറഞ്ഞതും ഡാലിയ കയറിയേറ്റു. ഏയ്, നിങ്ങളെന്താ നിയമത്തിന് അധീതയാണെന്നാണോ കരുതുന്നത്? ഡാലിയ നിക്കോൾസിനെ അപ്പോഴാണ് ആ സ്ത്രീയും ശ്രദ്ധിക്കുന്നത്. ഡാലിയ നിക്കോൾസിനെ നോക്കിയിട്ട് അവൾ പറഞ്ഞു, നീ സുന്ദരിയാണല്ലോ, ഡാ ഒരു കത്തിങ് എടുത്തേ. കേൾക്കേണ്ട താമസം അവിടെ കൂട്ടത്തിലുള്ള ഒരുത്തൻ നേരെ കാറിനടുത്തേക്ക് ഓടി. ആ കാറിനകത്ത് നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പേന കത്തിയുമായിട്ട് അവൻ ഓടി വന്നു. ആ കത്തി കയ്യിലെടുത്ത ആ ലേഡി ഡാലിയെ ഒന്ന് നോക്കിയിട്ട് ഡാലിയോട് പറഞ്ഞു, നിന്റെ ഈ മുഖത്ത് 4-5 വര വീണാൽ നിന്റെ സൗന്ദര്യം അങ്ങ് പോകും. ഇത്രയും സൗന്ദര്യമൊന്നും പെണ്ണുങ്ങൾക്ക് പാടില്ല. ആ ചുവന്ന തലമുടിയേക്കാൾ ഒരുപാട് മുകളിൽ നിൽക്കുന്ന വ്യക്തിയാണ് ഡാലിയ നിക്കോൾസൺ എന്ന് ഒറ്റ നോട്ടത്തിൽ വ്യക്തമാണ്. സൗന്ദര്യത്തിലും ഗെറ്റപ്പിലും ഡാലിയെ കവച്ചു വെക്കാൻ ആർക്ക് പറ്റത്തില്ല. ഡാലിയ സ്വാഭാവികമായിട്ടും ആരുടെ ശ്രദ്ധയപ്പെടുന്ന ആളാണ്. ഡാലിയുടെ സൗന്ദര്യം അവളെ ലേശം അസൂയപ്പെടുത്തിയത് കൊണ്ടാണ് ഡാലിയെ മുറിപ്പെടുത്താമെന്ന് അവൾ വിചാരിച്ചത്. ഡാലിയ അവളോട് പറഞ്ഞു, ഏയ്, നിങ്ങൾ നിയമം കയ്യിലെടുക്കരുത്. അത് കേട്ടതും ജൂലി പറഞ്ഞു, ഇവരാരെന്നറിയാവോ? ഇവര് ഡാലിയ നിക്കോൾസൺ ആണ്, കാർഡൽ ഗ്രൂപ്പിന്റെ CEO ആണ്, പ്രസിഡന്റാണ്, ചെയർമാനാണ്. എന്താണ് പറയേണ്ടതെന്നറിയാതെ ജൂലി പല കാര്യങ്ങളും പറയുകയാണ്. ഡാലിയെ കുറിച്ച് ജൂലി അത് പറഞ്ഞപ്പോ അവരൊന്ന് ചിരിച്ചു. കാർഡൽ ഗ്രൂപ്പോ? അതെന്ത് ഗ്രൂപ്പ്? ആ സ്ത്രീ കാർഡൽ ഗ്രൂപ്പിനെ ഏതാണ്ട് ചെറുതാക്കി പറഞ്ഞപ്പോ ജൂലി പിന്നെയും ആ ചുവന്ന തലമുടിക്കാരിയോട് പറഞ്ഞു, ഏയ്, നിങ്ങൾ അധികം വിളയരുതേ. ജൂലി അങ്ങനെ പറഞ്ഞതും ആ സ്ത്രീ ജൂലിയെ മൈൻഡ് ചെയ്യാതെ ഡാലിയുടെ നേരെ വന്നു. ഡാലിയെ ആ കത്തി ഉപയോഗിച്ച് അപകടപ്പെടുത്താനുള്ള ഒരു ശ്രമത്തിലേക്കാണ് അവർ കടക്കുന്നത്. ജൂലിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. ഡാലിയെ ഒന്ന് നോക്കിയിട്ട് ആ ചുവന്ന തലമുടിക്കാരി അവരുടെ കൂടെയുള്ള പയ്യന്മാരോട് പറഞ്ഞു, ഇവിടെ ആ കാറിലേക്ക് പിടിച്ചു കിടത്ത്. കേൾക്കേണ്ട താമസം അവർ ഓടി വന്ന് ഡാലിയുടെ 2 കയ്യിൽ പിടിച്ചു. ആ കയ്യിൽ പിടിച്ചിട്ട് ഡാലിയെ കാറിന്റെ ബോണറ്റിന് മുകളിലേക്ക് കൊണ്ടുവന്നു.
ആ ബോണറ്റിലേക്ക് ഡാലിയെ വലിച്ചു നിർത്തുകയാണ്. ആ ചുവന്ന തലമുടിക്കാരി ഒരു ധൃതിയും കാണിക്കാതെ വളരെ കൂളായിട്ട് നടന്ന് ആ ബോണറ്റിന് അടുത്ത് വന്നു. കത്തി കൊണ്ട് അവളിങ്ങനെ ആക്ഷനെ കാണിച്ചിട്ട് ഡാലിയോട് പറഞ്ഞു, ഹേയ് സുന്ദരി, നീ നിന്റെ ജീവിതത്തിലെ ഏറ്റവും മോശമായ ഒരു ദിവസത്തിലാണ് എത്തിയിരിക്കുന്നത്. ഇനി നിന്റെ ഈ മുഖം ഒരു ഓർമ്മ മാത്രമാകും. അങ്ങനെ പറഞ്ഞിട്ട് ആ ചുവന്ന തലമുടിക്കാരി കത്തി ഡാലിയുടെ മുഖത്തിന് നേരെ ഇങ്ങനെ ഉയർത്തിയ ആ നിമിഷത്തിൽ പെട്ടെന്ന് അവരുടെ കയ്യിൽ പിടിക്കുകയാണ്. അവരുടെ കയ്യിൽ എന്തോ ഒന്ന് തറച്ച കോളുണ്ട്. അമ്പരപ്പോടെ അവരെ കയ്യിൽ പിടിക്കുമ്പോഴേക്കും അവരുടെ കയ്യിൽ നിന്ന് കത്തി താഴെ വീണ് കഴിയും. നമുക്ക് പക്ഷേ ഇപ്പൊ ആ കാഴ്ച കാണാം. ആ സമയത്ത് അവിടെ വന്നു നിന്ന് കാറ് നിർത്തി ഡസൻ റൈസ് ഇറങ്ങി വരുന്നത്. ഡസൻ ഇറങ്ങി വരുന്നതിനിടയിൽ തന്നെ ഒരു സിൽവർ നീഡിൽ കൃത്യമായിട്ടും ആ ചുവന്ന തലമുടിക്കാരിയുടെ കൈക്ക് നേരെ പായിച്ചു കഴിഞ്ഞിരുന്നു. പെട്ടെന്ന് ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് തറയിൽ കത്തി വീണതും ഞെട്ടിത്തിരിഞ്ഞ് ജൂലി നോക്കുമ്പോൾ ഡസൻ നടന്നു വരുന്നത് കണ്ടു. ഡസനെ ഡാലിയും കണ്ടു. ഡസൻ നടന്ന് ഡാലിയുടെ അടുത്തെത്തുമ്പോഴും ഡാലിയെ ആ ബോണറ്റിലേക്ക് രണ്ടുപേർ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. അത് കണ്ടുകൊണ്ടാണ് ഡസൻ വരുന്നത്. അടുത്തെത്തിയ ഡസൻ രണ്ട് കൈയും രണ്ട് വശത്തേക്ക് നീക്കുന്നതും ഡാലിയെ പിടിച്ചിരുന്ന ആ രണ്ട് ചെറുപ്പക്കാരും ദൂരേക്ക് തെറിച്ചു വീഴുകയാണ്. പുറം കൈ കൊണ്ട് ഡസൻ രണ്ടുപേരും അടിച്ചതാണ്. പെട്ടെന്നുള്ള ഡസന്റെ ആ ഇടപെടൽ ആ ചുവന്ന തലമുടിക്കാരിയെ ശരിക്കും ഒന്ന് ദേഷ്യം പിടിപ്പിച്ചു. അവൾ ഒരു അടിപൊളി മാർഷൽ ആർട്ടിസ്റ്റ് ആണെന്ന് അടുത്ത നിമിഷമാണ് പ്രൂവ് ചെയ്യപ്പെടുന്നത്. അവൾ ശരിക്കും ഇന്റേണൽ എനർജി വലിച്ചെടുത്തിട്ട് അവൾ കൈ ഉയർത്തി ഡസനെ ആഞ്ഞൊരൊറ്റ ഇടി. ഡസന് നേരെയുള്ള അവരുടെ ആഞ്ഞുള്ള ആ ഇടി ഡസന്റെ പുറത്ത് പതിക്കുന്നതിന് മുന്നേ തന്നെ ഡസന്റെ കൈ അവരുടെ കവിളിൽ പതിഞ്ഞു. ശരിക്കും ആ സ്ത്രീ ഡസനെ അടിയേറ്റൊന്ന് കറങ്ങി. അടിയേറ്റ് കറങ്ങിപ്പോയ ആ സ്ത്രീ ശരിക്കും അമ്പരപ്പോടെ ഡസനെ ഒന്ന് നോക്കി. അവർക്ക് ഇപ്പൊ ഒരു കാര്യം വ്യക്തമാണ്, അവളെക്കാൾ വേഗത അവളെ അടിച്ച ഡസനുണ്ട്. അവളൊരു മാർഷൽ ആർട്ടിസ്റ്റ് ആണ്. മാർഷൽ ആർട്ടിസ്റ്റ് എന്ന നിലയിൽ അവൾക്ക് ഡസനെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് തോന്നിയ ആ നിമിഷത്തിൽ അവൾ ഉറക്കെ ഡസനോട് പറഞ്ഞു, എടാ ഞാൻ ആരെന്ന് മനസ്സിലായോ? ഞാനാണ്ട മാഗി ഡോയൽ. ഡോയൽ കുടുംബം മിൽസ്ബർഗിലെ ഫാബുലസ് ഫൈവിൽപ്പെട്ട ഒന്നാണ്. ഹാർമൺ കുടുംബത്തെ പോലെ പ്രാധാന്യമുള്ള കുടുംബമാണ് ഡോയൽ കുടുംബം. ഡോയൽ കുടുംബത്തിനെ എല്ലാവർക്കും അറിയാം. സകല സ്ഥാപനങ്ങൾക്കും സകല വ്യക്തികൾക്കും സെക്യൂരിറ്റി സ്റ്റാഫുകളെ സപ്ലൈ ചെയ്യുന്നത് ഡോയൽ കുടുംബമാണ്. ഡോയൽ കുടുംബത്തിന്റെ കയ്യിൽ വൻതോതിൽ മാർഷൽ ആർട്ടിസ്റ്റുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മാഗിയും ഒരു മാർഷൽ ആർട്ടിസ്റ്റ് ആയിരിക്കുന്നത്. മാഗി പെട്ടെന്ന് അവൾ ഡോയൽ കുടുംബത്തിലാണെന്ന് പറഞ്ഞതും ജൂലി ഒന്ന് വരണ്ടു. ഇവിടെ വന്നിട്ട് അധികം നാളായിട്ടില്ലെങ്കിലും മിൽസ്ബർഗിലെ ഡോയൽ കുടുംബത്തെ കുറിച്ച് ഇപ്പോ ഡാലിക്കും അറിയാം. ഫാബുലസ് ഫൈവിലുള്ള 5 കുടുംബങ്ങളിൽ ഒന്നാണ് ഡോയൽ കുടുംബം എന്നുള്ള കാര്യം ഡാലിയ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവളുടെ കമ്പനിയുടെ ഡെവലപ്മെന്റിന് വേണ്ടി ഏതൊക്കെ കുടുംബങ്ങളുമായി ബന്ധപ്പെടണം, ആരൊക്കെയാണ് ഇവിടുത്തെ മാർക്കറ്റ് നിയന്ത്രിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഡാലിയ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവൾ ഡോയൽ കുടുംബത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഡോയൽ കുടുംബത്തിലെ മാഗി ഡോയലാണ് തങ്ങളുടെ കാറിൽ ഇടിച്ചെന്ന് മനസ്സിലാക്കിയ ജൂലി മാഗിയോട് പറഞ്ഞു, മാഡം ക്ഷമിക്കണം, എത്രയാണ് നഷ്ടപരിഹാരം എന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾ തരാം. ഡാലിയ നിക്കോൾസിന്റെ കാറിലേക്ക് റോങ് സൈഡ് വഴി കാർ കൊണ്ട് ഇടിച്ച മാഗിയോട് അങ്ങോട്ട് നഷ്ടപരിഹാരം കൊടുക്കാമെന്ന് ജൂലി പറഞ്ഞത് കേട്ടതും മാഗി ചിരിച്ചുകൊണ്ട് ജൂലിയോട് പറഞ്ഞു, എനിക്ക് വേണ്ടത് $10 മില്യൺ. $10 മില്യൺ കേട്ടപ്പോ എന്ത് പറയണമെന്നറിയാതെ ജൂലി മാഗി തന്നെ നോക്കുകയാണ്. അവിടെ ആ സ്പോട്ടിൽ ഉള്ള ആ 2 കാറിന്റെയും ഒറിജിനൽ വില കൂട്ടി നോക്കിയപ്പോലും ഒരു 3 മില്യണേക്ക് വരത്തുള്ളൂ. 2 കാറിന്റെയും കൂടി വിലയുടെ 3 ഇരട്ടി തുകയാണ് ഇപ്പോഴാ ആ സ്ത്രീ ചോദിക്കുന്നത്. തികഞ്ഞ ഒരു കൊള്ളയാണ് അവിടെ നടക്കുന്നത്. മാഡം, അത് വളരെ കൂടുതലല്ലേ? കൂടുതലെന്നോ? ആ പണവും നൽകണം, നിങ്ങൾ 3 പേരും ഇവിടെ മുട്ടുകുത്തിയും വേണം. അങ്ങനെ അവൾ പറഞ്ഞിട്ട് ഡസ്റ്റിൻ നോക്കിയതും ഡസ്റ്റിൻ വലത് കൈകൊണ്ട് മാഗിയുടെ ഷോൾഡർ പിടിച്ചു ഒറ്റ വലി. ഡസ്റ്റിൻ മാഗിയുടെ ഷോൾഡർ പിടിച്ച് താഴ്ത്തിയതും അവൾ മുട്ടിടിച്ച് താഴേക്ക് വീഴുകയാണ്. അവളുടെ 2 മുട്ടും ഒരു വൻ ശബ്ദത്തോടു കൂടി ആ റോഡിൽ ഇടിച്ചു വീണു. ആ മുട്ട് ഇടിച്ച വേഗതയിൽ അവളുടെ മുട്ട് 2 പൊട്ടി. രക്തവും മാംസവും ഒക്കെ ചിതറുന്നത് വിസിബിൾ ആണ്. അവൾ ഡോയൽ കുടുംബത്തിലെ മാഗി ഡോയൽ ആണെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഡസ്റ്റിൻ ആക്രമണം നടത്തിയിരിക്കുന്നത്. അത് കണ്ട ജൂലി ഡസ്റ്റിനോട് ചോദിക്കണം, ഡസ്റ്റിൻ എന്തായി ചെയ്തത്? മിസ് മാഗി ഡോയൽ കുടുംബത്തിലാണ്. ജൂലി അത് പറഞ്ഞതും ഡസ്റ്റിൻ കാലുയർത്തി ഒരൊറ്റ ചവിട്ടേറ്റ് മാഗി തെറിച്ച് ദൂരേക്ക് വീണു. ആ ചെറുപ്പക്കാരന് വട്ടായെന്ന ഒരു തോന്നൽ ദൂരേക്ക് തെറിച്ചു വീഴുന്ന നിമിഷത്തിൽ മാഗിക്ക് ഉണ്ടാവുകയാണ്. അത് മനസ്സിലാക്കിയതും മാഗിയുടെ കൂടെയുള്ള ചെറുപ്പക്കാർ മാഗി എടുത്തു പൊക്കി. ഇനി അവിടെ നിന്നാൽ തല്ല് കിട്ടുമെന്ന് മനസ്സിലാക്കിയ അവന്മാർ അതിവേഗം അവിടെ വാഹനത്തിൽ കയറി മാഗിയുമായി പാഞ്ഞു പോവുകയാണ്. ഇതൊക്കെ പെട്ടെന്ന് നടക്കുന്നത്. പോകുന്നിടയിൽ മാഗി ഉറക്കെ വിളിച്ചു, ഇടാ, നീ അവസാനിച്ചതാ, നീ എവിടെ ഒളിച്ചാലും ഞാൻ കണ്ടുപിടിക്കും.
അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് മാഗി അതിവേഗം പാഞ്ഞു പോകുന്ന മാഗിയെ നോക്കിയിട്ട് ഡസ്റ്റിനോടായി ഡാലിയ പറഞ്ഞു, ഡസ്റ്റിൻ ഇത് ലേശം കടുത്തുപോയില്ലേ? ഡാലിയ നിക്കോൾസിന് വേണ്ടിയാണ് ഡസ്റ്റിൻ റൈസ് ഇടപെട്ടതെന്ന് 100% ഉറപ്പാണ്. എന്നാലും ഡോയൽ കുടുംബത്തിലെ ഒരാളെ പരസ്യമായി ഇങ്ങനെ ആക്രമിക്കാനുള്ള ധൈര്യം ഡസ്റ്റിന് എവിടെ നിന്നുണ്ടായി? അതാണ് ഡാലിയ ആലോചിക്കുന്നത്. ഡാലിയ ആ ചോദ്യം ചോദിച്ച ആ നിമിഷത്തിൽ ജൂലിയുടെ ഫോണിൽ ഒരു കോൾ വന്നു. അവളുടെ അമ്മ വിക്ടോറിയാണ് അവളെ വിളിച്ചത്. വിക്ടോറിയ പറഞ്ഞ കാര്യം കേട്ടതും ഫോൺ കട്ട് ചെയ്ത ജൂലി ഡാലിയോട് പറഞ്ഞു, ഡാലിയ അവനെ കിട്ടി, ടെറൻസിനെ കിട്ടി. ടെറൻസിനെ എവിടെ നിന്ന് കിട്ടി? അവൻ ഒരു റെസ്റ്റോറന്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അവനെ അമ്മ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ആന്റി അങ്ങോട്ട് പോയിരിക്കുകയാണ്, നമ്മൾ കൂടി അങ്ങോട്ട് പോകണം. അത് കേട്ടതും ഡസ്റ്റിൻ ചോദിച്ചു, ഹേയ് നിങ്ങൾ എന്തിനാ അവിടെ പോകുന്നത്? ടെറൻസിന് നിങ്ങൾ മുടക്കിയ പണം നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങിച്ചില്ലേ? ഇനി ടെറൻസുമായിട്ട് നിങ്ങൾക്ക് എന്ത് ബന്ധം? ഡസ്റ്റിൻ അത് ചോദിച്ചപ്പോ ജൂലി ഡസ്റ്റിനോട് പറഞ്ഞു, ഏയ് ഡസ്റ്റിൻ നമുക്ക് തൽക്കാലം അതുവരെ പോകാം. ഡസ്റ്റിൻ ആ സ്ഥലം വിറ്റ കാര്യം ടെറൻസിനോട് പറയാതെ ടെറൻസിന്റെ കയ്യിൽ നിന്ന് പണം ഈടാക്കാനുള്ള എന്തോ ഒരു കുടില തന്ത്രവുമായിട്ടാണ് ജൂലി അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചതെന്ന് അത് കേട്ടപ്പോഴേ ഡസ്റ്റിന് അറിയാം. പക്ഷെ ഡസ്റ്റിനെ എന്തെങ്കിലും പറയാൻ അനുവദിക്കാതെ ഡാലിയ ഡസ്റ്റിനെ കൈ പിടിച്ചിട്ട് ഡസ്റ്റിൻ വന്ന് കാറിനടുത്തേക്ക് നടന്നു. അടുത്ത നിമിഷത്തിൽ ഡസ്റ്റിൻ റയസും ഡാലിയ നിക്കോൾസനും ജൂലിയും കൂടി ടെറൻസ് ഉണ്ടെന്ന് കരുതുന്ന ആ റെസ്റ്റോറന്റിലേക്ക് തിരിച്ചു. കഥയുടെ ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ ലൈഫിൽ നിന്ന് ഡസ്റ്റിൻ റൈസിന്റെ കഥ നിങ്ങളോട് പറഞ്ഞത് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യണം. താങ്ക് യു.